സബ്വേ സ്റ്റേഷനിൽ പ്രവർത്തിക്കുന്ന ഒരു പോലീസ് സ്റ്റേഷൻ. ആ പോലീസ് സ്റ്റേഷനിലാണെങ്കിൽ എപ്പോഴും ഓരോ കേസുകളും. അങ്ങനെ അവരുടെ ഇടയിലേക്ക് നമ്മുടെ കഥാനായിക എത്തിച്ചേരുകയാണ്. കൂടുതലൊന്നും പറയുന്നില്ല, നമുക്ക് ഡ്രാമയിലേക്ക് തന്നെ പോവാം. സബ്വേയിൽ നടക്കുന്ന ഓരോ പ്രശ്നങ്ങളും സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോലീസുകാരിൽ തന്നെ പ്രത്യേകം ഒരു ഡിപ്പാർട്ട്മെന്റ് രൂപീകരിച്ചത്. ആ ഡിപ്പാർട്ട്മെന്റിന്റെ ക്യാപ്റ്റനാണ് നമ്മുടെ കഥാനായകനായ സിയൂക്. സബ്വേയിലെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് രാത്രി റൗണ്ട്സിൽ ഇറങ്ങിയിരിക്കുകയാണ് സിയൂക്. അവിടെയെല്ലാം സിയൂക് നല്ല രീതിയിൽ തന്നെ അന്വേഷിക്കുന്നുണ്ട്. കൂടാതെ ആ സീറ്റ് വരെ പോക്കി നോക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് സിയൂക് ഇങ്ങനെയെല്ലാം ചെയ്യുന്നതെന്ന് നമുക്ക് പിന്നീട് മനസ്സിലാവും. പിന്നീട് നമ്മൾ കാണുന്നത് പോലീസുകാരുടെ എല്ലാം ക്യാപ്റ്റനെയാണ്. ഇവിടുത്തെ ജനങ്ങളെല്ലാം കൂടുതലും ആശ്രയിക്കുന്നത് ഈ സബ്വേയാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ക്രൈമുകളും ഒരുപാട് കൂടുതലാണ്. ക്രൈം എല്ലാം കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് പോലീസുകാരിൽ തന്നെ സബ്വേ പോലീസ് എന്ന് പറഞ്ഞ പ്രത്യേകം ഒരു ഡിപ്പാർട്ട്മെന്റ് തന്നെ അവര് രൂപീകരിച്ചത്. അങ്ങനെ അതിന്റെ 30ാമത്തെ വാർഷികമാണ് ഇപ്പോൾ നടക്കുന്നത്. അതിന്റെ സന്തോഷത്തിലാണ് നമ്മുടെ ഹെഡ്. സബ്വേ സ്റ്റേഷനിൽ വെച്ച് തന്നെയാണ് അവരത് ആഘോഷിക്കുന്നതും. അതെല്ലാം കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ന്യൂസ് റിപ്പോർട്ടേഴ്സും അവിടെ എത്തിയിരുന്നു. പോക്കറ്റടിക്കാരെ എങ്ങനെയാണ് നമ്മുടെ സബ്വേ പോലീസ് പിടിക്കുന്നത് എന്നതിന്റെ ഒരു ഡെമോ കാണിക്കാം എന്നും പറഞ്ഞ് ഹെഡ് അവരെല്ലാം വിളിച്ചു കൂട്ടുന്നു. അതിൽ സിയൂക്കാണ് പോലീസ്. സിയൂക്കിന്റെ ഈ 2 കോളീഗ്സ് ആണ് പോക്കറ്റടിക്കാര്. സാധാ ഒരു സിറ്റിസണായി വരുന്നത് നമ്മുടെ ഹെഡും. അങ്ങനെ ആ 2 കോളീഗ്സും നമ്മുടെ ഹെഡിന്റെ പോക്കറ്റ് അടിക്കാൻ വേണ്ടിയിട്ട് ഹെഡിന്റെ പുറകിന് തന്നെ വന്ന് നിൽക്കുന്നു. ഒരു പോക്കറ്റ് അടിക്കാരൻ എന്തൊക്കെയാണോ ചെയ്യുന്നത് അതെല്ലാം അവർ ഹെഡിനോടും ചെയ്യുന്നു. എന്നാൽ ഹെഡിന്റെ പോക്കറ്റ് അടിക്കാൻ വേണ്ടിയിട്ട് സിയൂക്ക് സമ്മതിക്കുന്നില്ല. സിയൂക്ക് പെട്ടെന്ന് തന്നെ അവരെ രണ്ടുപേരും അടിക്കുന്നു. ഇതെല്ലാം ഒരു ഡെമോ ആയിട്ടാണ് കാണിച്ചത്. ഇത് കണ്ട് അവിടെ നിന്ന് എല്ലാവരും കൈയടിച്ചു. റിപ്പോർട്ടേഴ്സ് ആണെങ്കിൽ ഇതെല്ലാം ഷൂട്ടും ചെയ്യുന്നുണ്ട്. ആ സമയത്താണ് ഹെഡ് തന്റെ പോക്കറ്റ് അടിക്കാൻ സാധിച്ചില്ല എന്നും പറഞ്ഞ് പേഴ്സ് എടുത്ത് കാണിക്കാൻ ശ്രമിക്കുന്നത്. എന്നാൽ ഹെഡ് നോക്കുമ്പോൾ പോക്കറ്റിൽ പേഴ്സ് ഇല്ല. ഹെഡിന്റെ മാത്രമല്ല അവിടെ നിൽക്കുന്ന ഒരാളുടെ കയ്യിലും പേഴ്സ് ഇല്ല. ഇത്രയൊക്കെ പോലീസുകാരുണ്ടായിട്ടും അവിടെ നിന്ന് എല്ലാവരുടെയും പോക്കറ്റ് ആരോ അടിച്ചിരിക്കുന്നു. കൂടാതെ ഹെഡിന്റെ വരെ പോക്കറ്റ് അടിച്ചിരിക്കുന്നു. ഹെഡ് സിയൂക്കിനോട് അവിടെയുള്ള എല്ലാവരെയും ചെക്ക് ചെയ്യാനായി ആവശ്യപ്പെട്ടു. ഈ ട്രെയിനിന്റെ ഈ ബോഗിയിലുള്ള ആരെങ്കിലും ആയിരിക്കും പോക്കറ്റ് അടിച്ചത്. അതുകൊണ്ട് തന്നെ സിയൂക്ക് അവിടെ എല്ലാം ക്ലോസ് ചെയ്തിട്ട് എല്ലാവരെയും ചെക്ക് ചെയ്യാൻ തുടങ്ങി. സിയൂക്ക് മാത്രമല്ല സിയൂക്കിന്റെ 2 കോളീഗ്സും എല്ലാവരെയും ചെക്ക് ചെയ്യുന്നുണ്ട്. ആ സമയത്താണ് അവിടെയുള്ള ഒരു സീറ്റിന്റെ ഇടയ്ക്ക് ഒരു തുണി ഇരിക്കുന്നത് സിയൂക്ക് കാണുന്നത്. തുണി മാത്രമല്ല കുറച്ച് രക്തവും അവിടെ പറ്റിയിരുന്നു. ഇത് കണ്ട സിയൂക്ക് അവിടെ ഇരുന്ന ആൾക്കാരെല്ലാം മാറ്റി അത് പതുക്കെ തുറന്നു നോക്കുന്നു. എന്നാൽ ആ കാഴ്ച കണ്ട് എല്ലാവരും ആകപ്പാടെ ഞെട്ടിപ്പോകുന്നു. അതിനകത്ത് ഒരു ബോഡിയാണ് ഇരിക്കുന്നത്. ഈ കാഴ്ച കണ്ട് എല്ലാവരും ഞെട്ടിപ്പോയി. കഴിഞ്ഞ ദിവസം പോലും സിയൂക്ക് ഇവിടെ എല്ലാം നല്ല രീതിയിൽ അന്വേഷിച്ചതാണ്. ഈ മർഡർ എല്ലാവരും അറിയണം എന്ന് വിചാരിച്ചിട്ടായിരിക്കും ആ കൊലയാളി ഈ ദിവസം തന്നെ ഈ ബോഡി ഇതിനകത്ത് കൊണ്ടുവച്ചത്. ഹെഡ് റിപ്പോർട്ടേഴ്സിനെല്ലാം തടയാൻ ശ്രമിച്ചെങ്കിലും അവരതെല്ലാം എപ്പോഴും ഷൂട്ട് ചെയ്തിരുന്നു. അങ്ങനെ ഹെഡിന് ഒരു പ്രസ് മീറ്റ് വെക്കേണ്ടി വന്നു. ശരിക്കും സഭയിൽ നടക്കുന്ന ആദ്യത്തെ മർഡർ അല്ല ഇത്. ഈ ബോഡിയും കൂടെ കൂട്ടി ഇത് 4ാമത്തെ മർഡറാണ് ഇവിടെ നടക്കുന്നത്. സഭയിൽ നടക്കുന്ന ബാക്കിയുള്ള പ്രശ്നങ്ങളുടെ എല്ലാം പ്രതികളെ പിടിക്കുന്നുണ്ടെങ്കിലും ഇതേപോലെ മർഡർ ചെയ്യുന്നവരെ മാത്രം ഇതുവരെയായിട്ടും പോലീസുകാർക്ക് പിടിക്കാൻ സാധിച്ചിട്ടില്ല. അത് മാത്രമല്ല ഈ മർഡർ അന്വേഷിക്കുന്നത് നമ്മുടെ സബ്വേ പോലീസ് അല്ല, ശരിക്കുള്ള പോലീസുകാരാണ് ആ മർഡർ കേസ് അന്വേഷിക്കുന്നത്. 2 വർഷത്തിന്റെ ഇടയിലാണ് ഇപ്പോൾ 4 കൊലപാതകങ്ങൾ നടന്നിരിക്കുന്നത്. 3 മാസത്തിനുള്ളിൽ തനിക്ക് ഈ കേസ് സോൾവ് ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ താൻ സ്വയമേ റിസൈൻ ചെയ്യും എന്ന് ഹെഡ് പറയുന്നു. ഇപ്പോൾ നമ്മുടെ സബ്വേ പോലീസിനും ശരിക്കുള്ള പോലീസിനും അന്വേഷിക്കാൻ 2 കേസുകളാണ് ഉള്ളത്. ട്രെയിനിന്റെ അബോഹിയിലുള്ള എല്ലാവരുടെയും പോക്കറ്റ് അടിച്ച് ആ കള്ളനെയും അതേപോലെ തന്നെ 4 പേരെ കൊന്ന ആ കുറ്റവാളിയുമാണ് ഇപ്പോൾ പോലീസുകാർക്ക് കണ്ടുപിടിക്കേണ്ടത്. മർഡർ കേസ് അന്വേഷിക്കുന്നത് നമ്മുടെ ഈ പോലീസുകാരാണ്. ഈ പോലീസുകാർ തന്നെയാണ് നമ്മുടെ സിയൂക്കിന്റെ എക്സ് ഗേൾഫ്രണ്ടും. സിയൂക്കിന്റെ എക്സ് ഗേൾഫ്രണ്ടാണ് ആ മർഡർ കേസ് അന്വേഷിക്കുന്നത്. സിയൂക്ക് ആണെങ്കിൽ ഈ പോക്കറ്റ് അടി കേസുമാണ് അന്വേഷിക്കുന്നത്. അങ്ങനെ 2 ടീമിനോടും എത്രയും പെട്ടെന്ന് ക്രിമിനൽസിനെ എല്ലാം അറസ്റ്റ് ചെയ്യണം എന്ന് ഹെഡ് പറയുന്നു. അങ്ങനെ 2 ടീമും അവരുടെ ഇൻവെസ്റ്റിഗേഷൻ ആരംഭിക്കുന്നു. മരണപ്പെട്ട എല്ലാവരെയും കാണാതാവുന്നത് ഈ സബ്വേയിൽ വെച്ച് തന്നെയാണ്. എന്നാൽ അവരെങ്ങോട്ടേക്കാണ് പോയതെന്ന് ഒരു ക്യാമറയിലും കാണാൻ സാധിക്കുന്നില്ല. കില്ലറിനെ ഒരു ക്യാമറയിലും കാണാൻ സാധിക്കാത്തത് കൊണ്ട് തന്നെ എല്ലാവരും അയാൾക്ക് ഇട്ടിരിക്കുന്ന പേരാണ് സബ്വേ ഗോസ്റ്റ് എന്ന്. അങ്ങനെ എക്സ് ഗേൾഫ്രണ്ട് ഒരു പ്ലാൻ ഒക്കെ പറയുന്നു. അതെന്താണെന്ന് നമ്മളെ ഇപ്പോൾ കാണിക്കുന്നില്ല. അതേസമയം സിയൂക്കിന്റെ ടീമുമായിട്ടിരുന്ന് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ പോക്കറ്റ് അടിക്കാരെ പിടിക്കാൻ വേണ്ടിയിട്ട് ആദ്യത്തെ ട്രെയിൻ മുതൽ അവസാനത്തെ ട്രെയിൻ വരെ ഓരോ പോലീസുകാരും ചെക്ക് ചെയ്യണം എന്നൊക്കെയാണ് അവർ തീരുമാനിക്കുന്നത്. പോലീസായിട്ടല്ല, സാധാ ഒരു സിറ്റിസൺ ആയിട്ടാണ് അവർ അന്വേഷിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങുന്നത്. അങ്ങനെ സിയൂക്ക് തന്റെ അന്വേഷണത്തിന്റെ ഭാഗമായി ഒരു ബോഗിയിലേക്ക് എത്തി. അവിടെയാണെങ്കിൽ ഡ്രിങ്ക്സ് അടിച്ച് ഒരു പെൺകുട്ടി ഫിറ്റായി ഇരിപ്പുണ്ട്. ആ സമയത്ത് തന്നെയാണ് തൊപ്പി വെച്ച ഒരാൾ അങ്ങോട്ടേക്ക് കയറി വരുന്നത്. അയാളെ കണ്ട് സിയൂക്കിന് എന്തോ ഒരു സംശയം തോന്നി. സിയൂക്ക് ആണെങ്കിൽ ഉറങ്ങിയതുപോലെ അവിടെ അഭിനയിച്ച് കിടന്നു. പെട്ടെന്ന് തന്നെ അയാൾ ആ പെൺകുട്ടിയുടെ മാല പൊട്ടിച്ചെടുത്തു. അതുമാത്രമല്ല ആ പെൺകുട്ടിയുടെ ബാഗിനകത്ത് നിന്നും ഓരോ സാധനങ്ങളും അയാൾ അടിച്ചു മാറ്റാൻ ആരംഭിച്ചു. എന്നാൽ അതിനു മുന്നേ തന്നെ അയാളെ ആ പെൺകുട്ടി അടിച്ചു വീഴ്ത്തി. പെട്ടെന്ന് തന്നെ വിലങ്ങെടുത്ത് അയാളുടെ കയ്യിലിടാൻ ശ്രമിച്ചു. എന്നാൽ ഇത് കണ്ട സിയൂക്ക് പെട്ടെന്ന് തന്നെ അവളുടെ കയ്യിൽ കയറി പിടിച്ചു. എന്നാൽ ഈ പെൺകുട്ടി വിചാരിക്കുന്നത് കള്ളന്റെ കൂടെയുള്ള
ആളാണ് സിയൂക്ക് എന്ന്. ആ പെൺകുട്ടി ഒന്നും നോക്കിയില്ല, പെട്ടെന്ന് തന്നെ സിയൂക്കിനെ ആ വിലങ്ങണിയിപ്പിച്ചു. സിയൂക്ക് ആരാണെന്നുള്ള കാര്യം ഈ പെൺകുട്ടിക്ക് അറിയില്ല. ആ സമയം കൊണ്ട് തന്നെ ആ കള്ളൻ അവിടെ നിന്ന് ഓടിപ്പോയി കഴിഞ്ഞിരുന്നു. എന്നാൽ പെൺകുട്ടി അങ്ങനെ അവനെ വിടാനൊന്നും ഉദ്ദേശിച്ചിട്ടില്ല. പെട്ടെന്ന് തന്നെ പെൺകുട്ടി ആ കള്ളനെ ഫോളോ ചെയ്തു. അവൾക്കാണെങ്കിൽ ആ സബ് സ്റ്റേഷന്റെ ഓരോ മുഖംമൂലയും നല്ല രീതിയിൽ തന്നെ അറിയായിരുന്നു. ആ കള്ളൻ ഇനി എങ്ങോട്ടേക്കാണ് പോകുന്നത് എന്നൊക്കെ അവൾ മനസ്സിലോർത്തിട്ട് പെട്ടെന്ന് തന്നെ ആ സ്ഥലത്തേക്ക് വന്നു നിൽക്കുന്നു. ആ കള്ളൻ ഏതുവഴി ഓടിയാലും അവളുടെ മുന്നിൽ തന്നെയാണ് വന്നു പെടുന്നതും. പിന്നീട് നമ്മൾ കാണുന്നത് അടുത്ത ദിവസം സിയൂക്കിനെയാണ്. എങ്ങനെയൊക്കെയോ സിയൂക്ക് അവിടെ നിന്ന് രക്ഷപ്പെട്ടിരുന്നു. അവരുടെ ഡിപ്പാർട്ട്മെന്റിൽ ജോയിൻ ചെയ്യാൻ ഇന്ന് ആരോ വരുന്നുണ്ട്. അയാളെ ഇന്റർവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് അവരെല്ലാം തയ്യാറെടുക്കുന്നു. അപ്പോഴാണ് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ട ആ പെൺകുട്ടി കള്ളനുമായിട്ട് ആ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുന്നത്. ഇത് തന്നെയാണ് നമ്മുടെ കഥാനായികയായ യുവിനെ കണ്ടപാട് സിയൂക്ക് അവിടെ ഒളിച്ചിരിക്കുന്നു. കഴിഞ്ഞ ദിവസം സംഭവിച്ചതിന്റെ എല്ലാം നാണക്കേടിലാണ് സിയൂക്കിന്റെ ഫ്രണ്ട്സിനാണെങ്കിൽ പുതിയതായി യു വന്നതിൽ സന്തോഷമാണ്. അങ്ങനെ അവർ സിയൂക്ക് അവിടെ ഇരിക്കുന്ന കാര്യം യുവിനോട് പറഞ്ഞു കൊടുത്തു. യു അപ്പോഴാണ് അവിടെ ഇരിക്കുന്ന സിയൂക്കിനെ കാണുന്നത്. സിയൂക്ക് യു തന്റെ മുഖം കാണാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ശ്രമിച്ചു. എന്നാൽ അവസാനം യു സിയൂക്കിന്റെ മുഖം കണ്ടു. കഴിഞ്ഞ ദിവസം താൻ അറിയാതെ വിലങ്ങിട്ടത് തന്റെ ക്യാപ്റ്റൻ ആണെന്നുള്ള കാര്യം അപ്പോഴാണ് യൂനിന് മനസ്സിലായത്. അങ്ങനെ സിയൂക്കിനെ യൂനിനെ ഇന്റർവ്യൂ ചെയ്യേണ്ടി വന്നു. എന്നാൽ സിയൂക്ക് എന്തെങ്കിലും ചോദിക്കുന്നതിന് മുന്നേ തന്നെ അവളെ ഡിസ്ക്വാളിഫൈ ചെയ്തു. കഴിഞ്ഞ ദിവസം നടന്ന സംഭവം കൊണ്ട് തന്നെയാണ് അവളെ ഡിസ്ക്വാളിഫൈ ചെയ്തത്. എന്നാൽ യൂനിന് സബ്വേ പോലീസിൽ ചേരണം എന്ന് തന്നെയായിരുന്നു ആഗ്രഹം. സിയൂക്കിനെ ഒരുപാട് കൺവിൻസ് ചെയ്യാൻ ശ്രമിച്ചെങ്കിലും സിയൂക്ക് അതൊന്നും കേട്ടില്ല. അങ്ങനെ സിയൂക്ക് നേരെ ചെല്ലുന്നത് സബ്വേ സ്റ്റേഷനിലേക്കാണ്. സബ്വേ സ്റ്റേഷനിൽ വരുന്ന പെൺകുട്ടികളുടെ മോശം രീതിയിലുള്ള വീഡിയോസ് എല്ലാം എടുത്ത് അത് പബ്ലിഷ് ചെയ്യും. അതിൽ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് വേണ്ടിയിട്ട് ഈ പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോയിട്ട് അവർക്ക് കൊടുക്കുന്ന ഒരു ടീമുണ്ട്. അവരെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് സിയൂക്ക് ഇപ്പോൾ സബ്വേ സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുന്നത്. അങ്ങനെ സിയൂക്കിന് ഒരാളെ സംശയം തോന്നി. സിയൂക്ക് അയാളെ പരിശോധിച്ച സമയത്ത് അയാളുടെ കയ്യിൽ നിന്ന് ഒരു മെമ്മറി കാർഡും ലഭിച്ചു. എന്നാൽ സിയൂക്ക് അത് നോക്കിയ സമയത്ത് അതിനകത്ത് ഒരു വീഡിയോ പോലും ഇല്ലായിരുന്നു. അങ്ങനെ സിയൂക്കിന് അയാളെ വെറുതെ വിടേണ്ടി വന്നു. ശരിക്കും അയാൾ തന്നെയാണ് വീഡിയോസ് എല്ലാം എടുത്ത് പബ്ലിഷ് ചെയ്യുന്നത്. അയാളുടെ കൂടെ മറ്റൊരു വ്യക്തി കൂടിയുണ്ട്. ഇവർ രണ്ടുപേരും കൂടിയാണ് പെൺകുട്ടികളുടെ വീഡിയോ എല്ലാം എടുത്ത് ഓരോ വെബ്സൈറ്റിൽ ഇടുന്നത്. അവരെപ്പോഴും ഓരോ വെബ്സൈറ്റിലായിട്ടാണ് ഇടുന്നത്. അതുകൊണ്ട് തന്നെ പോലീസുകാർക്ക് പെട്ടെന്ന് തന്നെ അവരെ കണ്ടുപിടിക്കാനും സാധിക്കുന്നില്ലായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് തന്നെയാണ് മറ്റൊരു വീഡിയോ കൂടെ അവർ പബ്ലിഷ് ചെയ്യുന്നത്. അത് വേറെ ആദ്യമല്ല നമ്മുടെ യൂണിന്റെ ആയിരുന്നു. അങ്ങനെ അവർക്കെതിരെ കംപ്ലൈന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂണിനെ സിയൂക്ക് പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി. അപ്പോഴാണ് യു പോലും ആ വീഡിയോ കാണുന്നത്. അവക്കാണെങ്കിൽ ആകെപ്പാട് നാണക്കേടുമായി. ആ സമയത്ത് തന്നെയാണ് ആ വെബ്സൈറ്റിൽ മറ്റൊരു പെൺകുട്ടിയുടെ വീഡിയോ കൂടി അവർ അപ്ലോഡ് ചെയ്തത്. എന്നാൽ ആ പെൺകുട്ടിയുടെ മുഖം കൂടി ആ വീഡിയോയിലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആ പെൺകുട്ടിക്ക് ഇത് അപകടമാണ് എന്നുള്ള കാര്യം അവർ മനസ്സിലാക്കി. ഈ വീഡിയോ അപ്ലോഡ് ചെയ്തവർ എവിടെ ഒരു പാർട്ടി നടത്തുന്ന കാര്യം അവർക്ക് മനസ്സിലായി. സിയൂക്കാണെങ്കിൽ പെട്ടെന്ന് തന്നെ അങ്ങോട്ടേക്ക് പോവാം എന്ന് തീരുമാനിച്ചു. എന്നാൽ അവന്റെ കൂടെ മറ്റു പോലീസുകാരൊന്നുമില്ല. ഓരോരുത്തരെ വിളിച്ചോണ്ടിരിക്കുകയായിരുന്നു സിയൂക്ക്. ആ സമയം കൊണ്ട് തന്നെ യു അവിടെ ഇരുന്ന തോക്കുമെടുത്ത് പുറത്തേക്ക് ഇറങ്ങി. യു എടുത്തുകൊണ്ട് പോയിരിക്കുന്നത് നമ്മുടെ സിയൂക്കിന്റെ തോക്കാണ്. സിയൂക്ക് പെട്ടെന്ന് തന്നെ യൂനിന്റെ പുറകിന് ഓടി. യു രണ്ട് കൽപ്പിച്ച് തന്നെയാണ് അവക്ക് എങ്ങനെയെങ്കിലും അവരെ പിടിക്കണം. അങ്ങനെ യു അവിടെ ഇരിക്കുന്ന ഒരു സ്കൂട്ടർ എടുത്ത് അവരെ അന്വേഷിക്കാനായി ഇറങ്ങി. സിയൂക്കിനും അവളുടെ കൂടെ പോവേണ്ടി വന്നു. അവൻ പേടിച്ചാണ് അവളുടെ സ്കൂട്ടറിന്റെ പുറകിലിരിക്കുന്നത്. യു ആണെങ്കിൽ അമ്മാതിരി രീതിയിലാണ് വണ്ടി ഓടിക്കുന്നതും. പേടിച്ചു പോയ സിയൂക്ക് ആണെങ്കിൽ പെട്ടെന്ന് തന്നെ യൂനിനെ കയറി പിടിക്കുകയും ചെയ്തു. ആ പിടിയിൽ അവളുടെ ഷർട്ടിന്റെ ബട്ടൺസ് എല്ലാം പൊട്ടിപ്പോയി. അങ്ങനെ അവസാനം അവൾക്ക് സിയൂക്കിന്റെ ഷർട്ട് തന്നെ ഇടേണ്ടി വന്നു. അങ്ങനെ അവര് രണ്ടുപേരും നേരെ ചെല്ലുന്നത് ഹോട്ടലിലേക്കാണ്. എന്നാൽ അവർ അവിടെ എത്തുന്നതിന് മുന്നേ തന്നെ അവര് രണ്ടുപേരും അവിടെ നിന്ന് ഇറങ്ങിയിരുന്നു. ഇത് കണ്ട യു ഒന്നും ആലോചിക്കാതെ ആ ബാൽക്കണിയിൽ നിന്ന് എടുത്തു ചാടി. സിയൂക്ക് ആണെങ്കിൽ ഇവൾ കാണിക്കുന്ന ഓരോ കാര്യങ്ങൾ കണ്ട് പേടിച്ചാണ് നിൽക്കുന്നത്. അങ്ങനെ സിയൂക്ക് ഓടിച്ചെന്ന് യൂനിന്റെ വണ്ടിയുടെ പുറകിന് കയറിയിരുന്നു. ഇപ്പോഴും നമുക്ക് സ്പീഡിന് ഒരു കുറവുമില്ല. നല്ല സ്പീഡിൽ തന്നെയാണ് അവര് ഫോളോ ചെയ്യുന്നത്. എന്നാൽ ഒരു സമയത്ത് അവൾക്ക് അവരെ മിസ്സായി. പെട്ടെന്ന് തന്നെ യു സബ്വേ സ്റ്റേഷനിലേക്ക് വണ്ടി ഓടിച്ചു കയറ്റി. അവൾക്ക് സബ്വേ സ്റ്റേഷന്റെ ഓരോ മുഖമൂലയും നല്ല രീതിയിൽ തന്നെ അറിയാം. അതുകൊണ്ട് തന്നെ സബ്വേയിൽ ഏതുവഴി പോയി കഴിഞ്ഞാൽ കറക്റ്റ് അവരുടെ മുന്നിലെത്താം എന്നുള്ള കാര്യം അവൾക്കറിയാം. അങ്ങനെ അവൾ പെട്ടെന്ന് തന്നെ അവന്റെ മുന്നിലേക്ക് എത്തി. സ്കൂട്ടർ സബ്വേയിൽ ഇറക്കുന്നത് പോലല്ലോ, കയറ്റാൻ കുറച്ച് പാടല്ലേ. അതുകൊണ്ട് തന്നെ അവൾ വണ്ടി അവിടെ ഇട്ടിട്ടാണ് മുകളിലേക്ക് കയറി വന്നത്. അപ്പോഴേക്ക് സിയൂക്ക് തളർന്നു പോയിരുന്നു. അവൾ നേരെ അവരുടെ മുന്നിലേക്കാണ് വന്നു നിന്നത്. യു അവരോട് പുറത്തേക്ക് ഇറങ്ങാനായി ആവശ്യപ്പെട്ടു. എന്നാൽ അവർ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് വണ്ടി എടുത്തുകൊണ്ട് പോയി. യൂനിന് ഇനി അവരുടെ പുറകിന് പോകാനുള്ള സ്റ്റാമിന ഇല്ല. അവൾ ആ റോഡിൽ തന്നെ കിടന്നു. അപ്പോഴേക്ക് സിയൂക്ക് സ്കൂട്ടർ ഒരു ടിക്കറ്റ് മുകളിലേക്ക് എത്തി. സിയൂക്ക് അവസാനം അവളെ വലിച്ചാണ് സൈഡിലേക്ക് മാറ്റി കിടത്തിയത്. അവൾ ഒന്നും നോക്കാതെ തന്നെയാണ് ആ ബാൽക്കണിയുടെ മുകളിൽ നിന്ന് എടുത്തു ചാടിയത്. അതുപോലെ തന്നെ നല്ല സ്പീഡിലാണ് വണ്ടി ഓടിച്ചത്. ഇതെല്ലാം കൊണ്ട് തന്നെ ഇനി അവൾക്ക് അവരെ ഫോളോ ചെയ്യാനുള്ള സ്റ്റാമിന തന്നെ ഇല്ലായിരുന്നു. യു ഇങ്ങനെയെല്ലാം ചെയ്യുന്നത് കണ്ട് പേടിച്ചിട്ടാണ് സിയൂക്ക് ഇരിക്കുന്നത്. പിന്നീട് നമ്മൾ കാണുന്നത് സബ്വേ സ്റ്റേഷനിൽ എല്ലാരും കൂടി ഇരുന്ന് സംസാരിക്കുന്നതാണ്. എന്തായാലും ആ വീഡിയോ എടുത്തവരെ അവർക്ക് പിടിക്കാൻ സാധിച്ചില്ല. എന്നിരുന്നാലും ഇനി
ആ പെൺകുട്ടിയെ അവർക്ക് എത്രയും പെട്ടെന്ന് സുരക്ഷിതയാക്കണം. അതിനു വേണ്ടിയിട്ട് അവർക്ക് ആ പെൺകുട്ടിയുടെ ഡീറ്റെയിൽസ് എല്ലാം വേണം. ഇവര് സാധാ ഒരു സബ്വേ പോലീസ് ആയതുകൊണ്ട് തന്നെ ഒന്നിനും ഇവർക്ക് ആക്സസ് ഇല്ല. ക്യാമറയിൽ കൂടെ നോക്കിക്കഴിഞ്ഞാൽ കറക്റ്റ് ഈ പെൺകുട്ടി ഏതൊക്കെ സമയത്താണ് സബ്വേയിൽ വരുന്നത് എന്നറിയാൻ സാധിക്കും. എന്നാൽ അവർക്ക് ആ ഫുട്ടേജ് ലഭിക്കണമെങ്കിൽ റിക്വസ്റ്റ് ഒക്കെ എഴുതി കൊടുക്കണം. അതിനൊക്കെയാണെങ്കിൽ ഒരുപാട് സമയവും ആവും. യു ആരാ മോള്? യു പെട്ടെന്ന് തന്നെ ആ സർവർ റൂം കുത്തി തുറന്നു. ആ ഫുട്ടേജ് നോക്കി ആ പെൺകുട്ടി ഏത് സമയത്താണ് സബ്വേയിൽ വരുന്നത് എന്നുള്ള കാര്യം അവര് മനസ്സിലാക്കി. ബാക്കിയുള്ള 3 പേരും ആകെപ്പാട് പേടിച്ചാണ് നിൽക്കുന്നത്. ആരെങ്കിലും കണ്ടാൽ അവരുടെ ജോലി തന്നെ പോവും. എന്നാൽ യൂനിന് ഇത് വലിയ വിഷയമൊന്നുമല്ല. അങ്ങനെ അവർ രണ്ടുപേരും ആ പെൺകുട്ടിയെ കാണാൻ വേണ്ടിയിട്ട് സബ്വേയിൽ വന്ന് നിൽക്കുന്നു. അങ്ങനെ അവിടെയുള്ള ഒരാളോട് ഈ പെൺകുട്ടിയെ അറിയാമോ എന്നൊക്കെ സിയൂക്ക് തിരക്കി. ആ സമയത്താണ് ഈ പെൺകുട്ടി വോളണ്ടിയറായി ഇവിടെ പ്രവർത്തിച്ചിരുന്നു എന്നുള്ള കാര്യം അവർ പറയുന്നത്. അങ്ങനെ അവർ സോഷ്യൽ മീഡിയയിൽ ആ പെൺകുട്ടിയുടെ പ്രൊഫൈലും അവരെ എടുത്തു കാണിച്ചു. അതിൽ അവൾ ഏത് സമയത്താണ് ഓഫീസിൽ പോകുന്നത് എന്നൊക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് ഇനി 1/2 മണിക്കൂർ കൂടി കഴിഞ്ഞാൽ അവൾ ഈ സബ്വേയിലേക്ക് വരും എന്നുള്ള കാര്യം അവർ മനസ്സിലാക്കി. ആ പെൺകുട്ടിയെ നോക്കി വേറെ പോലീസുകാരും പുറത്തെല്ലാം നിൽപ്പുണ്ടായിരുന്നു. എന്നാൽ തിരക്ക് കാരണം അവർക്ക് ആ പെൺകുട്ടിയെ മിസ്സായി. സിയൂക്കും യുവും പെട്ടെന്ന് തന്നെ ആ പെൺകുട്ടി ഇറങ്ങുന്ന സ്റ്റോപ്പിലേക്ക് പോയി. അങ്ങനെ ആ പെൺകുട്ടി സബ്വേയിൽ നിന്ന് പുറത്തിറങ്ങുന്ന സമയത്താണ് ആരോ ഒരാൾ പേന കൊണ്ട് അവളെ കുത്തുന്നത്. അത് അവൾ കാര്യമായി എടുത്തില്ല. എന്നാൽ കുറച്ചു സമയത്തിന് ശേഷം അവൾക്ക് എന്തോ ഒരു മയക്കം പോലെ വന്നു. അങ്ങനെ ഈ വീഡിയോ എടുത്തവര് പെട്ടെന്ന് തന്നെ അവളെ ഒരു കാറിലേക്ക് പിടിച്ചു കയറ്റി. ആ സമയത്ത് തന്നെയാണ് സിയൂക്കും യുവും അങ്ങോട്ടേക്ക് എത്തിയതും. സിയൂക്കാണെങ്കിൽ വണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടിട്ട് അവിടെ നിന്ന് പോയി. ആ സമയത്താണ് തൊട്ടടുത്ത് കിടക്കുന്ന കാർ അനങ്ങുന്ന കാര്യം യു കാണുന്നത്. രക്ഷപ്പെടാൻ വേണ്ടിട്ട് ആ പെൺകുട്ടി ശ്രമിക്കുന്നതാണ്. എന്നാൽ കൂടുതൽ അവൾക്ക് ശ്രമിക്കാൻ സാധിച്ചില്ല. അപ്പോഴേക്കും അവൾ മയങ്ങിപ്പോയി. അങ്ങനെ സംശയം തോന്നിയ യു നേരെ ആ കാറിന്റെ അടുത്തേക്ക് എത്തി. അങ്ങനെ പെട്ടെന്ന് തന്നെ യു അവരെ പിടിച്ചു. എന്നാൽ അവരാണെങ്കിൽ ഗ്ലാസ് കയറ്റിയിട്ടിട്ട് മുന്നോട്ടേക്ക് തന്നെ വണ്ടി ഓടിച്ചു. യൂനിന്റെ കൈയാണെങ്കിൽ കാറിന്റെ അകത്താണ്. കാർ മുന്നോട്ട് പോകുന്നത് കൊണ്ട് തന്നെ അവളും മുന്നോട്ടേക്ക് പോകുന്നു. അപ്പോഴാണ് സിയൂക്ക് ഈ കാര്യങ്ങളെല്ലാം കാണുന്നത്. സിയൂക്ക് ഒന്നും നോക്കിയില്ല. പെട്ടെന്ന് തന്നെ സ്കൂട്ടർ എടുത്ത് ആ കാറിന്റെ മുകളിൽ തന്നെ പാർക്ക് ചെയ്തു. സിയൂക്കിന്റെ കിടപ്പ് കണ്ടോ അവന് ജീവനുള്ള കാര്യം അവന് തന്നെ വിശ്വസിക്കാനാവുന്നില്ല. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് പോലീസുകാരും എത്തി. അവർ പെട്ടെന്ന് തന്നെ ആ കുറ്റവാളികളെ അറസ്റ്റ് ചെയ്തു. ഇവരെ പിടിക്കാൻ ഏറ്റവും കൂടുതൽ സഹായിച്ചത് യു ആണ്. അതുകൊണ്ട് തന്നെ യൂനിനെ ഇനി അവരുടെ ടീമിലേക്ക് എടുക്കും എന്നൊക്കെ യു വിചാരിക്കുന്നു. യു വലിയ കാര്യത്തിൽ അവരുടെ ഫോട്ടോയുടെ കൂടെ യൂനിന്റെ ഫോട്ടോ വെക്കുന്നു. എന്നാൽ സിയൂക്കിന് ഇപ്പോഴും അവൾ ഇവിടെ നിർത്താൻ താല്പര്യമില്ല. കാര്യം അവളുടെ ജീവൻ പോലും നോക്കാതെ അത്രയ്ക്ക് റിസ്ക് ഉള്ള കാര്യമാണ് അവൾ ചെയ്യുന്നത്. അങ്ങനെ സിയൂക്ക് അവളെ അവിടെ നിന്ന് പറഞ്ഞു വിടുന്നു. അതിനു മുന്നേ അവൾക്ക് ഈ സബ്വേയുടെ ഓരോ മുക്കും മൂലയും എങ്ങനെയാണ് അറിയാവുന്നത് എന്ന് സിയൂക്ക് യൂനിനോട് തിരക്കി. തന്നെ ഇവിടെ നിർത്തുവാണെങ്കിൽ കാര്യം പറയാം എന്ന് യൂനും മറുപടി പറഞ്ഞു. ആ കാര്യം സിയൂക്കിന് അറിഞ്ഞില്ലേലും കുഴപ്പമില്ല. അവളെ ഇവിടെ നിർത്താൻ സിയൂക്കിന് താല്പര്യമില്ല. സിയൂക്ക് അവളെ അവിടെ നിന്ന് പറഞ്ഞു വിട്ടു. യു ആണെങ്കിൽ ആകെപ്പാട് സങ്കടപ്പെട്ടിട്ടാണ് അവിടെ നിന്നിറങ്ങുന്നത്. ഒരുപാട് ഡിപ്പാർട്ട്മെന്റുകൾ ഉണ്ടെങ്കിലും അവൾക്ക് സബ്വേയിൽ തന്നെ ജോലി ചെയ്യണമായിരുന്നു. അതിന് ഒരു കാരണം കൂടി ഉണ്ടായിരുന്നു. ശരിക്കും സിയൂക്കിന് ഒരു ട്വിൻ സിസ്റ്റർ കൂടിയുണ്ട്. ആ ട്വിൻ സിസ്റ്ററിനെ കാണാതായത് ഇതേ സബ്വേ സ്റ്റേഷനിൽ വെച്ചാണ്. ട്വിൻ സിസ്റ്ററിനെ കാണാതായ സമയത്ത് തന്നെയാണ് ഈ സബ്വേ സ്റ്റേഷനിൽ ഓരോ മർഡറായി നടക്കുന്നത്. അതുകൊണ്ട് തന്നെ പോലീസുകാർക്ക് ട്വിൻ സിസ്റ്ററിന്റെ മിസ്സിംഗ് അന്വേഷിക്കാനായി സമയം ലഭിച്ചിരുന്നില്ല. യുവും ഒരുപാട് അവരുടെ പുറകിൽ നടന്നെങ്കിലും ഒരു കാര്യം ഉണ്ടായിരുന്നില്ല. അങ്ങനെ തന്റെ സിസ്റ്ററിനെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് യു സബ്വേയിലെ ഓരോ കാര്യങ്ങളായി പഠിക്കാൻ ആരംഭിച്ചത്. യുവിന്റെ സിസ്റ്റർ ഓട്ടിസം ബാധിച്ചൊരു പെൺകുട്ടിയായിരുന്നു. അവൾക്ക് അതുകൊണ്ട് തന്നെ പല കാര്യങ്ങളും അറിയില്ലായിരുന്നു. അങ്ങനെ യു ഇപ്പോഴും അവളുടെ സിസ്റ്ററിന്റെ മിസ്സിംഗ് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അവളുടെ റൂം നോക്കുകയാണെങ്കിൽ ഒരു വോൾ മുഴുവൻ സബ്വേയുടെ പല ആംഗിളിലുള്ള ഫോട്ടോസ് കാണാം. സിസ്റ്റർ മിസ്സായി ഇത്രയും കൊല്ലം കഴിഞ്ഞിട്ടും അവളുടെ മിസ്സിംഗ് കേസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് യു. അതേസമയം സബ്വേ പോലീസുകാരെ കാണാൻ വേണ്ടിയിട്ട് അവർ രക്ഷിച്ച ആ പെൺകുട്ടി എത്തിയിരിക്കുകയാണ്. ശരിക്കും ആ പെൺകുട്ടിയെ രക്ഷിച്ചത് യു അല്ലേ? എന്നാൽ യു ഇപ്പോൾ ഇവിടെ ഇല്ല. അതൊക്കെ ഓർത്തിട്ട് സിയൂക്കിന് എന്തോ ഒരു വിഷമമൊക്കെ വരുന്നുണ്ട്. അങ്ങനെ പിന്നീട് നമ്മൾ കാണുന്നത് ഉറങ്ങിക്കിടക്കുന്ന നമ്മുടെ യൂനിന്റെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വരുന്നതാണ്. വേറെ ആരുമല്ല, സിയൂക്കാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. നൈറ്റ് ഡ്യൂട്ടിക്ക് നീ വരുന്നില്ലേ എന്ന് ചോദിച്ചുകൊണ്ടാണ് സിയൂക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നത്. അതായത് സിയൂക്ക് ഇപ്പോൾ അവളെ അവരുടെ ടീമിലേക്ക് എടുത്തിരിക്കുകയാണ്. അങ്ങനെ യു പെട്ടെന്ന് തന്നെ അവരുടെ സ്റ്റേഷനിലേക്ക് എത്തി. സിയൂക്കിന്റെ മറ്റു 2 കൊളീഗ്സും അവൾക്ക് അവിടെയുള്ള ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്. ഗേറ്റ് അടച്ചതിനു ശേഷം പുറത്തേക്ക് പോവരുത്, ഇവിടെ ഒരു സബ്വേ ഗോസ്റ്റ് ഉണ്ട് എന്നൊക്കെയുള്ള കാര്യം അവർ പറയുന്നു. അവരിതൊരു തമാശ രീതിയിലാണ് അവളോട് പറയുന്നത്. എന്നാൽ അവൾക്കാണെങ്കിൽ ആ ഗോസ്റ്റിനെ കാണണം എന്നാണ് ആഗ്രഹം. തന്റെ സിസ്റ്ററിന്റെ മിസ്സിംഗും ഈ ഗോസ്റ്റും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് യു സബ്വേ പോലീസിലേക്ക് ജോയിൻ ചെയ്തിരിക്കുന്നത്. അങ്ങനെ നൈറ്റ് ഡ്യൂട്ടിക്കായി സിയൂക്കും യുവും മാത്രമാണ് അന്നുണ്ടായിരുന്നത്. സിയൂക്ക് എന്തോ ആവശ്യത്തിനായി പുറത്തു പോകുന്നു. ആ സമയം യു അവിടെയുള്ള ഒരു താക്കോലെടുത്ത് പുറത്തേക്ക് ഇറങ്ങി. സബ്വേയിൽ നിന്ന് പാളത്തിലേക്ക് ഇറങ്ങാൻ അവിടെ ഒരു ഡോർ ഉണ്ട്. അത് തുറക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ യു പോകുന്നത്. അതൊരിക്കലും തുറക്കരുത് എന്ന് നേരത്തെ തന്നെ അവളോട് എല്ലാവരും പറഞ്ഞതായിരുന്നു. എന്നാൽ അവൾ അതൊന്നും കേൾക്കാതെയാണ് ഇപ്പോൾ ആ ഡോർ തുറക്കുന്നത്. അങ്ങനെ യു ഡോർ തുറന്ന് പാളത്തിൽ
കാട്ടിലേക്ക് ഇറങ്ങി. അവൾ അവിടെയെല്ലാം അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒരു ഗോസ്റ്റ് ഉണ്ട് എന്നാണ് എല്ലാവരും പറയുന്നത്. അങ്ങനെ ഒരു ഗോസ്റ്റ് ഇവിടെ ഉണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് അവൾ അങ്ങോട്ടേക്ക് ഇറങ്ങിയത്. കൂടെ തന്റെ സിസ്റ്ററിന്റെ മിസ്സിംഗും കൂടി അന്വേഷിക്കണം. അങ്ങനെ യു ആ പാലത്തിൽ കൂടെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് തന്നെ അവളുടെ പുറകിന് ആരോ വന്നു നിൽക്കുന്നത്. യു ആകെപ്പാടെ പേടിച്ചാണ് അവിടെ നിൽക്കുന്നത്. പേടിച്ച് നിൽക്കുന്ന യൂനിനെ കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഹായ് ഫ്രണ്ട്സ്, ക്യാച്ച് ദി ഗോസ്റ്റിന്റെ രണ്ടാമത്തെ എപ്പിസോഡാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. സബ്വേ ഗോസ്റ്റിനെ തപ്പി ഇറങ്ങിയ യൂണിയൻ കാണിച്ചുകൊണ്ടാണ് നമ്മുടെ കഴിഞ്ഞ എപ്പിസോഡ് അവസാനിച്ചത്. അങ്ങനെ യു അവിടെയെല്ലാം അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ആരോ യുവിന്റെ പുറകിന് വരുന്നതായിട്ട് അവൾക്ക് തോന്നിയത്. എന്നാൽ പെട്ടെന്ന് തന്നെ അയാൾ യുവിനെ അടിച്ചു വീഴ്ത്തി. അതേസമയം പുറത്തുപോയ സിയുക്കും ഓഫീസിലേക്ക് വന്നിരുന്നു. എന്നാൽ സിയുക്ക് നോക്കുമ്പോൾ അവിടെയൊന്നും യുവിനെ കാണുന്നില്ല. സിയുക്ക് പെട്ടെന്ന് തന്നെ അവിടെയെല്ലാം അന്വേഷിച്ചു. ആ സമയത്താണ് അവിടെ ആ ഡോർ തുറന്നു കിടക്കുന്നത് സിയുക്ക് കാണുന്നത്. സിയുക്ക് പെട്ടെന്ന് അതിനകത്ത് കയറി അവിടെയെല്ലാം അന്വേഷിക്കും. അവസാനം സിയുക്ക് യൂനിനെ കണ്ടുപിടിച്ചു. സബ്വേ ഗോസ്റ്റ് ഇവിടെ തന്നെ ഉണ്ട് എന്നുള്ള കാര്യം യു സിയുക്കിനോട് പറഞ്ഞു. അങ്ങനെ പെട്ടെന്ന് തന്നെ സിയുക്ക് അവിടെയെല്ലാം അന്വേഷിക്കുന്നു. ആ സമയത്ത് സിയുക്ക് ആരെയോ ഫോളോ ചെയ്യുന്നുണ്ട്. അയാളുടെ കയ്യിൽ നിന്ന് ഒരു പേഴ്സും താഴെ വീണു. അത് അവരുടെ ക്യാപ്റ്റന്റെ പേഴ്സ് ആയിരുന്നു. അത് സബ്വേ ഗോസ്റ്റ് ഒന്നും അല്ല, ഏതോ ഒരു പോക്കറ്റ് അടിക്കാരനാണ് എന്നും പറഞ്ഞ് സിയുക്ക് യൂനിനെ അവിടെ നിന്നും വിളിച്ചുകൊണ്ടുപോയി. നല്ല രീതിയിൽ തന്നെ സിയുക്ക് യൂനിനെ വഴക്കു പറയുന്നു. ഒരിക്കലും ആരോടും കയറരുതെന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് യു ഒറ്റയ്ക്ക് കയറിയിരിക്കുന്നത്. ഈ കാര്യം മുകളിലുള്ള ഓഫീസേഴ്സ് അറിഞ്ഞാൽ ഇവർക്ക് രണ്ടുപേർക്കും പണിഷ്മെന്റ് കിട്ടും. ഇനി ഇതേപോലൊന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് സിയുക്ക് അവളുടെ കയ്യിൽ നിന്ന് ആ ഡോറിന്റെ കീ പിടിച്ചു മേടിക്കുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് വയസ്സായ ഒരു അപ്പൂപ്പനെയാണ്. പുള്ളിക്കാരൻ ഓരോ ഡെലിവറി ജോലിയെല്ലാം ചെയ്യുന്നു. അങ്ങനെ സഭയിലെ ലോക്കറിൽ നിന്ന് സാധനങ്ങളെല്ലാം എടുക്കുന്ന സമയത്ത് അപ്പൂപ്പന്റെ ഫോൺ അവിടെ കളഞ്ഞുപോയി. ഡെലിവറി ചെയ്യേണ്ടത് എവിടെയാണെന്ന് അറിയണമെങ്കിൽ ആ ഫോൺ അപ്പൂപ്പന് കിട്ടിയേ പറ്റുള്ളായിരുന്നു. അങ്ങനെ അവസാനം അപ്പൂപ്പൻ നേരെ ചെല്ലുന്നത് സബ്വേ പോലീസിന്റെ അടുത്തേക്കാണ്. ആ സമയത്ത് സിയുക്ക് ക്യാപ്റ്റന്റെ പേഴ്സ് സംരക്ഷിക്കാനായി യോനിന്റെ കയ്യിൽ കൊടുത്തു. അപ്പോഴാണ് ആ അപ്പൂപ്പൻ അങ്ങോട്ടേക്ക് എത്തുന്നത്. പുള്ളിക്കാരൻ ഡെലിവറി ചെയ്യേണ്ട സാധനങ്ങളെല്ലാം ആ ടേബിളിൽ വെച്ചു. അവിടെ തന്നെയായിരുന്നു യു ക്യാപ്റ്റന്റെ പേഴ്സ് ഉള്ള ബാഗും വെച്ചിരുന്നത്. അങ്ങനെ അപ്പൂപ്പൻ കംപ്ലൈന്റ് എല്ലാം പറഞ്ഞതിന് ശേഷം ആ പാക്കേജസ് എല്ലാം എടുത്തോണ്ട് പോയി. ആ 2 പാക്കേജസും ഇപ്പോൾ മാറിയാണ് ഇരിക്കുന്നത്. അതായത് അപ്പൂപ്പൻ ഡെലിവറി ചെയ്യേണ്ട സാധനം ഇപ്പോൾ യൂനിന്റെ കയ്യിലാണ്. അങ്ങനെ യു സിയുക്കും നേരെ ചെല്ലുന്നത് ക്യാപ്റ്റനെ കാണാൻ വേണ്ടിയിട്ടാണ്. ക്യാപ്റ്റന്റെ കയ്യിൽ തിരിച്ച് ആ പേഴ്സ് കൊടുക്കാനാണ് അവരെത്തിയിരിക്കുന്നത്. എന്നാൽ ക്യാപ്റ്റൻ നോക്കുമ്പോൾ അതിനകത്ത് കുറച്ച് ടാബ്ലറ്റ്സ് ആണ് ഇരിക്കുന്നത്. ഇത് കണ്ട ആകെപ്പാടെ നമ്മുടെ ക്യാപ്റ്റൻ ദേഷ്യപ്പെടുന്നു. പാക്കറ്റ് മാറിപ്പോയതാണ്, എത്രയും പെട്ടെന്ന് കണ്ടുപിടിച്ച് തരാം എന്ന് പറഞ്ഞ് സിയുക്ക് അവിടെ നിന്ന് ഇറങ്ങി. സിയുക്ക് ഇത് യൂനിന്റെ കയ്യിൽ സംരക്ഷിക്കാൻ കൊടുത്തതല്ലായിരുന്നു. അവിടെ നിന്നാണ് ഈ പാക്കേജസ് മാറിപ്പോയത്. അങ്ങനെ സിയുക്ക് നേരെ വന്ന് യൂനിനെ വഴക്കു പറയുന്നു. അപ്പൂപ്പന്റെ കയ്യിൽ നിന്നാണ് ഈ സംഭവം മാറിപ്പോയത് എന്നവർക്ക് മനസ്സിലായി. അങ്ങനെ അവർ അപ്പൂപ്പിനെ തപ്പി ഇറങ്ങുന്നു. പോലീസ് സ്റ്റേഷനിൽ വന്ന സമയത്ത് അപ്പൂപ്പൻ അടുത്തതായി എങ്ങോട്ടേക്കാണ് പോകുന്നത് എന്ന് അവരോട് പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ അവർ നേരെ ആ സ്ഥലത്തേക്കാണ് പോയത്. എന്നാൽ അങ്ങോട്ടേക്ക് പോയ സമയത്ത് അവിടെയെല്ലാം അടച്ചിട്ടിരിക്കുകയായിരുന്നു. സിയുക്കിനും യൂനിനും എന്തോ സംശയമൊക്കെ തോന്നി. എന്നാൽ യു ഒട്ടും മടിച്ചു നിന്നില്ല. പെട്ടെന്ന് ആ ഗ്ലാസ് പൊട്ടിച്ച് അകത്തേക്ക് കയറി. അവൾ ചെന്ന് നോക്കുമ്പോൾ അപ്പൂപ്പനെ ആരോ ഉപദ്രവിച്ചിട്ടിരിക്കുന്നതായിട്ടാണ് അവൾ കാണുന്നത്. അങ്ങനെ പെട്ടെന്ന് തന്നെ സിയുക്കും അങ്ങോട്ടേക്ക് എത്തി. അപ്പോഴാണ് പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ആരോ ഇറങ്ങി ഓടുന്നത്. ഇയാൾ തന്നെയാണ് അപ്പൂപ്പനെ ഉപദ്രവിച്ചതും. പാക്കേജ് മാറിപ്പോയത് കൊണ്ടാണ് അപ്പൂപ്പനെ ഇത്രയ്ക്കും അയാൾ ഉപദ്രവിച്ചത്. സിയുക്ക് അയാളെ പിടിക്കാൻ ഓടിച്ചെങ്കിലും അയാൾ പെട്ടെന്ന് തന്നെ എങ്ങോട്ടേക്കോ മറഞ്ഞുപോയി. ഇത്രയ്ക്കും അപ്പൂപ്പനെ ഉപദ്രവിക്കണമെങ്കിൽ ആ പാക്കേജസിൽ എന്താണുള്ളതെന്ന് അറിയാൻ വേണ്ടിട്ട് സിയുക്ക് അതെല്ലാം പരിശോധിക്കുന്നു. അതെല്ലാം മെഡിസിന്റെ രൂപത്തിലാണെങ്കിലും അതിനകത്തെല്ലാം ഡ്രഗ്സ് ആയിരുന്നു. ഡ്രഗ്സ് ആണ് ഡെലിവറി ചെയ്യുന്നത് എന്നറിയാതെയാണ് അപ്പൂപ്പൻ ഇതെല്ലാം ഡെലിവറി ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ ഡെലിവറി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു പാക്കേജ് മാറിപ്പോയത് കൊണ്ടാണ് ഇപ്പോൾ അപ്പൂപ്പനെ അവർ ഉപദ്രവിച്ചത്. അങ്ങനെ പെട്ടെന്ന് തന്നെ അങ്ങോട്ടേക്ക് ബാക്കപ്പിന് പോലീസ് എല്ലാം വന്ന് അപ്പൂപ്പനെ സുരക്ഷിതമായി തന്നെ ഹോസ്പിറ്റലിലേക്ക് മാറ്റുന്നു. അപ്പൂപ്പനെ ആരാണ് ഉപദ്രവിച്ചത് എന്നറിയാൻ വേണ്ടിയിട്ട് അവരെല്ലാം CCTV പരിശോധിക്കുന്നു. എന്നാൽ അതിൽ അയാളുടെ മുഖം വ്യക്തമല്ല. എന്നാൽ അയാളുടെ ശരീരത്തിൽ ഒരു ടാറ്റു ഉണ്ട് എന്നവർ കണ്ടുപിടിച്ചു. ഒരു ടാറ്റു കൊണ്ട് മാത്രം അയാളെ കണ്ടുപിടിക്കാൻ സാധിക്കില്ലല്ലോ. അങ്ങനെ അവർ ഇനി എന്ത് ചെയ്യണം എന്നെല്ലാം ആലോചിക്കുന്നു. അപ്പൂപ്പൻ ഈ ഡ്രഗ്സ് ഒരു ലോക്കറിൽ നിന്നാണ് എടുത്തത്. അപ്പോൾ ആരെങ്കിലും ഒരാൾ ആ ലോക്കറിൽ ഈ ഡ്രഗ്സ് കൊണ്ടുവച്ചാൽ മാത്രമല്ലേ അപ്പൂപ്പന് ഇതെടുക്കാൻ സാധിക്കുള്ളൂ. അങ്ങനെ ഈ ഡ്രഗ്സ് ആരാണ് കൊണ്ടുവച്ചത് എന്നെല്ലാം ഉള്ള CCTV അവർ പരിശോധിക്കുന്നു. അതിൽ ഈ ഡ്രഗ്സ് കൊണ്ടുവച്ച ആളുടെ മുഖം വ്യക്തമായി തന്നെ പതിഞ്ഞിരുന്നു. അങ്ങനെ സിയുക്കും അയാളെ കണ്ടുപിടിക്കാനായി ഒരു പബ്ബിലേക്ക് എത്തി. അവര് രണ്ടുപേരും അയാളെ അവിടെയെല്ലാം അന്വേഷിക്കുന്നു. അങ്ങനെ അന്വേഷിച്ച് അവസാനം അവരുള്ള റൂമിന് ഫ്രണ്ടിൽ അവർ രണ്ടുപേരും എത്തി. സിയുക്ക് ആണെങ്കിൽ പെട്ടെന്ന് തന്നെ ബാക്കിയുള്ള പോലീസുകാരെ വിളിക്കാനായി ഒരുങ്ങി. എന്നാൽ അതിന് കാത്തു നിൽക്കാതെ യു പെട്ടെന്ന് തന്നെ ആ റൂമിലേക്ക് കയറി ചെല്ലുന്നു. ആ പബ്ബിലെ ഒരു ഗേൾ എന്ന രീതിയിലാണ് അവൾ അങ്ങോട്ടേക്ക് കയറി ചെല്ലുന്നത്. കുറച്ച് ഫ്ലേർട്ട് ചെയ്ത് അവരുടെ അടുത്ത് അവൾ ഇരിക്കുന്നു. അങ്ങനെ അവരെല്ലാം ഫ്ലേർട്ട് ചെയ്തിട്ട് അവരുടെ കയ്യിൽ സ്പെഷ്യൽ ആയിട്ടുള്ള സാധനം കാണിച്ചു തരുമോ എന്ന് അവൾ എല്ലാവരോടുമായി ചോദിച്ചു. ഇത് കേൾക്കേണ്ട താമസം അവിടെ ഇരുന്ന എല്ലാവരും തന്നെ അവരുടെ കയ്യിലുള്ള ഡ്രഗ്സ് ആ ടേബിളിൽ വെച്ചു. അവൾ ഒരു പോലീസുകാരിയാണ് എന്നറിയാതെയാണ് അവരിതെല്ലാം ചെയ്തത്. പെട്ടെന്ന് തന്നെ യു അവിടെയുള്ള സാധനങ്ങളെല്ലാം അവരുടെ നേരെ വലിച്ചെറിഞ്ഞിട്ട് ആ എവിഡൻസുമായിട്ട് അവൾ ആ റൂമിൽ നിന്ന് ഇറങ്ങി. അവളുടെ പുറകിന് തന്നെ അവരും ഉണ്ടായിരുന്നു. യു ആണെങ്കിൽ ഈ സാധനങ്ങളെല്ലാം സിയൂക്കിന് കൊടുത്തിട്ട് അവൾ അവിടെ നിന്ന് രക്ഷപ്പെട്ടു. അങ്ങനെ ഇപ്പോൾ അവർ സിയൂക്കിനെയാണ് ഫോളോ ചെയ്യുന്നത്.
ചെയ്യുന്നത്. യു സിയൂക്കിനെ വിളിച്ചിട്ട് എക്സിറ്റ് 9ലേക്ക് കയറാൻ ആവശ്യപ്പെട്ടു. ആ സമയത്തും അവര് സിയൂക്കിനെ ഫോളോ ചെയ്യുന്നുണ്ട്. അങ്ങനെ സിയൂക്ക് ഓടി ഒരു എൻഡിലേക്കാണ് വന്നു നിന്നത്. അവിടെ നിന്ന് സിയൂക്കിന് മുന്നോട്ടേക്ക് പോകാൻ സാധിക്കില്ല. അവരാണെങ്കിൽ ഒരുപാട് ആൾക്കാരുണ്ട്, സിയൂക്ക് ഒറ്റയ്ക്കും. അങ്ങനെ അവരുടെ മുന്നിൽ പെട്ടുപോയ സിയൂക്ക് അവരെല്ലാം ഇടിച്ചിടുന്നു. എല്ലാരെയും നല്ല ഇടിയാണ് സിയൂക്ക് ഇടിക്കുന്നത്. എന്നാൽ ഇത് സിയൂക്കിന്റെ വെറും സ്വപ്നം മാത്രമായിരുന്നു. അവന് ഇത്രയും പേരെയൊന്നും ഇടിക്കാൻ സാധിക്കില്ല. അവസാനം ഈ വന്നവരെല്ലാം സിയൂക്കിനെയാണ് ഇടിക്കുന്നത്. കൃത്യം ആ സമയത്ത് അങ്ങോട്ടേക്ക് യു എത്തി. യു പെട്ടെന്ന് തന്നെ അവരുടെ ദേഹത്തെല്ലാം വെള്ളം ഒഴിക്കുന്നു. അങ്ങനെ ഈ ഫോഴ്സിലെല്ലാം അവർ നിലത്ത് വീഴുന്നുണ്ട്. അങ്ങനെ അവൾ വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അവളുടെ കാലൊന്ന് സ്ലിപ്പ് ആവുന്നത്. എന്നാൽ സിയൂക്ക് പെട്ടെന്ന് തന്നെ അവളെ കയറി പിടിക്കുന്നു. ആ സമയത്ത് നമുക്ക് അവരുടെ ഇടയിൽ ഒരു കെമിസ്ട്രി കാണാം. സിയൂക്കിനാണെങ്കിൽ യുവിനോട് എന്തോ ഒരു അട്രാക്ഷനും തോന്നി. പിന്നീട് നമ്മൾ കാണുന്നത് അവരെല്ലാം അറസ്റ്റ് ചെയ്ത് സബ്വേ പോലീസ് സ്റ്റേഷനിൽ ഇരുത്തിയിരിക്കുന്നതാണ്. യു ആണ് അവരെല്ലാം ചോദ്യം ചെയ്യുന്നത്. സിയൂക്കാണ് ക്യാപ്റ്റൻ. സിയൂക്കാണ് ഇവരെല്ലാം ചോദ്യം ചെയ്യേണ്ടതും. എന്നാൽ സിയൂക്ക് ഇപ്പോഴും ആ സംഭവത്തിൽ തന്നെ സ്റ്റക്കായി നിൽക്കുകയാണ്. യു അവരെ എത്ര ഭീഷണിപ്പെടുത്തിയിട്ടും അവര് സത്യങ്ങളൊന്നും തുറന്നു പറയുന്നില്ല. ആ സമയത്താണ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയ അപ്പൂപ്പനെ ആരോ തട്ടിക്കൊണ്ടുപോയി എന്നുള്ള കാര്യം അവരറിയുന്നത്. ഉറപ്പായിട്ടും ഡ്രഗ്സ് കടത്തുന്ന അയാൾ തന്നെയായിരിക്കും ഇപ്പോൾ അപ്പൂപ്പനെ തട്ടിക്കൊണ്ടുപോയിരിക്കുന്നത്. ഇതെല്ലാം ചെയ്യുന്നത് ആരാണെന്ന് ഇനിയും പറഞ്ഞില്ലെങ്കിൽ ഇവരെല്ലാം 30 വർഷം ജയിലിൽ അടയ്ക്കും എന്നൊക്കെ പറഞ്ഞ് സിയൂക്ക് അവരെ ഭീഷണിപ്പെടുത്തുന്നു. അവരാണെങ്കിൽ ഈ ഭീഷണിയിൽ വീണു പോകുന്നുണ്ട്. അവർക്ക് ഇതാരാണെന്ന് അറിയില്ല. എന്നാൽ ഈ വ്യക്തിയാണ് ഡ്രഗ്സ് എല്ലാം ഡീൽ ചെയ്യുന്നതും അതെല്ലാം ഓർഡർ ചെയ്ത് പോർട്ടിലേക്ക് എത്തിക്കുന്നതും. അവിടെ നിന്ന് കളക്ട് ചെയ്യേണ്ട ജോലി മാത്രമാണ് ഇവർക്കുള്ളത്. സബ്വേയിലുള്ള വെൻഡിംഗ് മെഷീന്റെ അടിയിലാണ് ഇവർ ചെയ്ത ജോലിയുടെ ക്യാഷ് വെച്ച് കൊടുക്കുന്നത്. ശരിക്കും ഇവരുടെ ബോസിനെ ഇവര് നേരിട്ട് കണ്ടിട്ടില്ല. അയാൾക്ക് ഇവരെ ഇങ്ങോട്ട് മാത്രമേ കോൺടാക്ട് ചെയ്യാൻ സാധിക്കുള്ളൂ. ഇവർക്ക് അങ്ങോട്ടേക്ക് ബോസിനെ കോൺടാക്ട് ചെയ്യാൻ സാധിക്കില്ല. ബോസിന്റെ കയ്യിൽ നിന്ന് ഡ്രഗ്സ് മേടിക്കുന്ന ആൾക്കാരും ഇതേ രീതിയിൽ തന്നെയാണ് ബോസിന് ക്യാഷ് കൊടുക്കുന്നത്. അതായത് ഡ്രഗ്സ് മേടിക്കുന്ന ആൾക്കാർ ഏതെങ്കിലും വെൻഡിംഗ് മെഷീന്റെ അടിയിൽ പൈസ വെക്കും. ബോസ് അവിടെ നിന്ന് പൈസ എടുത്തിട്ട് അതിൽ നിന്ന് കുറച്ചൊരു പങ്ക് ഇവർക്ക് വേറെ ഏതെങ്കിലും ഒരു വെൻഡിംഗ് മെഷീന്റെ അടിയിൽ വെച്ച് കൊടുക്കും. ഇങ്ങനെയാണ് ഇവര് ബിസിനസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇവര് ബോസിന്റെ മുഖമൊന്നും കണ്ടിട്ടില്ല. അങ്ങനെ അയാൾ ഇതിനെ കുറിച്ചെല്ലാം സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് കൃത്യസമയത്ത് ബോസിന്റെ കോളും വരുന്നത്. പുതിയൊരു ബിസിനസ് ആയിട്ടുണ്ട് എന്നുള്ള കാര്യം അവർക്ക് മനസ്സിലായി. ഡ്രഗ്സ് മേടിക്കുന്ന ആൾക്കാർ സബ്വേയിലെ ബ്ലൂ വെൻഡിംഗ് മെഷീന്റെ അടിയിലായിരിക്കും പൈസ വെക്കാൻ പോകുന്നത്. അവിടെ നിന്നായിരിക്കും ബോസ് ആ ക്യാഷ് കളക്ട് ചെയ്യുന്നത്. ബോസ് ആ ക്യാഷ് എടുക്കുന്നതിന് മുന്നേ ഏത് വെൻഡിംഗ് മെഷീന്റെ അടിയിലാണ് ആ ക്യാഷ് ഇരിക്കുന്നത് എന്നവർക്ക് കണ്ടുപിടിക്കണം. അങ്ങനെ ആവുമ്പോൾ ഈ ക്യാഷ് എടുക്കുന്ന അയാൾ തന്നെ ആയിരിക്കുമല്ലോ അവരുടെ എല്ലാം ബോസും. അങ്ങനെ കൃത്യമായി തന്നെ സബ്വേയിൽ എത്ര ബ്ലൂ വെൻഡിംഗ് മെഷീൻ ഉണ്ട് എന്നുള്ള കാര്യം യു പറയുന്നു. അവൾക്ക് അതെല്ലാം എവിടെയാണെന്നുള്ള കാര്യം നല്ല രീതിയിൽ തന്നെ അറിയായിരുന്നു. നമുക്കറിയാലോ സബ്വേയിലെ മുക്കുമൂലയും അവൾക്ക് നല്ല രീതിയിൽ തന്നെ അറിയാമെന്ന്. അങ്ങനെ സിയൂക്ക് പെട്ടെന്ന് തന്നെ ബാക്കിയുള്ള ഓഫീസേഴ്സിനെ എല്ലാം ഈ കാര്യം അറിയിക്കുന്നു. അങ്ങനെ സബ്വേയിലുള്ള എല്ലാ പോലീസുകാരും ബ്ലൂ വെൻഡിംഗ് മെഷീന്റെ അടിയിൽ പൈസ ഉണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യുന്നു. അവസാനം ഒരു പോലീസുകാരന് അവിടെ നിന്ന് പൈസയും ലഭിച്ചു. ആ വിവരം അയാൾ സിയൂക്കിനെ വിളിച്ചറിയിക്കുന്നു. പെട്ടെന്ന് തന്നെ സിയൂക്കും യുവും ആ വെൻഡിംഗ് മെഷീന്റെ അടുത്തായി വന്നിരിക്കുന്നു. കൂട്ടത്തിൽ അവരെ വിളിച്ചു പറഞ്ഞ ഇയാളും ഉണ്ട്. അങ്ങനെ അവര് മൂന്നുപേരും അവിടെ ഇരിക്കുന്ന സമയത്താണ് അങ്ങോട്ടേക്ക് ആ ബോസ് എത്തുന്നത്. അയാൾ ആ വെൻഡിംഗ് മെഷീന്റെ അടിയിൽ നിന്ന് പൈസയും എടുക്കുന്നുണ്ട്. അങ്ങനെ ഇയാൾ തന്നെയാണ് ബോസ് എന്നുള്ള കാര്യം അവരും ഉറപ്പിക്കുന്നു. അവര് രണ്ടുപേരും ബോസിനെ ഫോളോ ചെയ്യാൻ ആരംഭിക്കുന്നു. ബോസിന്റെ താവളം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് അവർ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ അവര് ബോസിനെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് സിയൂക്കിന് ആകെപ്പാട് ഒരു ടെൻഷൻ. യൂനിനെ ഓർത്തിട്ടാണ് സിയൂക്ക് ടെൻഷൻ അടിക്കുന്നത്. അവളാണെങ്കിൽ അവളുടെ സേഫ്റ്റി പോലും നോക്കാതെയാണ് ഓരോ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. ഇപ്പോൾ അവൾക്ക് എന്തെങ്കിലും അപകടം പറ്റുമോ എന്നൊക്കെയുള്ള പേടി സിയൂക്കിനും ഉണ്ട്. സിയൂക്കിന് മടിയാണെങ്കിൽ കൂടിയും സിയൂക്ക് തന്റെ തോക്ക് അവൾക്കായി നൽകുന്നു. അവളുടെ സേഫ്റ്റിക്ക് വേണ്ടിയാണ് സിയൂക്ക് ആ തോക്ക് നൽകുന്നത്. തോക്ക് തരാം, എന്നാൽ വെടിവെക്കരുത് എന്നൊക്കെ അവൻ ഉപദേശിക്കുന്നു. വെടിവെക്കാൻ അല്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഈ തോക്ക് തന്നത് എന്ന് അവൾക്ക് മനസ്സിലായില്ല. എന്നാലും തോക്ക് കിട്ടിയതിന്റെ സന്തോഷത്തിലാണ് യു ഇരിക്കുന്നത്. അങ്ങനെ ആദ്യം യു മാത്രമാണ് ആ ഗോഡൌണിലേക്ക് കയറി ചെല്ലുന്നത്. യു ആണെങ്കിൽ ആ തോക്ക് കാണിച്ചിട്ട് അപ്പൂപ്പനെ വെറുതെ വിടാൻ എന്നൊക്കെ ആവശ്യപ്പെട്ടു. എന്നാൽ ബോസ് ആണെങ്കിൽ കത്തിയെടുത്തിട്ട് അപ്പൂപ്പനെ ഇപ്പോൾ കൊല്ലും എന്ന് പറഞ്ഞാണ് നിൽക്കുന്നത്. അതേസമയം അവരുടെ പുറകെ തന്നെ സിയൂക്ക് നിൽപ്പുണ്ടായിരുന്നു. സിയൂക്ക് പെട്ടെന്ന് തന്നെ ബോസിന്റെ ദേഹത്തേക്ക് ചാടി വീണു. അങ്ങനെ സിയൂക്കും ബോസുമായി അവിടെ ഒരു ഫൈറ്റ് എല്ലാം നടക്കുന്നു. അങ്ങനെ ഫൈറ്റിന്റെ ഇടയ്ക്ക് സിയൂക്കിനെ അയാൾ കത്തി വെച്ച് കുത്തുന്നു. സിയൂക്കിന്റെ ദേഹത്തു നിന്ന് രക്തമെല്ലാം വരുന്നുണ്ട്. സിയൂക്ക് ആ നിമിഷം അവിടെ മയങ്ങി വീഴുന്നു. ബോസ് പെട്ടെന്ന് തന്നെ അപ്പൂപ്പനെ പിടിച്ചു. എന്നാൽ യു ഒട്ടും മടിക്കാതെ അയാളെ ഷൂട്ട് ചെയ്തു. സിയൂക്ക് മരണപ്പെട്ടു എന്ന് വിചാരിച്ചിട്ടാണ് അവൾ അങ്ങനെ ചെയ്തത്. സിയൂക്ക് നേരത്തെ തന്നെ അവളോട് ഷൂട്ട് ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞതായിരുന്നു. എന്നിട്ട് യു ബോസിനെ ഷൂട്ട് ചെയ്തു. ബോസ് സിയൂക്കിനെ കുത്തി കൊലപ്പെടുത്തി എന്ന് വിചാരിച്ചിട്ടാണ് യു ഷൂട്ട് ചെയ്തത്. അപ്പോഴാണ് ദാണ്ട മരിച്ചെന്ന് വിശ്വസിച്ച് സിയൂക്ക് എണ്ണീച്ചു വരുന്നത്. അവന് ഒന്നും തന്നെ പറ്റിയിരുന്നില്ല. അവന്റെ കോട്ടിനകത്ത് ഒരു ഫുഡ് ഇരുന്നു. കുത്തുകൊണ്ടത് ആ പ്ലേറ്റിലാണ്. അങ്ങനെ ആ ഫുഡ് ലീക്ക് ആയതാണ് ആ രക്തം പോലെ തോന്നിച്ചത്. അത് കണ്ട് യു ഒരുപാട് പേടിച്ചിരുന്നു. അവൾ ആകെപ്പാട് ഇമോഷണൽ ആയി. സിയൂക്ക് ആണെങ്കിൽ യുവിനെ ആശ്വസിപ്പിക്കുന്നുണ്ട്. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് പോലീസുകാരെല്ലാം എത്തിയിരുന്നു. പെട്ടെന്ന് തന്നെ അവര് ആ ബോസിനെ അറസ്റ്റ് ചെയ്ത് അവിടെ നിന്നും കൊണ്ടുപോയി. അപ്പൂപ്പനും സേഫായി തന്നെ അവര് അവിടെ നിന്നും മാറ്റി. അങ്ങനെ ഒരു കേസും കൂടെ അവര് സോൾവ് ചെയ്തിരിക്കുകയാണ്. ആ സീൻ കട്ട് ചെയ്ത് പിന്നെ നമ്മൾ കാണുന്നത് സിയൂക്കിനെയാണ്. എന്നാൽ സിയൂക്ക് വേറൊരു കോസ്റ്റ്യൂമിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇത് സിയൂക്ക് തന്റെ ജോലിയുടെ ആവശ്യത്തിന് വേണ്ടി വേഷം മാറിയതല്ല, പകരം അവന്റെ പേഴ്സണൽ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ വേഷം കെട്ടിയിരിക്കുന്നത്. ഇത് സിയൂക്കിന്റെ അമ്മയാണ്. എന്നാൽ അവർക്ക്
അവർക്ക് ഇപ്പോൾ പഴയ ഓർമ്മകളൊന്നുമില്ല. ഇപ്പോഴും അവര് 17 വയസ്സുള്ള പെൺകുട്ടിയാണ് എന്നാണ് വിചാരിച്ചിരിക്കുന്നത്. അവരുടെ വിവാഹം കഴിഞ്ഞ കാര്യം, അവരുടെ മകനാണ് ഇത് എന്നുള്ള കാര്യമൊന്നും അവർക്ക് ഓർമ്മയില്ല. സിയൂക്കിന്റെ അച്ഛനെ പോലെ തന്നെയാണ് സിയൂക്ക് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സിയൂക്ക് തന്റെ അമ്മയുടെ മുന്നിൽ തന്റെ അച്ഛനെ പോലെ വേഷം കെട്ടിയിരിക്കുകയാണ്. അവർക്ക് ഇത് തന്റെ ബോയ് ഫ്രണ്ട് ആണ്. അതായത് ഇപ്പോൾ അവർ വിചാരിച്ചിരിക്കുന്നത് അവർക്ക് 17 വയസ്സാണ് എന്നല്ലേ. അപ്പോൾ തന്റെ മുന്നിൽ ഇരിക്കുന്നത് തന്റെ ബോയ് ഫ്രണ്ട് ആണ് എന്ന രീതിയിലാണ് അവരിയ്ക്കുന്നത്. സിയൂക്ക് ആണെങ്കിൽ സത്യങ്ങളൊന്നും തന്റെ അമ്മയോട് തുറന്നു പറയുന്നതുമില്ല. അവന്റെ അമ്മയുടെ സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് അവൻ ഇതെല്ലാം ചെയ്യുന്നത്. അതേസമയം യു തന്റെ വീട്ടിലാണ്. അവൾക്ക് ആകെ ഉണ്ടായിരുന്നത് അവളുടെ സഹോദരി മാത്രമാണ്. സഹോദരി മിസ്സായതിനു ശേഷം ഇപ്പോൾ അവൾ ആ വീട്ടിൽ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്. അതിന്റെ എല്ലാ വിഷമവും അവൾക്കുണ്ട്. യു ആണെങ്കിൽ പഴയ കാര്യങ്ങളെല്ലാം ആലോചിച്ചു നോക്കുന്നു. ഓട്ടിസം ബാധിച്ച ഒരു പെൺകുട്ടിയാണ് യുവിന്റെ സിസ്റ്റർ എന്ന് നമ്മൾ പറഞ്ഞിരുന്നില്ലേ. അതുകൊണ്ട് തന്നെ സിസ്റ്ററിന്റെ പ്രവർത്തികൾ പല സമയത്തും യുവിനെ പിടിച്ചിരുന്നില്ല. വീട്ടിലുള്ള സമയത്ത് പല കാര്യങ്ങൾക്കും അവരടിയായിരുന്നു. എന്നാൽ ഇതെല്ലാം ഇപ്പോൾ ആലോചിക്കുമ്പോൾ അവൾക്ക് ആകെപ്പാട് വിഷമമാവുന്നു. അങ്ങനെ യു അവിടെ വിഷമിച്ചിരിക്കുന്നു. അതേസമയം നമ്മൾ കാണുന്നത് സിയൂക്കിന്റെ എക്സ് ഗേൾ ഫ്രണ്ടും അവരുടെ പാർട്ട്ണറിനെയുമാണ്. അവര് രണ്ടുപേരും സബ്വേ ഗോസ്റ്റിനെ കണ്ടുപിടിക്കാനുള്ള അന്വേഷണത്തിലാണ്. സബ്വേ ഗോസ്റ്റ് ആണെങ്കിൽ ടണലിൽ കൂടെ യാത്ര ചെയ്തിട്ടാണ് ഓരോ ബോഡിയും ട്രെയിനിൽ ഇടുന്നത്. ഒരു ക്യാമറയിലും പെടാതെ അയാൾ ഇതെല്ലാം എങ്ങനെയാണ് ചെയ്യുന്നത് എന്നൊക്കെ അവര് ഡിസ്കസ് ചെയ്യുന്നു. 2 വർഷമായി അവര് ഈ കേസിന് പുറകെയാണ്. നമുക്കിത് ആദ്യം മുതൽ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാം എന്നൊക്കെ എക്സ് ഗേൾ ഫ്രണ്ട് പറയുന്നു. അതേസമയം നമ്മളെ സബ്വേ ഗോസ്റ്റിനെ കാണിക്കുന്നു. സബ്വേ ഗോസ്റ്റിന്റെ ഹൈഡ് ഔട്ട് ആണിതെന്ന് തോന്നുന്നു. അവിടെ ഒരുപാട് ബോക്സുകളും അതേപോലെ തന്നെ ഒരുപാട് ആൾക്കാരുടെ ഫോട്ടോസും ഡീറ്റെയിൽസും എല്ലാം നമുക്ക് കാണാം. ഇതെല്ലാം സബ്വേ ഗോസ്റ്റ് കൊലപ്പെടുത്തിയ ആൾക്കാരുടെ ഡീറ്റെയിൽസും ഫോട്ടോസും ആണ്. ആ ഫോട്ടോസിന്റെ കൂട്ടത്തിൽ നമുക്ക് യൂനിനെയും കാണാം. ദേഹത്തെല്ലാം രക്തം പറ്റി മയങ്ങി കിടക്കുന്ന യൂനിനെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇത് യു ആണോ അതോ ട്വിൻ സിസ്റ്റർ ആണോ എന്നറിയില്ല. ഒരു പക്ഷെ ഇത് ട്വിൻ സിസ്റ്റർ ആയിരിക്കാം. അങ്ങനെയെങ്കിൽ സബ്വേ ഗോസ്റ്റ് ട്വിൻ സിസ്റ്ററിനെ കൊന്നു കാണുമോ? സബ്വേ ഗോസ്റ്റ് കൊന്ന എല്ലാവരുടെയും ബോഡി അയാൾ ട്രെയിനിൽ കൊണ്ടിട്ടിട്ടുണ്ട്. എന്നാൽ അവരുടെ കൂട്ടത്തിൽ ആദ്യം കാണാതായ ട്വിൻ സിസ്റ്ററിന്റെ ബോഡി ഇതുവരെ കണ്ടുകിട്ടിയിട്ടില്ല. അങ്ങനെയെങ്കിൽ ഒരു പക്ഷെ ഇനി ട്വിൻ സിസ്റ്റർ ജീവനോടെ കാണുമോ? ഇതൊക്കെ നമുക്ക് ഇനി വരുന്ന എപ്പിസോഡിൽ കാണാം. ഹായ് ഫ്രണ്ട്സ്, ക്യാച്ച് ദി ഗോസ്റ്റിന്റെ 3ാമത്തെ എപ്പിസോഡാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. ഈ എപ്പിസോഡിന്റെ തുടക്കത്തിൽ തന്നെ നമ്മൾ കാണുന്നത് യു ചെയ്ത കാര്യങ്ങളെല്ലാം അന്വേഷിക്കാൻ വേണ്ടിയിട്ട് ഒരു ടീം തന്നെ യൂനിനെയും സിയൂക്കിനെയും ചോദ്യം ചെയ്യുന്നതാണ്. യു ഒരാളെ ഷൂട്ട് ചെയ്തു. ട്രാഫിക് പോലും നോക്കാതെ വണ്ടി ഓടിച്ചു. അതും പോരാതെ അപ്പൂപ്പനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് വാഷ്റൂമിന്റെ ഡോറെല്ലാം തല്ലി പൊട്ടിക്കുകയും യു ചെയ്തു. ഈ കാര്യങ്ങളെ കുറിച്ചൊക്കെയാണ് സീനിയേഴ്സ് അവരെ ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. എന്നാൽ സിയൂക്ക് യൂനിനെ സപ്പോർട്ട് ചെയ്താണ് അവരുടെ മുന്നിൽ സംസാരിക്കുന്നത്. ഗ്ലാസ് പൊട്ടിച്ച് വാഷ്റൂമിൽ കയറാൻ സാധിച്ചില്ലായിരുന്നെങ്കിൽ അപ്പൂപ്പന്റെ ജീവൻ ആപത്തിലായേനെ. അതേപോലെ തന്നെ സ്കൂട്ടറിൽ സ്പീഡിൽ പോയത് കൊണ്ട് മാത്രമാണ് ആ പെൺകുട്ടിയെ രക്ഷിക്കാനും സാധിച്ചത്. അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് സിയൂക്ക് അവരുടെ മനസ്സെല്ലാം മാറ്റിയെടുക്കുന്നു. അവിടെ വന്ന സീനിയേഴ്സ് എല്ലാം ഇവർക്ക് രണ്ടുപേർക്കും പണിഷ്മെന്റ് കൊടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു എത്തിയിരുന്നത്. എന്നാൽ നമ്മുടെ ഈ ക്യാപ്റ്റനും യൂനിനെ പോലെ തന്നെയായിരുന്നു സർവീസിൽ കയറിയിരുന്ന സമയത്ത്. യൂനിനെ പോലെ എടുത്തുചാട്ടവും ആ സമയത്ത് നമ്മുടെ ക്യാപ്റ്റനും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങളെല്ലാം പെട്ടെന്ന് തന്നെ ക്യാപ്റ്റന് മനസ്സിലായി. അതുകൊണ്ട് തന്നെ ക്യാപ്റ്റൻ അവർക്ക് രണ്ടുപേർക്കും ഒരു പണിഷ്മെന്റും കൊടുക്കണ്ട എന്നാവശ്യപ്പെട്ടു. എന്നാൽ യു ഒരാളെ ഷൂട്ട് ചെയ്തിരിക്കുകയാണ്. യൂനിനെ ഷൂട്ട് ചെയ്യാനുള്ള ട്രെയിനിങ് ലഭിച്ചിട്ടില്ല. എന്നിട്ട് യു സിയൂക്കിന്റെ തോക്കെടുത്തിട്ടാണ് ഷൂട്ട് ചെയ്തത്. അതിന്റെ പണിഷ്മെന്റ് എന്ന രീതിയിൽ അവര് സിയൂക്കിന്റെ സാലറി കുറച്ചൊന്ന് കുറയ്ക്കുന്നു. അവരാണെങ്കിൽ അമ്മയുടെ ചികിത്സയ്ക്കൊക്കെ വേണ്ടിട്ട് ലോൺ എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ സിയൂക്ക് ആകെപ്പാടെ ടെൻഷൻ അടിച്ചിരിക്കുന്നു. സിയൂക്ക് ഇതേപോലെ ലോൺ എടുത്ത കാര്യമൊന്നും യൂനിന് അറിയില്ല. യൂനിന് വേണ്ടിട്ടല്ലേ സിയൂക്ക് ഇതേപോലെ ഒരു പണിഷ്മെന്റ് ഏറ്റുവാങ്ങിയത്. അതുകൊണ്ട് യു അവര് റെസ്റ്റ് എടുക്കുന്ന ഒരു റെസ്റ്റ് റൂം ഉണ്ട്. അതായത് നൈറ്റ് ഡ്യൂട്ടി സമയത്തെല്ലാം ഇവര് ഇവിടെയാണ് റെസ്റ്റ് ചെയ്യാറുള്ളത്. എന്നാൽ യു വന്നതിന് ശേഷം യു മാത്രമാണ് അവിടെ റെസ്റ്റ് ചെയ്യാറുള്ളത്. സിയൂക്ക് ആണെങ്കിൽ പുറത്തിരുന്നാണ് റെസ്റ്റ് ചെയ്യുന്നത്. അവിടെ അവൾ ഒരു കർട്ടൻ ഇടുന്നു. അതുകൊണ്ട് തന്നെ അവിടെ രണ്ടുപേർക്കും റെസ്റ്റ് എടുക്കാം. രണ്ടുപേർക്കും ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ അവിടെ റെസ്റ്റ് എടുക്കാൻ സാധിക്കും. സിയൂക്ക് പുറത്ത് റെസ്റ്റ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞെങ്കിലും യു സിയൂക്കിനെ അകത്ത് തന്നെ പിടിച്ചു കിടത്തി. അവൾക്ക് അതിന് മറ്റൊരു ദേഷ്യം കൂടി ഉണ്ടായിരുന്നു. സിയൂക്കിന്റെ കയ്യിൽ തന്നെയാണ് ഇപ്പോഴും ആ ഡോറിന്റെ കീ ഉള്ളത്. സിയൂക്ക് ഉറങ്ങുന്ന സമയത്ത് അത് അടിച്ചു മാറ്റാനാണ് യു ഉദ്ദേശിക്കുന്നത്. അങ്ങനെ രാത്രിയായ സമയത്ത് അവൾ കർട്ടനെല്ലാം മാറ്റി പതുക്കെ ആ കീ അടിച്ചു മാറ്റാനായി സിയൂക്കിന്റെ അടുത്തേക്ക് വരുന്നു. എന്നാൽ യു അതെടുക്കുന്നതിന് മുന്നേ തന്നെ അവൾ ഉറക്കത്തിൽ നിന്ന് എണ്ണിച്ചു കഴിഞ്ഞിരുന്നു. സിയൂക്കിന് ഇവൾ കീ അടിച്ചു മാറ്റാനാണ് വന്നത് എന്ന് മനസ്സിലായില്ല. സിയൂക്ക് വിചാരിക്കുന്നത് അവൾക്ക് വിശക്കുന്നുണ്ടെന്നാണ്. അങ്ങനെ അവര് രണ്ടുപേരും അവിടെ ഇരുന്ന് കുക്ക് ചെയ്ത് ഫുഡ് കഴിക്കുന്നു. ആ സമയത്ത് സിയൂക്ക് എതിരാളികളെ അടിക്കാൻ വേണ്ടിയിട്ട് ഓരോ കാര്യങ്ങളെല്ലാം യൂനിന് കാണിച്ചു കൊടുക്കുന്നു. അങ്ങനെ അവനത് കാണിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ കീ ആണെങ്കിൽ കറക്റ്റ് ആയി തന്നെ പറന്ന് ഫുഡിലേക്ക് വീഴുന്നു. യു ആണെങ്കിൽ ഉദ്ദേശ കാര്യം നടന്നിരിക്കുന്നു. എന്നാൽ ഇതെല്ലാം പുറത്തു നിന്ന് ആരോ വാച്ച് ചെയ്യുന്നുണ്ട്. അയാളാണെങ്കിൽ യൂനിന്റെ ഫോട്ടോയും എടുക്കുന്നുണ്ട്. അങ്ങനെ യു ഇത്രയും കഴിച്ചാൽ മതി എന്നും പറഞ്ഞ് ആ പാത്രം കഴുകാനായി അവിടെ നിന്ന് എടുത്തുകൊണ്ടുപോയി. അവൾ ആ കീ എടുക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ നിന്ന് മാറിയത്. എന്നാൽ അവൾ ആ പാത്രം കഴുകുന്ന സമയത്ത് അവിടെ ആരും ഉള്ളതുപോലെ അവൾക്ക് തോന്നി. ലൈറ്റ് ആണെങ്കിൽ മിന്നി മിന്നിയാണ് കത്തുന്നത്. അവൾ ആകെപ്പാടെ പേടിച്ചാണ് അവിടെ നിൽക്കുന്നത്. ആ കറക്റ്റ് സമയത്ത് തന്നെയാണ് സിയൂക്കും അവളുടെ പുറകിന് വന്ന് നിൽക്കുന്നത്. കണ്ണാടിയിൽ കൂടെ സിയൂക്കിന്റെ റിഫ്ലക്ഷൻ
റിയാക്ഷൻ കണ്ട് അവൾ ആകപ്പാട് പേടിച്ചു പോകുന്നു. അങ്ങനെ അവര് രണ്ടുപേരും അവിടെ നിന്ന് പോയി. ഇപ്പോൾ ആക്കിയിരിക്കുന്നത് യൂനിന്റെ കയ്യിലാണ്. യു ഇനിയും ടണലിൽ കയറും എന്നുള്ളത് ഉറപ്പായ കാര്യമാണ്. പിന്നീട് നമ്മൾ കാണുന്നത് ക്യാപ്റ്റനെ കാണാൻ പോയിരിക്കുന്ന സിയൂക്കിനെയാണ്. കഴിഞ്ഞ ദിവസം ടണലിന്റെ അകത്ത് നിന്ന് ലഭിച്ച ക്യാപ്റ്റന്റെ പേഴ്സ് തിരിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് സിയൂക്ക് ഇപ്പോൾ അവിടെ എത്തിയിരിക്കുന്നത്. എന്നാൽ സിയൂക്ക് ഇത് ടണലിൽ നിന്നാണ് ലഭിച്ചത് എന്നുള്ള കാര്യമൊന്നും ക്യാപ്റ്റനോട് പറയുന്നില്ല. കാര്യം സബ്വേ പോലീസിന് ആ ടണലിൽ പ്രവേശനമില്ലായിരുന്നു. അങ്ങനെ അവർ അവിടെ പ്രവേശിച്ച് എന്നറിഞ്ഞാൽ അവർക്കെല്ലാം പണിഷ്മെന്റ് ലഭിക്കും. അതുകൊണ്ടാണ് ഇത് ടണലിൽ നിന്ന് ലഭിച്ചതാണെന്നുള്ള കാര്യം സിയൂക്ക് പറയാതിരുന്നതും. പിന്നീട് നമ്മൾ കാണുന്നത് യൂനിനെയാണ്. വിചാരിച്ചതുപോലെ തന്നെ ആ ടണലിലേക്ക് യു കയറുന്നു. അവളുടെ കയ്യിൽ ആ ടണലിന്റെ ഒരു മാപ്പ് കൂടിയുണ്ട്. ഒരു സ്ഥലവും മിസ്സാവാതെ അവിടെയെല്ലാം നോക്കാൻ വേണ്ടിയിട്ടാണ് അവൾ ഒരു മാപ്പ് കൂടി എടുത്തിരിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യത്തെ പോലല്ല, ഇപ്പോൾ അവൾക്ക് ഒരു പേടിയുമില്ല. അവൾ ധൈര്യമായി തന്നെ ആ ടണലെല്ലാം പരിശോധിക്കുന്നു. അങ്ങനെ അവിടെ കുറച്ച് പരിശോധിച്ചതിന് ശേഷം യു സിയൂക്കിന്റെ കൂടെ റൗണ്ട്സിന് ഇറങ്ങുന്നു. അവര് രണ്ടുപേരും അവിടെ നിൽക്കുന്ന സമയത്താണ് ആരോ അവിടെ ഒരു കാർഡെല്ലാം കൊണ്ടുവയ്ക്കുന്നത്. പലിശയ്ക്ക് പണം നൽകുന്ന ആൾക്കാരുടെ നമ്പറുള്ള കാർഡാണത്. സിയൂക്കും യുവും ആ ട്രെയിനിൽ കയറുന്ന സമയത്ത് തന്നെ ആ കാർഡെല്ലാം അവിടെ നിന്ന് മാറ്റുന്നു. അങ്ങനെ അവർ ആ ട്രെയിനിൽ യാത്ര ചെയ്യുന്ന സമയത്താണ് ഒരാൾ അവിടെ വയലന്റായി നിൽക്കുന്നത് അവർ കാണുന്നത്. അയാളാണെങ്കിൽ അവിടെയുള്ള എല്ലാ പാസഞ്ചേഴ്സിനെയും ശല്യം ചെയ്യുന്നു. അയാളുടെ പൈസ കാണുന്നില്ല, അത് ആരെടുത്തു എന്ന് ചോദിച്ചുകൊണ്ടാണ് അവിടെയുള്ള എല്ലാരെയും ശല്യം ചെയ്യുന്നത്. ഇത് കണ്ട സിയൂക്ക് പെട്ടെന്ന് തന്നെ അയാളെ പിടിച്ചു നിർത്തുന്നു. എന്നാൽ അയാൾ അടങ്ങുന്നതേ ഉണ്ടായിരുന്നില്ല. ആ സമയത്ത് തന്നെയാണ് CD എല്ലാം വെക്കുന്ന ഒരാൾ അങ്ങോട്ടേക്ക് എത്തുന്നത്. അയാളുടെ സ്പീക്കറിൽ നിന്ന് ഒരു പാട്ടും കേൾക്കുന്നുണ്ട്. ആ പാട്ട് കേട്ടപാടെ അയാൾ ശാന്തരാവുന്നു. അങ്ങനെ സിയൂക്കും യുവും അയാളെ നേരെ സ്റ്റേഷനിൽ കൊണ്ടുപോയി കാര്യമെല്ലാം തിരക്കുന്നു. ആ സമയത്താണ് സബ്വേ സ്റ്റേഷനിൽ വെച്ച് അയാളുടെ പൈസ കാണാതായി എന്നുള്ള കാര്യം അവർ മനസ്സിലാക്കുന്നത്. എത്രയും പെട്ടെന്ന് കണ്ടുപിടിച്ചു തരാം എന്നും പറഞ്ഞ് അവർ അയാളെ അവിടെ നിന്ന് പറഞ്ഞയക്കുന്നു. അങ്ങനെ എത്രയും പെട്ടെന്ന് CCTV ചെക്ക് ചെയ്യാൻ സിയൂക്ക് യൂനിനോട് ആവശ്യപ്പെടുന്നു. പെർമിഷൻ മേടിച്ചതിന് ശേഷം മാത്രം ചെക്ക് ചെയ്താൽ മതി എന്ന് സിയൂക്ക് പ്രത്യേകം പറയുന്നുണ്ട്. അങ്ങനെ അവരെല്ലാം കൂടി ഇരുന്ന് ആ CCTV നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അയാളുടെ കയ്യിൽ നിന്ന് ആ ബാഗ് സ്റ്റേഷനിൽ വീഴുന്ന കാര്യം അവർ കണ്ടു. ആ ബാഗ് ആണെങ്കിൽ CD വെക്കുന്ന ആ പുള്ളിയാണ് എടുത്തത്. അയാളെ കണ്ട സമയത്ത് അവർക്കെല്ലാം ഒരു പാവം പോലെയായിരുന്നു തോന്നിയത്. എന്നാൽ ഇയാളെ ഇത്രയ്ക്ക് മോശപ്പെട്ട ആളാണോ എന്നൊക്കെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെയാണ് CD വിൽക്കുന്ന ആ വ്യക്തി അങ്ങോട്ടേക്ക് എത്തിയത്. പുള്ളി വന്നത് ഈ ബാഗ് തിരിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. പുള്ളിയുടെ കൂടെ തന്നെ പുള്ളിയുടെ മകനും ഉണ്ടായിരുന്നു. അവർ ഈ സംസാരിക്കുന്നതെല്ലാം അവർ കേട്ടിരുന്നു. എന്നാൽ നമ്മുടെ പോലീസുകാര് ഒന്നും മടിക്കാതെ അവരോട് സോറി എല്ലാം ചോദിച്ചിട്ട് അവരെ നല്ല രീതിയിൽ തന്നെ ട്രീറ്റ് ചെയ്യുന്നു. അങ്ങനെ ഈ ബാഗ് ലഭിച്ചത് കൊണ്ട് തന്നെ ഈ ബാഗിന്റെ ഉടമസ്ഥനെ വിളിക്കാൻ വേണ്ടിയിട്ട് യു ശ്രമിക്കുന്നു. എന്നാൽ പുള്ളിയെ കോളിൽ ലഭിക്കുന്നില്ല. അതേസമയം അയാൾ തന്റെ കുട്ടിയുടെ സ്കൂളിന്റെ ഫ്രണ്ടിലാണ് നിൽക്കുന്നത്. എന്നാൽ കുട്ടിയുടെ അടുത്തേക്ക് പെട്ടെന്ന് തന്നെ ഒരു ഗ്യാങ്സ്റ്റർ എത്തുന്നു. ഈ ഗ്യാങ്സ്റ്ററിന്റെ കയ്യിൽ നിന്നാണ് അയാൾ പൈസ മേടിച്ചിരിക്കുന്നത്. ഇതുവരെയായിട്ടും പൈസ തിരിച്ചു ലഭിക്കാത്തത് കൊണ്ടാണ് അയാളുടെ മകന്റെ സ്കൂളിലേക്ക് ഗ്യാങ്സ്റ്റർ എത്തിയിരിക്കുന്നത്. അങ്ങനെ പെട്ടെന്ന് തന്നെ അയാളോട് ഗ്യാങ്സ്റ്ററിന്റെ അടുത്തേക്ക് എത്തുന്നു. കുട്ടിയാണെങ്കിൽ ഈ ഗ്യാങ്സ്റ്ററിനെ കണ്ട് ആകെപ്പാട് പേടിക്കുന്നുണ്ട്. എന്നാൽ ഇത് അച്ഛന്റെ കൂട്ടുകാരനാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അയാൾ ആ ഗ്യാങ്സ്റ്ററിനെ അവിടെ നിന്ന് വിളിച്ചുകൊണ്ട് പോകുന്നുണ്ട്. ഗ്യാങ്സ്റ്റർ നേരെ അയാളെ തന്റെ സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നു. അവിടെ വെച്ച് ഗ്യാങ്സ്റ്റർ അയാളെ ഒരുപാട് ഉപദ്രവിക്കുന്നുണ്ട്. ഇയാൾ ഗ്യാങ്സ്റ്ററിന് കൊടുക്കാനുള്ള പൈസയായിരുന്നു കാണാതെ പോയിരുന്നത്. അതുകൊണ്ടാണ് പൈസ കൊടുക്കാൻ വൈകിയത്. എന്നാൽ ഈ കാര്യമൊന്നും ഇവർക്ക് അറിയണ്ടല്ലോ. ഇവർക്ക് കറക്റ്റായി തന്നെ പൈസ ലഭിക്കണം. അങ്ങനെ ഗ്യാങ്സ്റ്റർ ഇയാളെ ഒരു റൂമിലേക്ക് പൂട്ടുന്നു. ആ റൂമിലാണെങ്കിൽ മറ്റൊരു ഗുണ്ട കൂടിയുണ്ട്. കുട്ടിയുടെ പേരും പറഞ്ഞ് ഈ ഗുണ്ട അയാളെ ഭീഷണിപ്പെടുത്തുന്നു. അവർക്ക് വേണ്ടി എന്തോ ഒരു കാര്യം ചെയ്യാനെല്ലാം ആവശ്യപ്പെടുന്നു. അതെന്താണെന്ന് ഇപ്പോൾ കാണിക്കുന്നില്ല. യു ആണെങ്കിൽ ഒരുപാട് തവണ അയാളെ വിളിച്ചു നോക്കുന്നുണ്ട്. എന്നാൽ കോള് കിട്ടുന്നില്ല. അങ്ങനെ അവസാനം അയാളുടെ ഡീറ്റെയിൽസ് എടുത്തിട്ട് അയാളുടെ ഭാര്യയെ വിളിച്ച് കാര്യം പറയുന്നു. അങ്ങനെ അയാളുടെ ഭാര്യയും മകനും പോലീസ് സ്റ്റേഷനിലേക്ക് എത്തി. ആ സമയത്താണ് പുള്ളിയെ കാണാനില്ല എന്നുള്ള കാര്യം അവരും മനസ്സിലാക്കുന്നത്. താൻ അവസാനമായി അച്ഛനെ കാണുന്ന സമയത്ത് അച്ഛൻ ഒരു ഗ്യാങ്സ്റ്ററിന്റെ കൂടെയായിരുന്നു എന്നൊക്കെ ഈ മകൻ പറയുന്നു. അങ്ങനെ അയാൾ മിസ്സായി എന്നുള്ള കാര്യം ഇവർക്ക് മനസ്സിലായി. എന്നാൽ ഇതേപോലുള്ള മിസ്സിംഗ് കേസ് ഒന്നും സബ്വേ പോലീസ് അല്ല അന്വേഷിക്കുന്നത്. തങ്ങളല്ല ഇതേപോലുള്ള മിസ്സിംഗ് കേസ് എല്ലാം അന്വേഷിക്കുന്നതെന്നും ഇതിനു വേണ്ടിയുള്ള ഡിപ്പാർട്ട്മെന്റിന്റെ കയ്യിൽ പരാതി കൊടുത്താൽ മതി എന്നൊക്കെ സിയൂക്ക് പറയുന്നു. എന്നാൽ ഇത് കേട്ട് ആ ഭാര്യയും മകനും ആകെപ്പാട് വിഷമിക്കുന്നു. യൂനിനാണെങ്കിൽ അവരുടെ വിഷമം കാണാനേ സാധിക്കുന്നില്ല. യൂനിനെ തന്റെ ട്വിൻ സിസ്റ്ററിനെ നഷ്ടപ്പെട്ട വേദന നല്ല രീതിയിൽ തന്നെ അറിയാവുന്നത് കൊണ്ട് അവരോട് ഈ കേസ് അവൾ അന്വേഷിക്കും എന്നുള്ള കാര്യം പറയുന്നു. എന്നാൽ ഇത് സിയൂക്ക് ഒരു രീതിയിലും സമ്മതിക്കുന്നില്ല. ഇനി യു ഒരുപാട് വള്ളി പിടിച്ചുകൊണ്ട് വരും എന്നുള്ള കാര്യം സിയൂക്കിന് നല്ല രീതിയിൽ തന്നെ അറിയാം. അതുകൊണ്ട് തന്നെ അവളോട് ഇതിനെപ്പറ്റി അന്വേഷിക്കേണ്ട എന്ന് കർശനമായി തന്നെ സിയൂക്ക് പറയുന്നുണ്ട്. എന്നാൽ നമുക്ക് യൂനിനെ അറിയാലോ, അവൾ ഉറപ്പായിട്ടും ഈ കേസ് അന്വേഷിക്കും. അങ്ങനെ യു ആരും അറിയാതെ മിസ്സായ ആ പുള്ളിയുടെ കോൾ റെക്കോർഡ് എല്ലാം എടുക്കുന്നു. ആ കോൾ റെക്കോർഡിലെ ഒരു നമ്പർ കണ്ടിട്ട് യൂനിന് എന്തോ ഒരു സംശയം തോന്നി. ആ സമയത്ത് തന്നെയാണ് അവര് കഴിഞ്ഞ ദിവസം ട്രെയിനിൽ നിന്നെടുത്ത ഒരു കാർഡില്ലേ, ആ കാർഡ് അവിടെ കിടക്കുന്നത് യു കാണുന്നത്. യു നോക്കുമ്പോൾ കാർഡിലുള്ള ഈ നമ്പറിൽ നിന്ന് മിസ്സായ പുള്ളിക്ക് ഒരുപാട് കോള് വരുന്നു. അതിൽ നിന്ന് തന്നെ മിസ്സായ പുള്ളിയും ഇവരും തമ്മിൽ എന്തോ ഒരു ബന്ധമുള്ള കാര്യം അവൾ മനസ്സിലാക്കി. അങ്ങനെ അവൾ പെട്ടെന്ന് തന്നെ ആ സ്ഥലത്തേക്ക് പോയി. എന്നാൽ അതേസമയം സിയൂക്ക് പുറത്തായിരുന്നു.
അങ്ങനെ സിയുക്ക് പുറത്തു നിൽക്കുന്ന സമയത്താണ് അവന് ഒരു കോൾ വരുന്നത്. എത്രയും പെട്ടെന്ന് അവന്റെ അമ്മയുടെ ഹോസ്പിറ്റലിൽ ബില്ലടയ്ക്കണം എന്നായിരുന്നു ആ കോളിൽ പറഞ്ഞിരുന്നത്. ഇപ്പോൾ അവന്റെ സാലറിയിൽ നിന്ന് ഒരു എമൗണ്ട് കട്ടായിട്ടല്ലേ അവന് ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ അമ്മയുടെ ഹോസ്പിറ്റലിൽ അടയ്ക്കാൻ വേണ്ടിയിട്ട് അവന്റെ കയ്യിൽ പൈസ ഇല്ലായിരുന്നു. സിയുക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാതിരുന്ന സമയത്താണ് അവന്റെ കയ്യിലും ആ കാർഡ് ലഭിക്കുന്നത്. സിയുക്ക് നേരെ അവന്റെ സ്ഥലത്തേക്കാണ് പോകുന്നത്. സിയുക്ക് അവന്റെ കയ്യിൽ നിന്ന് കുറച്ച് ക്യാഷ് കടം മേടിക്കാൻ വേണ്ടിയിട്ടാണ് എത്തിയിരിക്കുന്നത്. അങ്ങനെ പെട്ടെന്ന് തന്നെ സിയുക്ക് ആ ബിൽഡിങ്ങിന്റെ അകത്തേക്ക് കയറുന്നു. സിയുക്ക് തന്റെ ഡീറ്റെയിൽസ് എല്ലാം ആ ഫോമിൽ ഫില്ല് ചെയ്യുന്നുണ്ട്. അവന് 10 മില്യന്റെ ആവശ്യമാണ് ഉള്ളത്. ഈ ഫോമിൽ ഒന്ന് സൈൻ ചെയ്ത് കഴിഞ്ഞാൽ അവന് ആ പൈസ ലഭിക്കും. 7 ദിവസത്തിനുള്ളിൽ ആ പൈസ മുഴുവനായി തന്നെ തിരിച്ചടയ്ക്കണം. അവൻ ആ ഫോം ഫില്ല് ചെയ്തെങ്കിലും അതിൽ സൈൻ ചെയ്തില്ല. അപ്പോഴാണ് ആ ഗ്യാങ്സ്റ്റർ അവന്റെ മുന്നിൽ പൈസ എടുത്തു വെക്കുന്നത്. എന്നാൽ അവൻ നോക്കുമ്പോൾ അതിനകത്ത് 6 മില്യൺ മാത്രമേ ഉള്ളൂ. അതായത് ഈ ഗ്യാങ്സ്റ്റർ 6 മില്യൺ ആണ് സിയുക്കിന് നൽകുന്നത്. 7 ദിവസത്തിനുള്ളിൽ ഇത് 10 മില്യൺ ആയിട്ട് സിയുക്ക് ഇയാൾക്ക് ഇത് തിരിച്ചു നൽകണം. ഇത്രയ്ക്കും പലിശ ഉണ്ടാവും എന്ന് സിയുക്കിന് അറിയില്ലായിരുന്നു. വേണമെങ്കിൽ സൈൻ ചെയ്തിട്ട് എടുത്തുകൊണ്ട് പോകാനൊക്കെ ഗ്യാങ്സ്റ്റർ ആവശ്യപ്പെടുന്നു. എന്നാൽ ഇത്ര ഇൻട്രസ്റ്റ് ആയതുകൊണ്ട് തന്നെ അവന് ഇതിനോട് താല്പര്യമില്ല. അങ്ങനെ സിയുക്ക് അവിടെ നിന്ന് എണ്ണിക്കുന്ന സമയത്താണ് യൂനിന്റെ വണ്ടിയുടെ സൗണ്ട് കേൾക്കുന്നത്. സിയുക്ക് നോക്കുമ്പോൾ താഴെ യു വന്ന് നിൽക്കുന്നു. അവൾ ഉറപ്പായിട്ടും ഇങ്ങോട്ട് തന്നെയായിരിക്കും വരുന്നത് എന്ന് സിയുക്കിന് മനസ്സിലായി. സിയുക്ക് ആണെങ്കിൽ ആകെപ്പാടെ വെപ്രാളപ്പെട്ട് എവിടെയും ഒളിക്കാനൊക്കെ ശ്രമിക്കുന്നു. ഒരുപാട് സ്ഥലത്തൊക്കെ ഒളിക്കാൻ ശ്രമിച്ചെങ്കിലും അവന് ഒരു സ്ഥലം മാത്രം കണ്ടുകിട്ടിയില്ല. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് യു എത്തിക്കഴിഞ്ഞിരുന്നു. അതിനു മുന്നേ തന്നെ സിയുക്ക് അവിടെയുള്ള ഒരു സോഫയുടെ പുറകിൽ ഒളിച്ചിരുന്നു. എന്നാൽ യു ആണെങ്കിൽ കറക്റ്റായി തന്നെ ആ സോഫയിലാണ് വന്നിരിക്കുന്നത്. യു ശരിക്കും ഇവിടെ എത്തിയിരിക്കുന്നത് മിസ്സായ ആ പുള്ളിയെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നാൽ സിയുക്ക് വിചാരിച്ചിരിക്കുന്നത് സിയുക്കിനെ അന്വേഷിച്ചാണ് യു ഇവിടെ എത്തിയിരിക്കുന്നത് എന്നാണ്. അങ്ങനെ യു താനൊരു പോലീസുകാരിയാണ് എന്നുള്ള കാര്യം ഗ്യാങ്സ്റ്ററിനോട് പറയുന്നു. താഴെ മുഴുവൻ പോലീസ് വളഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ മിസ്സായ പുള്ളി എവിടെയാണ് നിങ്ങൾ ഒളിപ്പിച്ചിരിക്കുന്നത് എന്നൊക്കെ യു തിരക്കുന്നു. ആ സമയം കൊണ്ട് തന്നെ സിയുക്ക് ആ സോഫയുടെ അടിയിൽ നിന്ന് മാറി ഒരു ഷെൽഫിനകത്ത് കയറി ഒളിച്ചിരുന്നു. യു ആണെങ്കിൽ കറക്റ്റായി തന്നെ ആ ഷെൽഫ് തുറക്കാനായി വരുന്നു. മിസ്സായ പുള്ളിയെ അവർ ഇതിനകത്ത് ഒളിപ്പിച്ചിരിക്കുകയാണോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് ആ ഷെൽഫിന്റെ അടുത്ത് അവൾ വന്ന് നിൽക്കുന്നത്. എന്നാൽ ഗ്യാങ്സ്റ്റർ ആണെങ്കിൽ അടുത്തുള്ള ഒരു റൂമിലേക്കാണ് നോക്കുന്നത്. അപ്പോൾ അവിടെ ആരും ഉണ്ട് എന്നുള്ള കാര്യം യുവിന് മനസ്സിലായി. എന്നാൽ യു അത് തുറക്കുന്നതിന് മുന്നേ തന്നെ അതിൽ നിന്ന് ഒരു ഗുണ്ട ഇറങ്ങി ഓടി. കൂടെ നമ്മുടെ ഗ്യാങ്സ്റ്ററും അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടു. യു നോക്കുമ്പോൾ മിസ്സായ പുള്ളി അവിടെ രക്തത്തിൽ കുളിച്ചു കിടപ്പുണ്ട്. യു പെട്ടെന്ന് തന്നെ അയാളെ പിടിച്ച് ആ മുറിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. എന്നാൽ അയാൾ എന്താ ചെയ്തെന്നറിയാവോ? സിയുക്ക് ഇരിക്കുന്ന ഷെൽഫിലെ അത് പെട്ടെന്ന് തന്നെ തുറന്നിട്ട് അതിലേക്ക് യൂനിനെ പിടിച്ചു തള്ളി. അത് മാത്രമല്ല അവര് രണ്ടുപേരും പുറത്തേക്ക് ഇറങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റിക്ക് എടുത്തിട്ട് അതിന്റെ പിടിയിൽ കയറ്റി വെക്കുന്നുണ്ട്. എന്നിട്ട് അയാൾ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുന്നു. ഇപ്പോഴും അയാൾക്ക് തന്റെ പൈസ തിരിച്ചു ലഭിച്ചു എന്നുള്ള കാര്യമൊന്നും അറിയില്ല. അതുകൊണ്ട് തന്നെ ഇനിയും ആ ഗ്യാങ്സ്റ്റർ തന്നെ പിടിക്കും എന്നൊക്കെ പേടിച്ചിട്ടാണ് അയാൾ ഇങ്ങനെയെല്ലാം ചെയ്തിട്ട് അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടത്. അപ്പോഴാണ് യു അതിൽ കിടക്കുന്ന സിയുക്കിനെ കാണുന്നത്. സിയുക്ക് എന്താണ് ഇവിടെ ചെയ്യുന്നത് എന്നൊക്കെ യു തിരക്കി. എന്നാൽ താൻ ഇവിടെ ലോൺ എടുക്കാൻ വന്നതാണ് എന്നുള്ള കാര്യമൊന്നും സിയുക്ക് പറയുന്നില്ല. നമുക്ക് ഇവിടെ നിന്ന് പോവാമെന്നും പറഞ്ഞ് സിയുക്ക് അത് തുറക്കാൻ ശ്രമിച്ചെങ്കിലും ഡോർ തുറന്നില്ല. അങ്ങനെ രക്ഷിക്കാൻ ആരെങ്കിലും വിളിക്കാൻ വേണ്ടിയിട്ട് സിയുക്ക് ഫോൺ എടുത്തു. ആ സമയത്ത് സിയുക്ക് ഫില്ല് ചെയ്ത ഫോം താഴെ വീണു പോയി. അത് കറക്റ്റായി തന്നെ നമ്മുടെ യു എടുക്കുന്നുണ്ട്. എന്തിനാണ് ലോൺ എടുക്കുന്നത് എന്ന് യു തിരക്കി. എന്നാൽ തനിക്കൊരു കാർ മേടിക്കാനാണ് താൻ ലോൺ എടുക്കുന്നത് എന്നൊരു കള്ളമാണ് സിയുക്ക് പറയുന്നത്. സിയുക്ക് ഇപ്പോഴും സത്യങ്ങളൊന്നും യുവിനോട് പറഞ്ഞിട്ടില്ല. താൻ ഈ കേസ് അന്വേഷിക്കരുത് എന്ന് പറഞ്ഞിട്ടും യു ഇതിന്റെ പുറകിന് വന്നതിന്റെ ദേഷ്യത്തിലാണ് സിയുക്ക്. നിനക്ക് ക്രിമിനൽ കേസെല്ലാം ഹാൻഡിൽ ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ് നല്ലത്. നീ ചെയ്യുന്നത് അതേപോലുള്ള പ്രവൃത്തികളൊക്കെയാണ്. അതുകൊണ്ട് നീ എത്രയും പെട്ടെന്ന് ഈ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് മാറിയിട്ട് ആ ഡിപ്പാർട്ട്മെന്റിലേക്ക് പോകണം എന്നൊക്കെ സിയുക്ക് പറയുന്നു. സിയുക്ക് ഒരുപാട് തവണയും ഇതേപോലുള്ള വല്ല കേസൊന്നും പിടിക്കരുത് എന്ന് പറഞ്ഞിട്ടും അവൾ ഇതേപോലുള്ള കേസൊക്കെയാണ് പിടിക്കുന്നത്. അതുകൊണ്ടാണ് സിയുക്ക് ഇങ്ങനെയെല്ലാം പറയുന്നത്. അങ്ങനെ അവര് രണ്ടുപേരും അവിടെ ഇരിക്കുന്ന സമയത്താണ് അങ്ങോട്ടേക്ക് ആരോ വരുന്നത്. ആ കാർഡെല്ലാം സബ്വേ ട്രെയിനിൽ കൊണ്ടിടുന്ന ഒരു പയ്യനില്ലേ, ആ പയ്യനാണ് അങ്ങോട്ടേക്ക് എത്തിയിരിക്കുന്നത്. ആ റൂമിൽ ആരെയും കാണാത്തത് കൊണ്ട് തന്നെ ഷെൽഫിൽ ആരും ഉണ്ടെന്ന് മനസ്സിലാക്കി അവൻ പയ്യെ അത് വന്ന് തുറക്കാൻ ശ്രമിക്കുന്നു. ഇത് മനസ്സിലാക്കിയ സിയുക്കോ യുവും റെഡിയായി തന്നെ നിൽക്കുന്നു. അങ്ങനെ അവൻ ഇത് തുറക്കുന്നതും സിയുക്ക് പെട്ടെന്ന് തന്നെ അവനെ ചവിട്ടി താഴെയിടുന്നു. സിയുക്ക് ആ പയ്യനെ അറസ്റ്റ് ചെയ്യുന്നുണ്ട്. യു നോക്കുമ്പോൾ അവിടെ ഒരു പേപ്പർ ഇരിക്കുന്നു. അത് മിസ്സായ ആ പുള്ളി എഴുതിയിരിക്കുന്ന ഒരു സൂയിസൈഡ് നോട്ടാണ്. ഇത് കണ്ട് യു ആകെപ്പാട് ഷോക്ക് ആവുന്നു. പെട്ടെന്ന് തന്നെ അവൾ ഈ കാര്യം സിയുക്കിനോടും പറയുന്നു. ഗ്യാങ്സ്റ്ററിനെ കൊന്നിട്ട് അയാൾ ആത്മഹത്യ ചെയ്യുള്ളൂ എന്ന് ആ കുറിപ്പിലുണ്ടായിരുന്നു. അല്ലെങ്കിൽ അയാൾ മരിച്ചു കഴിഞ്ഞാൽ അയാളുടെ കുടുംബത്തെ ഈ ഗ്യാങ്സ്റ്റർ ശല്യം ചെയ്യും. അങ്ങനെ ഗ്യാങ്സ്റ്റർ അയാളുടെ കുടുംബത്തെ ശല്യം ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അയാൾ ആദ്യം തന്നെ ഗ്യാങ്സ്റ്ററിനെ കൊല്ലാം എന്ന് തീരുമാനമെടുത്തത്. എന്നാൽ ഇവർ രണ്ടുപേരും എങ്ങോട്ടേക്കാണ് പോയതെന്ന് സിയുക്കിനും യൂനിനും അറിയില്ല. ഗ്യാങ്സ്റ്റർ എവിടേക്കാണ് പോയത് എന്ന് അവൻ ആ കൊച്ചുപയ്യനോട് തിരക്കുന്നു. അവൻ ഇതിനെ കുറിച്ച് വലിയ കാര്യങ്ങളൊന്നും അറിയില്ല. എന്നിരുന്നാലും സബ്വേ സ്റ്റേഷനിൽ പോവാനാണ് ചാൻസ് എന്നൊക്കെ അവൻ പറയുന്നു. പെട്ടെന്ന് തന്നെ സിയുക്ക് ഈ വിവരങ്ങളെല്ലാം ക്രിമിനൽ കേസ് അന്വേഷിക്കുന്ന ഡിപ്പാർട്ട്മെന്റിനെ വിളിച്ചറിയിക്കാൻ ശ്രമിക്കുന്നു. എന്നാൽ യു അതിന് സമ്മതിക്കുന്നില്ല. അവൾ പറയുന്നത് അവർക്ക് തന്നെ ഈ കേസ് അന്വേഷിക്കാം എന്നാണ്.
ആണ്. എന്നാൽ സിയൂക്ക് അതിന് സമ്മതിക്കുന്നില്ല. എന്നാൽ യു ആണെങ്കിൽ സിയൂക്കിന്റെ എഗ്രിമെന്റ് പേപ്പർ കാണിച്ച് അവനെ ഭീഷണിപ്പെടുത്തുന്നു. സിയൂക്ക് ആ എഗ്രിമെന്റ് പേപ്പർ മേടിക്കാൻ ശ്രമിച്ചെങ്കിലും യു അത് അവന് കൊടുത്തില്ല. യു പെട്ടെന്ന് തന്നെ അത് അവളുടെ പോക്കറ്റിൽ എടുത്തു വെച്ചു. അവിടെ നിന്നാണെങ്കിൽ സിയൂക്കിന് അത് എടുക്കാനും സാധിക്കില്ല. അങ്ങനെ സിയൂക്ക് മനസ്സില്ലാ മനസ്സോടെ ആ കേസ് അന്വേഷിക്കാനായി ഇറങ്ങിത്തിരിക്കുന്നു. ഗ്യാങ്സ്റ്ററും അയാളുടെ ഗുണ്ടയും ഇപ്പോൾ സബ്വേ സ്റ്റേഷനിലാണ് എന്നുള്ള കാര്യം അവർ അറിഞ്ഞിരുന്നല്ലോ. അങ്ങനെ പെട്ടെന്ന് തന്നെ അവർ സബ്വേ സ്റ്റേഷനിലേക്ക് എത്തി. അവിടെ വെച്ച് തന്നെ അവർ ഗ്യാങ്സ്റ്ററിനെയും ഗുണ്ടയും കണ്ടുമുട്ടി. എന്നിരുന്നാലും അവർ രണ്ടുപേരും ഗ്യാങ്സ്റ്ററിനെയും ഗുണ്ടയുടെ മുന്നിൽ ചെന്നുപെട്ടില്ല. കാരണം അവർക്ക് മിസ്സായ ആ പുള്ളിയും കൂടെ കണ്ടുപിടിക്കണം. അയാൾ ഉറപ്പായിട്ടും ഇവരുടെ പുറകിന് വരും. അതുകൊണ്ട് തന്നെ ഇവരെ ഫോളോ ചെയ്യാനാണ് സിയൂക്കും യുവും വിചാരിക്കുന്നത്. അവരുദ്ദേശിച്ചതുപോലെ തന്നെ മിസ്സായ പുള്ളി ഗ്യാങ്സ്റ്ററിനെ ഫോളോ ചെയ്യുന്നു. ആളില്ലാത്ത സ്ഥലം വന്നതും അയാൾ ഗ്യാങ്സ്റ്ററിനെ തോക്കെടുത്ത് കാണിച്ച് പേടിപ്പിച്ച് നിർത്തുന്നു. അങ്ങനെ അയാൾ ഗ്യാങ്സ്റ്ററിനെ കൊണ്ടുപോകുന്നത് ഒരു പാലത്തിന്റെ മുകളിലേക്കാണ്. ഗ്യാങ്സ്റ്ററിനെ ഷൂട്ട് ചെയ്യാനുള്ള ധൈര്യമൊന്നും അയാൾക്കില്ല. പകരം തോക്ക് കാണിച്ച് പേടിപ്പിച്ചിട്ട് പാലത്തിൽ നിന്ന് ചാടാനാണ് അയാൾ പറയുന്നത്. ഗ്യാങ്സ്റ്റർ ആണെങ്കിൽ പലിശയെല്ലാം കുറച്ചു തരാം എന്ന് കൺവിൻസ് ചെയ്യാൻ ശ്രമിച്ചെങ്കിലും അയാൾ അതൊന്നും കേൾക്കുന്നുണ്ടായിരുന്നില്ല. അയാൾ ചാടാൻ തന്നെയാണ് ഗ്യാങ്സ്റ്ററിനോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ സമയത്ത് തന്നെയാണ് അങ്ങോട്ടേക്ക് സിയൂക്ക് എത്തിയത്. സിയൂക്കും ഒരുപാട് അയാളെ കൺവിൻസ് ചെയ്യാൻ ശ്രമിച്ചെങ്കിലും അയാൾ അതൊന്നും കേൾക്കുന്നുണ്ടായിരുന്നില്ല. എന്നാൽ അയാൾ ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ തന്റെ കുടുംബത്തിന് തന്നെയായിരിക്കും നാണക്കേട് എന്നൊക്കെ സിയൂക്ക് പറയുന്നു. അങ്ങനെ അയാൾ തന്റെ മകനെയും ഭാര്യയും കുറിച്ച് ആലോചിക്കുന്നു. ആ സമയത്ത് പെട്ടെന്ന് തന്നെ ഗ്യാങ്സ്റ്റർ അയാളുടെ കൈയും തട്ടിമാറ്റി അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടു. എന്നാലും ഇപ്പോഴും അയാൾ ആ പാലത്തിന്റെ മുകളിൽ തന്നെയാണ് നിൽക്കുന്നത്. ഗ്യാങ്സ്റ്ററിനെ വെറുതെ വിട്ടെങ്കിലും ഇപ്പോഴും അയാളുടെ മനസ്സിൽ ആത്മഹത്യ ചെയ്യണം എന്ന് തന്നെയാണ്. അപ്പോഴാണ് അങ്ങോട്ടേക്കും യു എത്തിയത്. അവളുടെ കയ്യിൽ CD വിൽക്കുന്ന ആളുടെ സ്പീക്കർ കൂടി ഉണ്ടായിരുന്നു. പുള്ളിക്ക് ഇഷ്ടമുള്ള പാട്ട് ഇട്ടുകൊണ്ടാണ് അവൾ പെട്ടെന്ന് തന്നെ അങ്ങോട്ടേക്ക് എത്തിയത്. ആ പാട്ട് കേട്ടതും പുള്ളി ഒന്നടങ്ങിയതുപോലെയായി. യു പെട്ടെന്ന് തന്നെ അയാൾക്ക് കൈ കൊടുത്തു. അയാൾ കൈ കൊടുത്തെങ്കിലും കാല് തെറ്റി ആ പാലത്തിന്റെ മുകളിൽ നിന്ന് വീഴാൻ പോയി. എന്നാൽ യുവും സിയൂക്കും അങ്ങനെയൊന്നും അയാളെ വിടാൻ ഉദ്ദേശിച്ചില്ലായിരുന്നു. അവർ കഷ്ടപ്പെട്ട് തന്നെ അയാളെ വലിച്ചു മുകളിലേക്ക് കയറ്റി. ആ സമയം കൊണ്ട് തന്നെ മറ്റു പോലീസുകാര് ഗ്യാങ്സ്റ്ററിനെയും പിടിച്ചു കഴിഞ്ഞിരുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് സിയൂക്കിന്റെ എക്സ് ഗേൾ ഫ്രണ്ടും അവളുടെ പാർട്ട്ണറിനെയുമാണ്. അവര് രണ്ടുപേരും ആദ്യം മുതലേ കേസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ കാര്യങ്ങളായി അവർ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ മരിച്ച 4 പേരും തമ്മിൽ എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ എന്നാണ് അവർ പരിശോധിക്കുന്നത്. എന്നാൽ ഇവർക്ക് കോമൺ ആയി ഒരു കാര്യം തന്നെ ഉണ്ടായിരുന്നില്ല. ഒരു പബ്ലിക് ബൂത്തിൽ നിന്നാണ് ആരോ ഇവരെ വിളിച്ചിരിക്കുന്നത്. ആ കോളിന് ശേഷമാണ് ഇവരെല്ലാം സഭയിലേക്ക് എത്തിച്ചേർന്നത്. അവരെല്ലാം ഭീഷണിപ്പെടുത്തിയിട്ടാണോ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത് അതോ വേറെന്തെങ്കിലും പറഞ്ഞിട്ടാണോ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത് എന്ന് അവർക്കറിയില്ല. അങ്ങനെ ഓരോ കാര്യങ്ങളായി അവർ അന്വേഷിക്കുന്നു. അതേസമയം സിയൂക്കും യുവും പ്രശ്നങ്ങളെല്ലാം സോൾവ് ആക്കിയിട്ട് പോലീസ് സ്റ്റേഷനിൽ തന്നെ ഉണ്ട്. അവർക്ക് രണ്ടുപേർക്കും ഇന്ന് നൈറ്റ് ഡ്യൂട്ടിയാണ്. അങ്ങനെ സിയൂക്ക് അവിടെ ഇരുന്ന് റെസ്റ്റ് എടുക്കുന്ന സമയത്ത് യു അവിടെ നിന്ന് എണ്ണീറ്റ് പോകുന്നു. പതിവ് പോലെ തന്നെ ആ ടണലിൽ പരിശോധിക്കാൻ വേണ്ടിയിട്ടാണ് അവൾ പോകുന്നത്. അങ്ങനെ യു അങ്ങോട്ടേക്ക് പോകുന്ന വഴിക്കാണ് അവൾക്ക് അവിടെ നിന്ന് ഒരു ഫോട്ടോ കളഞ്ഞു കിട്ടുന്നത്. അത് അവളുടെ തന്നെ ഫോട്ടോയാണ്. അന്നൊരു ദിവസം നൈറ്റ് ഡ്യൂട്ടിക്ക് അവളും സിയൂക്കും ഇരിക്കുന്ന സമയത്ത് ആരോ അവളുടെ ഫോട്ടോ എടുത്തിരുന്നില്ലേ, ആ ഫോട്ടോ തന്നെയാണ് ഇപ്പോൾ അവൾക്ക് കിട്ടിയിരിക്കുന്നത്. ആരും ഇവരെ വാച്ച് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം അവൾക്ക് മനസ്സിലായി. യു ഒന്നും നോക്കിയില്ല, ആ ഡോറിന്റെ അടുത്തേക്ക് തന്നെ പോയി. ആ ഡോറ് തുറന്ന് ടണലിന്റെ അകമെല്ലാം അവൾ പരിശോധിക്കുന്നു. അങ്ങനെ അവൾ അവിടെയെല്ലാം പരിശോധിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അവിടെ മറ്റൊരു ഡോറ് കാണുന്നത്. യു കുറച്ച് പേടിച്ചിട്ടാണെങ്കിലും അവൾ ആ ഡോറ് തുറന്നു. അവൾ അവിടെയെല്ലാം പരിശോധിക്കുന്നു. യുവിനാണെങ്കിൽ നല്ല പേടിയുണ്ട്. എന്നാലും കുറച്ച് സ്ഥലങ്ങളെല്ലാം അവൾ പരിശോധിക്കുന്നു. ജിന്നിന്റെ പേരും വിളിച്ചിട്ടാണ് അവൾ അവിടെയെല്ലാം അന്വേഷിക്കുന്നത്. ജിൻ എന്ന് പറയുന്നത് യൂനിന്റെ ട്വിൻ സിസ്റ്റർ ആണ്. ജിന്നിനെ കാണാത്ത വിഷമത്തിൽ അവൾ അവിടെ ഇരുന്ന് പൊട്ടിക്കരയുന്നു. ആ സീൻ കട്ട് ചെയ്ത് പിന്നെ നമ്മൾ കാണുന്നത് ചീഫിനെ കാണാൻ വേണ്ടിട്ട് എത്തിയിരിക്കുന്ന സിയൂക്കിനെയാണ്. സിയൂക്ക് മാത്രമല്ല, സിയൂക്കിന്റെ എക്സ് ഗേൾ ഫ്രണ്ടും അവളുടെ പാർട്ട്ണർ കൂടി ഇവിടെ ഉണ്ട്. എക്സ് ഗേൾ ഫ്രണ്ടിന്റെ പാർട്ട്ണറിനാണെങ്കിൽ യൂനിന് ഒരു നോട്ടവും ഉണ്ട്. പാർട്ട്ണർ എന്ന് പറയുമ്പോൾ ജോലിയിലുള്ള പാർട്ട്ണറാണ്. എന്നാൽ എക്സ് ഗേൾ ഫ്രണ്ടിന് അതിനോട് തീരെ താല്പര്യമില്ല. കാര്യം യു അവളുടെ ട്വിൻ സിസ്റ്ററിന്റെ മിസ്സിംഗിനെ പറ്റി അന്വേഷിക്കണമെന്ന് ഇവരോടല്ലായിരുന്നോ പറഞ്ഞിരുന്നത്. എന്നാൽ അവരാണെങ്കിൽ അത് വലിയ കാര്യമാക്കി എടുത്തില്ല. അതുകൊണ്ട് തന്നെ യൂനിന് ഇവരെ ഇഷ്ടമല്ല എന്നൊക്കെയാണ് അവൾ പറയുന്നത്. എന്നാൽ പാർട്ട്ണർ അതൊന്നും കേൾക്കുന്നില്ല. അവന് യൂനിനോട് ഒരു ഇഷ്ടമുണ്ട്. അങ്ങനെ സിയൂക്കും എക്സ് ഗേൾ ഫ്രണ്ടും നേരെ ചെല്ലുന്നത് ക്യാപ്റ്റനെ കാണാൻ വേണ്ടിയിട്ടാണ്. ഈ എക്സ് ഗേൾ ഫ്രണ്ടിന്റെ അമ്മ കൂടിയാണ് നമ്മുടെ ക്യാപ്റ്റൻ. ക്യാപ്റ്റൻ ആണെങ്കിൽ എപ്പോൾ സിയൂക്കിനെ കണ്ടാലും അവനെ ഓരോ കാര്യം പറഞ്ഞ് വഴക്ക് പറഞ്ഞുകൊണ്ടേയിരിക്കും. ഇപ്പോഴാണെങ്കിൽ മിസ്സായ പുള്ളിയുടെ കേസ് അന്വേഷിക്കുകയും അതിലെ ആ ഗ്യാങ്സ്റ്ററിനെ പിടിക്കുകയും ചെയ്തില്ലേ, അതിന്റെ പേരിലാണ് ഇപ്പോൾ ക്യാപ്റ്റൻ അവരെ വഴക്ക് പറയുന്നത്. സബ്വേയിലെ കാര്യങ്ങൾ മാത്രം നോക്കിയാൽ മതി, പുറത്തെ കേസുകളൊന്നും എടുക്കണ്ട എന്നും പറഞ്ഞിട്ടാണ് അവർ സിയൂക്കിനെ അവിടെ നിന്ന് പറഞ്ഞു വിടുന്നത്. ക്യാപ്റ്റന് സിയൂക്ക് തന്റെ മകളെ ബ്രേക്കപ്പ് ആക്കിയതിനുള്ള ദേഷ്യത്തിലാണ്. അവർക്ക് ആ കാര്യത്തിൽ സിയൂക്കിനോട് ദേഷ്യം ഉണ്ടെങ്കിലും അവർക്ക് വലിയ കാര്യം തന്നെയാണ് സിയൂക്കിന്. സിയൂക്ക് സബ്വേ പോലീസിലല്ലാതെ വേറെ ഏത് ഡിപ്പാർട്ട്മെന്റിൽ കയറിയായിരുന്നെങ്കിലും അവൻ വലിയൊരു പൊസിഷനിൽ തന്നെ എത്തിച്ചേർന്നേനെ. അതായത് എക്സ് ഗേൾ ഫ്രണ്ട് ഇരിക്കുന്ന പൊസിഷനിലാണ് സിയൂക്ക് വരേണ്ടിയിരുന്നത്. എന്നാൽ അവന് തന്റെ അമ്മയെ നോക്കാൻ വേണ്ടിയിട്ടാണ് സാധാരണ ഒരു സബ്വേ പോലീസായി അവൻ മാറിയത്. അങ്ങനെ എക്സ് ഗേൾ ഫ്രണ്ട് അമ്മയോട് സംസാരിച്ച് പുറത്തേക്ക് ഇറങ്ങി. ആ സമയത്ത് അവൾ നോക്കുമ്പോൾ സിയൂക്ക് അതുവഴി പോകുന്നത് കണ്ടു. അവൾ പെട്ടെന്ന് തന്നെ
പഴയ കാര്യങ്ങളെല്ലാം ഓർത്തെടുത്തു. പണ്ട് ഇവര് രണ്ടുപേരും ഒരേ ഡിപ്പാർട്ട്മെന്റിൽ തന്നെയായിരുന്നു ജോലി ചെയ്തുകൊണ്ടിരുന്നത്. അന്ന് ഇവര് റിലേഷനിലും ആയിരുന്നു. അന്ന് ഓരോ കേസിലും ഇവര് രണ്ടുപേരുമായിരുന്നു ഒരുമിച്ച് നിന്നിരുന്നത്. എന്ത് പ്രശ്നം വന്നാലും സിയൂക്ക് അവളെ പ്രൊട്ടക്ട് ചെയ്തിരുന്നു. ആ സമയത്ത് ഇവര് രണ്ടുപേരും നല്ല ഹാപ്പി ആയിരുന്നു. ഇതെല്ലാം ഓർത്തെടുത്ത എക്സ് ഗേൾ ഫ്രണ്ട് പെട്ടെന്ന് തന്നെ സിയൂക്കിനെ വിളിച്ചു നിർത്തി. തിരിച്ച് അവളുടെ ഡിപ്പാർട്ട്മെന്റിലേക്ക് കയറാനാണ് അവൾ ആവശ്യപ്പെടുന്നത്. അപ്പോഴാണ് സിയൂക്ക് പഴയ ഒരു കാര്യം ആലോചിക്കുന്നത്. ഒരിക്കൽ സിയൂക്കിന്റെ അമ്മയ്ക്ക് വീട്ടിലേക്ക് പോകാനുള്ള വഴി അറിയാതെ പേടിച്ച് ആ റോഡിലിരിക്കുകയായിരുന്നു. പെട്ടെന്ന് തന്നെ അങ്ങോട്ടേക്ക് സിയൂക്ക് എത്തി അമ്മയെ ആശ്വസിപ്പിച്ച് തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു. ആ സമയത്ത് തന്നെയാണ് സിയൂക്കിനും എക്സ് ഗേൾ ഫ്രണ്ടിനും ക്രിമിനൽ കേസ് എല്ലാം ഹാൻഡിൽ ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റിലേക്ക് പ്രൊമോഷൻ ലഭിക്കുന്നത്. സിയൂക്കിന്റെ ഗേൾ ഫ്രണ്ട് ആ കാര്യം സന്തോഷത്തോടെ തന്നെ സിയൂക്കിനെ വിളിച്ചറിയിക്കുന്നു. എന്നാൽ അവന് ഇപ്പോൾ സന്തോഷിക്കാൻ പറ്റിയ ഒരു സിറ്റുവേഷനിലല്ല. ആ ഡിപ്പാർട്ട്മെന്റിൽ പോയി കഴിഞ്ഞാൽ എപ്പോഴും കേസിന്റെ പുറകിന് തന്നെ ആയിരിക്കും. അങ്ങനെ വരുമ്പോൾ അവന് തന്റെ അമ്മയെ നോക്കാൻ വേണ്ടി സാധിക്കില്ല. അതുകൊണ്ട് അന്ന് അവൻ പ്രൊമോഷൻ വേണ്ട എന്ന് തീരുമാനിച്ചതാണ്. തന്റെ സാധനങ്ങളെല്ലാം പാക്ക് ചെയ്ത് അവൻ സബ്വേ പോലീസിലേക്ക് ജോയിൻ ചെയ്തു. ഈ കാര്യങ്ങളെല്ലാമാണ് സിയൂക്ക് ഇപ്പോൾ ഓർത്തെടുത്തത്. ഇപ്പോഴും അവന്റെ തീരുമാനത്തിന് ഒരു മാറ്റവും ഇല്ല. ഇതറിഞ്ഞപ്പോൾ എക്സ് ഗേൾ ഫ്രണ്ടിന് ആകപ്പാടെ വിഷമമായി. വിഷമത്തോടുകൂടി തന്നെയാണ് അവൾ അവിടെ നിന്ന് പോയതും. സിയൂക്കിന്റെയും കണ്ണുകൾ നിറഞ്ഞിരുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് ഓഫീസിൽ എല്ലാരും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. കൊളീഗ് കുറച്ച് ഫൂട്ടേജുകൾ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്താണ് അവർ യൂനിനെ ആ ഫൂട്ടേജിൽ കാണുന്നത്. ആ സമയം അവളുടെ സൈഡിൽ ആരോ നിൽക്കുന്നതായി അവർ കാണുന്നു. തന്നെ ആരോ ഫോളോ ചെയ്യുന്നുണ്ട് എന്ന കാര്യം യൂനിനെ നല്ല രീതിയിൽ തന്നെ മനസ്സിലായി. എന്നാൽ അവൾ അത് അവരോടൊന്നും പറയാതെ തനിക്കറിയില്ല എന്നും പറഞ്ഞ് അവിടെ നിന്ന് മാറിപ്പോകുന്നു. എന്നാൽ സിയൂക്ക് ഒരു ഫോട്ടോ എടുത്തു വെക്കുന്നുണ്ട്. അവിടെ നിന്ന് സിയൂക്ക് നേരെ ഇറങ്ങുന്നത് സിയൂക്കിന്റെ അമ്മ കിടക്കുന്ന ഹോസ്പിറ്റലിലേക്കാണ്. സിയൂക്കിന്റെ അച്ഛന്റെ കോസ്റ്റ്യൂമിലാണ് സിയൂക്ക് ഇപ്പോൾ ഹോസ്പിറ്റലിൽ നിൽക്കുന്നത്. അങ്ങനെ സിയൂക്ക് അമ്മയെ കാണാൻ വേണ്ടിട്ട് പോകുന്ന സമയത്താണ് ഒരു സ്ത്രീയെ അവൻ ഇടിക്കുന്നത്. ആ സമയത്ത് അവന്റെ ഫോണും താഴെ വീണിരുന്നു. ആ സ്ത്രീ പെട്ടെന്ന് തന്നെ അവന്റെ ഫോൺ എടുത്ത് തുടയ്ക്കുന്നുണ്ട്. എന്നാൽ അവർ അതിൽ ആ ഫോട്ടോ കാണുന്ന സമയത്ത് അവർ പെട്ടെന്ന് തന്നെ പേടിക്കുന്നു. എന്തിനാണ് ഇവർ ഇങ്ങനെ പേടിക്കുന്നതെന്ന് നമുക്ക് പിന്നീട് മനസ്സിലാവും. അതേസമയം എക്സ് ഗേൾ ഫ്രണ്ടും പാർട്ട്ണറും കൂടി കൊലക്കേസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. കൊലയാളി ഒരു ഫോൺ ബൂത്തിൽ നിന്നാണ് എല്ലാവരെയും വിളിച്ചുകൊണ്ടിരുന്നത്. ആ ഫോൺ ബൂത്തിന്റെ അടുത്താണ് അവരെല്ലാം അന്വേഷിക്കുന്നത്. ആ സ്ഥലത്ത് ഒരു ക്യാമറ പോലും ഇല്ല. കൊലയാളിയെ ആരെങ്കിലും കണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് അവർ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. അതേസമയം ആ ഫോൺ ബൂത്തിന്റെ അതുവഴി ഒരാള് ജോഗിങ്ങും ചെയ്യുന്നുണ്ട്. അതേസമയം യു ആണെങ്കിൽ ആ ടണലിന്റെ അകത്ത് തന്നെയാണ്. ഒരു റൂം കണ്ടിരുന്നെന്ന് പറഞ്ഞില്ലേ, ആ റൂമിനകത്ത് കയറി പരിശോധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു യു. അങ്ങനെ യു അവിടെ എല്ലാം പരിശോധിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അവിടെ ഒരു പാസേജ് അവൾ കാണുന്നത്. എന്നാൽ യു ബ്ലൂ പ്രിന്റ് നോക്കുന്ന സമയത്ത് അവിടെ അങ്ങനെ ഒരു പാസേജ് അതിൽ കാണിക്കുന്നില്ല. ഒരു പക്ഷേ ഇതിനകത്തായിരിക്കും സബ്വേ ഗോസ്റ്റ് ഉള്ളത്. അതെല്ലാം നമുക്ക് പിന്നീട് കാണാം. പിന്നീട് നമ്മൾ കാണുന്നത് ഇവര് നാലുപേരും ചേർന്നുകൊണ്ടുള്ള ഒരു മീറ്റിംഗ് ആണ്. പുതിയതായി ഇനി അവർ എന്തൊക്കെ ചെയ്യണം എന്നൊക്കെയാണ് അവർ ഈ മീറ്റിംഗിൽ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവരെ പോലെ ഒരുപാട് സബ്വേ പോലീസ് ഉണ്ട്. അവരെക്കാട്ടിലും എല്ലാം നല്ല പെർഫോമൻസ് ഇവർക്ക് കാഴ്ചവെക്കണം. അതിനുവേണ്ടി എന്തൊക്കെ ചെയ്യണം എന്നാണ് അവർ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ആ സമയം ഈ കൊച്ചു ചെറുക്കൻ എന്താണ് ചെയ്യുന്നതെന്ന് അറിയാവോ? അവൻ ഇവിടെ നടക്കുന്നതെല്ലാം വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തിനാണ് വീഡിയോ ചെയ്യുന്നത് എന്ന് അവര് തിരക്കുന്നു. വ്ലോഗ് ചെയ്യുന്നത് കൊണ്ട് തന്നെ അത് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് അവന് പണം ലഭിക്കും എന്നുള്ള കാര്യമെല്ലാം അവൻ പറയുന്നു. ആ സമയം തന്നെയാണ് അവൻ മറ്റൊരു വ്ലോഗറിനെ കുറിച്ച് പറയുന്നത്. അത് ഒരു പെൺകുട്ടിയുടെ വ്ലോഗ് ആയിരുന്നു. എന്നാൽ അവളുടെ അവസാന വീഡിയോയിൽ എന്തോ മിസ്റ്റീരിയസ് ആയി സംഭവിച്ചിട്ടുണ്ട് എന്നൊക്കെ അവൻ പറയുന്നു. ഒരു പാർട്ടിക്ക് ശേഷം അവൾ സബ്വേ സ്റ്റേഷനിൽ വന്ന് ട്രെയിൻ കയറുന്നതായി ആ വീഡിയോയിൽ കാണിക്കുന്നു. അതിനുശേഷം അവൾ വീട്ടിലും എത്തുന്നുണ്ട്. വീട്ടിലെത്തിയ അവൾ എന്തോ കണ്ട് പേടിച്ച് താഴെ വീഴുന്നു. അവിടെ വെച്ച് ആ വീഡിയോ കട്ടായി. അവൾ ഈ വീഡിയോ അപ്ലോഡ് ചെയ്തത് 2 ആഴ്ച മുന്നെയാണ്. ഇതിനുശേഷം അവളുടെ ചാനലിൽ ഒരു വീഡിയോയും വന്നിട്ടില്ല. അവളെ ആരെങ്കിലും കിഡ്നാപ്പ് ചെയ്തോ, അവൾക്ക് എന്തെങ്കിലും അപകടം പറ്റിയോ എന്നൊക്കെ അവൻ പറയുന്നു. ഇത് കണ്ടപാടെ ഇതിനെക്കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് യു തയ്യാറാവുന്നു. എന്നാൽ സിയൂക്ക് അതിനെ സമ്മതിക്കുന്നില്ല. മര്യാദയ്ക്ക് അണ്ടർ കവറിന് തന്റെ കൂടെ വന്നോണം എന്നൊക്കെ സിയൂക്ക് പറഞ്ഞ് അവളെ അവിടെ നിന്ന് വിളിച്ചോണ്ട് പോകുന്നു. അങ്ങനെ അവര് 4 പേരും വേറൊരു കോസ്റ്റ്യൂമിൽ അണ്ടർ കവറിനായി സബ്വേയിൽ എത്തിച്ചേരുന്നു. അതേസമയം ആ സബ്വേയിൽ വേറെ കുറച്ച് സബ്വേ പോലീസുകാർ കൂടി ഉണ്ടായിരുന്നു. അവരും അണ്ടർ കവറിലാണ്. അങ്ങനെ ഇവര് രണ്ടുപേരും തമ്മിൽ കോമ്പറ്റീഷൻ ആണ്. ഏത് ടീമാണ് ഏറ്റവും കൂടുതൽ കുറ്റവാളിയെ പിടിക്കുന്നത് എന്ന കോമ്പറ്റീഷൻ. അങ്ങനെ നമ്മുടെ ടീമാണെങ്കിൽ അവിടെയുള്ള എല്ലാവരെയും നിരീക്ഷിക്കുന്നു. അങ്ങനെ അവർക്ക് അതിൽ ഒരാളെ സംശയം തോന്നി. അയാളുടെ കയ്യിലിരിക്കുന്ന ബോക്സിൽ ഒരു സ്പൈ ക്യാമറയാണ്. ഇത് സിയൂക്ക് പെട്ടെന്ന് തന്നെ യൂനിനോട് പറയുന്നു. യൂൻ അയാളെ അറസ്റ്റും ചെയ്യുന്നുണ്ട്. പിന്നീട് അവർ നോക്കുമ്പോൾ ഒരാള് പെൺകുട്ടികളുടെ മോശമായ ഫോട്ടോസ് എല്ലാം എടുക്കുന്നു. യു പെട്ടെന്ന് തന്നെ അയാളെ ഫോളോ ചെയ്യുന്നു. അയാളാണെങ്കിൽ നേരെ ഓടി ചെല്ലുന്നത് മറ്റേ ടീമിന്റെ അടുത്തേക്കാണ്. മറ്റേ ടീം മെമ്പേഴ്സ് ആണെങ്കിൽ അയാളെ പേടിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുന്നു. എന്നാൽ യു ആണെങ്കിൽ പെട്ടെന്ന് തന്നെ വന്ന് അയാളെ ഹാൻഡ് കഫ് ചെയ്യുന്നു. മറ്റേ ടീമിനാണെങ്കിൽ ഇതൊന്നും അത്രയ്ക്ക് പിടിച്ചിട്ടില്ല. അങ്ങനെ സിയൂക്കും യുവും ജോലിയെല്ലാം കഴിഞ്ഞ് സബ്വേ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങുന്ന സമയത്താണ് എക്സ് ഗേൾ ഫ്രണ്ടും പാർട്ട്ണറും അങ്ങോട്ടേക്ക് എത്തുന്നത്. പാർട്ട്ണർ ആണെങ്കിൽ യൂനിനോട് ഒരു കാര്യം പറയാനുണ്ട് എന്നും പറഞ്ഞ് യൂനിനെ അവിടെ നിന്ന് കൊണ്ടുപോകുന്നു. സിയൂക്കിനാണെങ്കിൽ യു
യൂനിനെ അവന്റെ കൂടെ വിടാൻ ഒരു താല്പര്യവും ഇല്ല. പാർട്ണർ ആണെങ്കിൽ യൂനിനോട് ആ ടണലിൽ അന്വേഷിക്കുന്നുണ്ടോ എന്നെല്ലാം തിരക്കുന്നു. ശരിക്കും ഈ മർഡർ കേസ് എല്ലാം അന്വേഷിക്കുന്നത് ഇവരാണ്. എന്നാൽ ഇവർ ഇതുവരെ ആ ടണലിൽ അന്വേഷിച്ചിട്ടില്ല. കാരണം ബോഡി അതുവഴി കൊണ്ടുവരാൻ കുറച്ച് പാടാണ്. അതുകൊണ്ട് തന്നെയാണ് അവർ അവിടെ അന്വേഷിക്കാതിരുന്നതും. ഇപ്പോഴും അവിടെ അന്വേഷിച്ചിട്ട് കാര്യമില്ല എന്നാണ് അവർ പറയുന്നത്. എന്നാൽ യു അതൊന്നും കേൾക്കുന്നില്ല. 2 വർഷം മുന്നേ തന്നെ അവളുടെ സിസ്റ്റർ മിസ്സായ കാര്യം അവൾ ഇവരോട് പറഞ്ഞതാണ്. എന്നാൽ അവളുടെ സിസ്റ്ററിന്റെ ബോഡി കിട്ടാഞ്ഞതുകൊണ്ട് തന്നെ അവർ ഇത് വലിയ കാര്യമാക്കിയെടുത്തില്ല. അങ്ങനെ പാർട്ണർ അവളെ അവരുടെ ടീമിലേക്ക് ക്ഷണിക്കുന്നു. എന്നാൽ യൂനിന് അവരുടെ ടീമിലേക്ക് പോകാൻ താല്പര്യമില്ലായിരുന്നു. അവരാണ് ഈ കേസ് അന്വേഷിക്കുന്നതെങ്കിലും അവൾ അവരുടെ ടീമിലേക്ക് പോകുന്നില്ല. കാര്യം ഇപ്പോഴും അവൾ വിശ്വസിക്കുന്നത് ടണലിലാണ് സബ്വേ ഗോസ്റ്റ് ഉള്ളത് എന്നാണ്. എന്നാൽ ഈ ടീമാണെങ്കിൽ ടണലിൽ ഒന്ന് അന്വേഷിക്കുന്നു പോലുമില്ല. അതുകൊണ്ട് അവൾ ഈ ടീമിൽ കയറുന്നില്ല എന്നും പറഞ്ഞ് അവിടെ നിന്ന് പോകുന്നു. അങ്ങനെ ആകപ്പാട് അവരുടെ രണ്ടുപേരുടെ മൂഡേ പോയി. എക്സ് ഗേൾഫ്രണ്ടിനെ മീറ്റ് ചെയ്തുകൊണ്ടാണ് നമ്മുടെ സിയൂക്കിന്റെ മൂഡ് പോയത്. ആ സമയത്താണ് അവിടെ ഒരു പാർട്ടി നടക്കുന്നത് അവർ കാണുന്നത്. അങ്ങനെ സിയൂക്ക് അവളെ വിളിച്ചുകൊണ്ട് ആ പാർട്ടിയിലേക്ക് പോകുന്നു. അങ്ങനെ അവർ രണ്ടുപേരും അവിടെ നല്ല രീതിയിൽ എൻജോയ് ചെയ്യുന്നുണ്ട്. ഹാപ്പിയായി തന്നെ ഇരുന്ന് അവർ ഡാൻസ് എല്ലാം ചെയ്യുന്നു. അങ്ങനെ അവർ രണ്ടുപേരും അവിടെ നിന്ന് നേരെ ചെല്ലുന്നത് ഡ്രിങ്ക്സ് അടിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ രണ്ടുപേരുടെ ഉള്ളിൽ എന്തൊക്കെയോ ഫീലിങ്സ് ഉണ്ട്. അത് രണ്ടുപേർക്കും മനസ്സിലാവുന്നുണ്ട്. അങ്ങനെ ഡ്രിങ്ക്സ് അടിയെല്ലാം കഴിഞ്ഞ് അവർ രണ്ടുപേരും ട്രെയിനിലേക്കാണ് കയറുന്നത്. യൂനിനാണെങ്കിൽ ബോധവും ഇല്ല. സിയൂക്ക് അവളെ കെയർ ചെയ്താണ് കൊണ്ടുപോകുന്നത്. അങ്ങനെ അവർ അവിടെ ഇരിക്കുന്ന സമയത്താണ് ഒരാൾ അങ്ങോട്ടേക്ക് കയറി വരുന്നത്. അയാളെ കാണുമ്പോൾ തന്നെ സിയൂക്കിന് എന്തൊരു വശപ്പിശകു തോന്നി. സിയൂക്ക് ആണെങ്കിൽ ഉറങ്ങുന്നത് പോലെ അവിടെ അഭിനയിച്ചു കിടന്നു. അതേസമയം അയാൾ ഷോർട്ട് ഹെയർ ആയിട്ടുള്ള ഒരു പെൺകുട്ടിയുടെ അടുത്ത് വന്നിരിക്കുന്നു. പുള്ളിക്കാരിയും നല്ല ഉറക്കത്തിലാണ്. അങ്ങനെ അയാൾ അവളുടെ ബാഗിൽ നിന്ന് അവളുടെ ഒരു പേഴ്സ് അടിച്ചു മാറ്റുന്നു. അവളുടെ ബാഗിൽ ഒരുപാട് സാധനങ്ങൾ ഉണ്ടെങ്കിലും അതിൽ നിന്ന് പേഴ്സ് മാത്രമാണ് അവൻ അടിച്ചു മാറ്റുന്നത്. ഇത് സിയൂക്കും കാണുന്നുണ്ടായിരുന്നു. അങ്ങനെ സിയൂക്ക് അയാളെ ഫോളോ ചെയ്തു. താൻ പോലീസ് ആണെന്നും നിങ്ങളുടെ ബാഗ് കാണിക്കാനൊക്കെ സിയൂക്ക് ആവശ്യപ്പെട്ടു. എന്നാൽ അയാൾ ബാഗ് കാണിക്കുന്നത് പോലെ വന്നിട്ട് സിയൂക്കിനെ അടിക്കുന്നു. എന്നിട്ട് പെട്ടെന്ന് തന്നെ അയാൾ ആ ട്രെയിനിൽ കൂടെ ഓടുന്നു. സിയൂക്കും അയാളെ ഫോളോ ചെയ്യുന്നുണ്ട്. പെട്ടെന്ന് തന്നെ ഒരു സ്റ്റേഷൻ എത്തിയതും അയാൾ പുറത്തേക്ക് പോകുന്നു. ഇത് കണ്ട സിയൂക്കും പെട്ടെന്ന് തന്നെ ആ ട്രെയിനിൽ നിന്ന് ഇറങ്ങി. എന്നാൽ അയാളാണെങ്കിൽ മറ്റൊരു ഡോർ വഴി അകത്തേക്ക് കയറി. ഇത് സിയൂക്ക് തീരെ പ്രതീക്ഷിച്ചിരുന്ന കാര്യമല്ല. അപ്പോഴേക്കും ആ ട്രെയിനിന്റെ എല്ലാ ഡോറുകളും അടഞ്ഞിരുന്നു. സിയൂക്കിനാണെങ്കിൽ ഇനി എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അപ്പോഴാണ് യു ട്രെയിനിന്റെ അകത്ത് തന്നെയാണ് ഉള്ളത് എന്നുള്ള കാര്യം അവൻ ഓർക്കുന്നത്. പെട്ടെന്ന് തന്നെ സിയൂക്ക് യൂനിനെ വിളിച്ച് കാര്യങ്ങളെല്ലാം പറയുന്നു. അയാളെ പിടിക്കാൻ നോക്കരുതെന്നും അയാളുടെ കയ്യിൽ ആയുധമുണ്ട് എന്നൊക്കെ സിയൂക്ക് പ്രത്യേകം അവളോട് പറയുന്നുണ്ട്. അവൾക്കാണെങ്കിൽ എങ്ങനെയെങ്കിലും അയാളെ പിടിക്കണം എന്ന് തന്നെയാണ്. എന്നാലും സിയൂക്ക് പറഞ്ഞതുകൊണ്ട് തന്നെ അവൾ അവിടെ അടങ്ങിയിരിക്കുന്നു. അങ്ങനെ അയാൾ പേഴ്സ് അടിച്ചു മാറ്റിയ പെൺകുട്ടിയെ കൊണ്ട് യു സിയൂക്കിന്റെ മുന്നിലെത്തുന്നു. അവർ മൂന്നുപേരും സബ് സ്റ്റേഷനിൽ പോയി ആ പെൺകുട്ടിയുടെ കയ്യിൽ നിന്ന് പരാതി എഴുതി മേടിക്കുന്നു. അവർക്ക് അവിടെ കുറച്ച് പരാതികൾ കൂടി വന്നിരുന്നു. സബ്വേയിൽ വെച്ച് 3 പെൺകുട്ടികളുടെയും കൂടെ പേഴ്സ് കാണാതായിരുന്നു. അവരാണ് പരാതി നൽകിയതും. അങ്ങനെ സിയൂക്കും യുവും നേരെ ചെല്ലുന്നത് ആ പെൺകുട്ടികളെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അവർ ആദ്യത്തെ പെൺകുട്ടിയെ മീറ്റ് ചെയ്യുന്നു. അവളുടെ ബാഗിൽ സ്വർണവും അതേപോലെ തന്നെ ഒരുപാട് പൈസയും ഉണ്ടായിരുന്നു. എന്നിരുന്നാലും അയാൾ അവളുടെ പേഴ്സ് മാത്രമാണ് അടിച്ചു മാറ്റിയത്. ഈ കാര്യങ്ങളെല്ലാം ആ പെൺകുട്ടി ഇവരോട് പറയുന്നു. ഈ പെൺകുട്ടിയെ കാണുമ്പോൾ തന്നെ അറിയാം ഇവൾ എന്തൊക്കെയോ ഒളിപ്പിക്കുന്നുണ്ട്. അവൾ ആകപ്പാടെ വിഷമത്തിലാണ് അവിടെ നിൽക്കുന്നതും അവരോട് സംസാരിക്കുന്നതും. അങ്ങനെ സിയൂക്കുയും രണ്ടാമത്തെ പെൺകുട്ടിയെ കാണാനായി പോകുന്നു. എന്നാൽ അവരവിടെ ചെന്നെങ്കിലും ആ പെൺകുട്ടി അവിടെ ഉണ്ടായിരുന്നില്ല. ഇവിടെ താമസിക്കുന്ന മറ്റൊരാൾ പറഞ്ഞിട്ടാണ് ഇവിടെ ആരുമില്ല എന്നുള്ള കാര്യം അവർ മനസ്സിലാക്കുന്നത്. കഴിഞ്ഞ ദിവസം ഈ പെൺകുട്ടിയെ അന്വേഷിച്ച് ഇവിടെ പോലീസുകാർ വന്നിരുന്നു എന്നൊക്കെ ഈ സ്ത്രീ പറയുന്നു. അങ്ങനെ സംശയം തോന്നിയ സിയൂക്ക് ഈ പെൺകുട്ടി ആരാണെന്നുള്ള കാര്യം ഇവരോട് ചോദിച്ചു. നമ്മുടെ കൊളീഗ് ആണെങ്കിൽ വ്ലോഗ് ചെയ്ത ഒരു പെൺകുട്ടിയെ കുറിച്ച് പറഞ്ഞിരുന്നില്ലേ, ആ പെൺകുട്ടി തന്നെയാണ് ഈ പെൺകുട്ടിയും. പുള്ളിക്കാരി ഒരു വ്ലോഗർ ആണ് എന്നുള്ള കാര്യമെല്ലാം ഇവർ പറയുന്നു. സിയൂക്ക് അവന് ഡൗട്ടുള്ള ആ വ്ലോഗറിന്റെ ഫോട്ടോ കാണിച്ചിട്ട് ഈ പെൺകുട്ടിയാണോ ഇവിടെ താമസിക്കുന്നത് എന്ന് തിരക്കി. അതെ, ഈ പെൺകുട്ടി തന്നെയാണ് ഇവിടെ താമസിക്കുന്നത് എന്നവർ പറയുന്നു. ഇവിടെ വന്ന് ഈ പെൺകുട്ടിയെ കുറിച്ച് അന്വേഷിച്ചത് എക്സ് ഗേൾഫ്രണ്ടും പാർട്ട്ണറും ആണ്. വ്ലോഗർ പെൺകൊച്ചിന്റെ പേഴ്സ് കാണാതായ ആ ദിവസം തന്നെയാണ് അവളെ കാണാതായതും. അവളുടെ പേഴ്സ് അടിച്ചു മാറ്റിയ വ്യക്തിക്കും അവളുടെ മിസ്സിംഗും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നൊക്കെ യു സിയൂക്കിനോട് ചോദിക്കുന്നു. എന്നാൽ സിയൂക്കിന് എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്ന് മനസ്സിലാവുന്നില്ല. സിയൂക്കിന് മനസ്സിലായി യു എന്തായാലും ഈ കേസിന് പുറകിന് പോവെന്ന്. എന്നാൽ മര്യാദയ്ക്ക് ആ പേഴ്സ് അടിച്ചു മാറ്റിയ വ്യക്തിയെ മാത്രം അന്വേഷിച്ചാൽ മതി, മിസ്സിംഗ് കേസ് ഒന്നും അന്വേഷിക്കേണ്ട എന്നും പറഞ്ഞ സിയൂക്ക് അവളെ അവിടെ നിന്നും കൊണ്ടുപോകുന്നു. അങ്ങനെ അവർ കേസിനെ പറ്റി ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സിയൂക്ക് ആണെങ്കിൽ അന്വേഷിച്ചതിനെ പറ്റിയെല്ലാം ഒരു ഫയലിൽ സൂക്ഷിച്ചു വെക്കുന്നു. ആ സമയമാണ് അങ്ങോട്ടേക്ക് അവർക്ക് ഫുഡുമായി ഒരാൾ വരുന്നത്. അയാൾ അവർക്ക് ഫുഡെല്ലാം കൊടുത്തിട്ട് അവിടെ നിന്ന് പോകുന്നു. അതേസമയം നമുക്ക് മറ്റു രണ്ടുപേരെ കൂടെ കാണാം. അവരുടെ അടുത്തേക്കും ഇതേ ഫുഡ് ഡെലിവറി ചെയ്യുന്ന ആളെത്തി. എന്നാൽ അതിനകത്ത് ഫുഡ് അല്ലായിരുന്നു, സബ്വേയിൽ നിന്ന് അടിച്ചു മാറ്റിയ ഒരു ഫയലായിരുന്നു അത്. അതായത് സിയൂക്ക് മുന്നേ നോക്കിയ ഫയൽ കണ്ടില്ലേ, അതേ ഫയല് തന്നെ. ഇവര് മൂന്നുപേരും എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. അവരുടെ ക്യാപ്റ്റനാണ് ഈ റെഡ് തൊപ്പിയിട്ടവൻ.
അവൻ. അവര് മൂന്നുപേരും കൂടി ആ ഫയലെല്ലാം നോക്കുന്നു. അതേസമയം സിയുക്ക് ഫുഡെല്ലാം കഴിച്ചിട്ട് ഫയൽ നോക്കുന്ന സമയത്താണ് അവിടെ ഫയൽ ഇല്ല എന്നുള്ള കാര്യം അവൻ മനസ്സിലാക്കുന്നത്. സിയുക്ക് ആണെങ്കിൽ അത് അവിടെയെല്ലാം അന്വേഷിക്കുന്നുണ്ട്. ഇത് ആരെങ്കിലും എടുത്തുകൊണ്ട് പോവും എന്ന് അവർ ചിന്തിക്കുന്നില്ലല്ലോ. അതുകൊണ്ട് തന്നെ ആ രണ്ട് കൊളീഗ്സിനോട് കേസ് ഫയൽ അന്വേഷിക്കാൻ പറഞ്ഞിട്ട് സിയുക്ക് അവിടെ നിന്ന് പോകുന്നു. സിയുക്ക് നേരെ ചെല്ലുന്നത് എക്സ് ഗേൾ ഫ്രണ്ടിനെ കാണാൻ വേണ്ടിയിട്ടാണ്. മിസ്സിംഗ് ആയ വ്ലോഗറിനെ പറ്റി തിരക്കിയത് എക്സ് ഗേൾ ഫ്രണ്ട് അല്ലേ. അപ്പോൾ ആ പെൺകുട്ടിയുടെ പേഴ്സും കാണാതായി എന്നുള്ള കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ സിയുക്ക് അങ്ങോട്ടേക്ക് എത്തിയത്. ഇതും സബ്വേ ഗോസ്റ്റും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നൊക്കെ അവർ ഡിസ്കസ് ചെയ്യുന്നു. ആ സമയത്താണ് എന്തോ ഒരു ഫുട്ടേജും കിട്ടിയെന്നും പറഞ്ഞ് പാർട്ട്ണർ അങ്ങോട്ടേക്ക് എത്തുന്നത്. അതിൽ വ്ലോഗറിന്റെ അടുത്തേക്ക് ആരോ വരുന്നത് പോലെയാണ് കാണിക്കുന്നത്. എന്നാൽ ആരാണ് വരുന്നത് എന്ന് കൃത്യമായി അതിൽ കാണിക്കുന്നില്ല. പുറയിലുള്ള ഒരു കണ്ണാടിയിൽ നിന്ന് റിഫ്ലക്ഷൻ അവർ കാണുന്നു. അതിൽ ആ വ്യക്തി ഒരു തൊപ്പി വെച്ചതായി അവർക്ക് മനസ്സിലായി. ഇതേ തൊപ്പി വെച്ച ആളെയാണ് കഴിഞ്ഞ ദിവസം സിയുക്കും കണ്ടത്. അതായത് ഒരു പെൺകുട്ടിയുടെ പേഴ്സ് അടിച്ചു മാറ്റുന്നത് കണ്ടില്ലേ, അയാൾ തന്നെയാണ് ഇപ്പോൾ ആ ബ്ലോഗർ പെൺകുട്ടിയുടെ വീട്ടിലെത്തിയത് എന്നുള്ള കാര്യം അവർ മനസ്സിലാക്കി. അതേസമയം യു ആണെങ്കിൽ സ്റ്റേഷനിലാണ് ഉള്ളത്. അവൾ ഒറ്റയ്ക്കാണ് ആ സ്റ്റേഷനിൽ ഇരിക്കുന്നത്. അവളാണെങ്കിൽ തന്റെ സിസ്റ്ററിന്റെ മിസ്സിംഗിനെ പറ്റിയാണ് അന്വേഷിക്കുന്നതും. എന്നാൽ ആ സമയത്താണ് പെട്ടെന്ന് തന്നെ അവിടെ കറണ്ട് പോകുന്നത്. ആ സമയത്ത് അവൾ ആരോ വരുന്ന ശബ്ദവും കേൾക്കുന്നു. ആരോ ഇവിടെ ഉണ്ട് എന്നുള്ള കാര്യം അവൾ മനസ്സിലാക്കി. പേടിച്ചാണ് യു ഡോറിന്റെ അടുത്തേക്ക് എത്തുന്നത്. എന്നാൽ അവൾ ഡോറ് തുറക്കുന്നതിന് മുന്നേ തന്നെ ആരോ ഡോറ് തുറക്കുന്നു. യൂനിന് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അവൾ ആകെപ്പാട് പേടിച്ചാണ് നിൽക്കുന്നത്. വന്ന ആളാണെങ്കിൽ യൂനിന്റെ കഴുത്തിന് പിടിക്കുന്നു. കഴുത്തിന് പിടിച്ച് അവളെ ഉപദ്രവിക്കുമൊന്നുമല്ല, ജസ്റ്റ് അവളുടെ കഴുത്തിന് മാത്രം പിടിക്കുന്നതേ ഉള്ളൂ. കഴുത്തിന് പിടിച്ചതിന് ശേഷം അയാൾ അവിടെ നിന്ന് പോകുന്നു. യു ആണെങ്കിൽ ആകെപ്പാട് സ്റ്റക്ക് ആയിട്ടാണ് അവിടെ നിൽക്കുന്നത്. അയാളാണെങ്കിൽ പോകുന്ന സമയത്ത് ആ ഡോറ് ലോക്ക് ചെയ്തിട്ടാണ് പോകുന്നതും. യൂനിന് അയാളുടെ പുറവിന് പോകണമെന്നുണ്ടെങ്കിലും പേടി കാരണം അവൾക്ക് പോകാൻ സാധിക്കുന്നില്ല. ആരാണ് വന്നതെന്നും അയാൾ എന്താണ് ഇവിടെ ചെയ്തതെന്നും നമുക്ക് പിന്നീട് മനസ്സിലാവും. അങ്ങനെ യു അവിടെ പേടിച്ചിരിക്കുന്ന സമയത്താണ് അങ്ങോട്ടേക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ സിയുക്ക് എത്തുന്നത്. സിയുക്ക് നോക്കുമ്പോൾ യു അവിടെ പേടിച്ച് ഒരു മൂലക്കിരുന്ന് കരയുന്നു. സിയുക്ക് അവളെ നല്ല രീതിയിൽ ആശ്വസിപ്പിക്കുന്നുണ്ട്. യു ആണെങ്കിൽ ഇവിടെ നടന്ന സംഭവങ്ങളൊന്നും അവനോട് പറയുന്നില്ല. യൂനിനെ ആശ്വസിപ്പിച്ചിട്ട് അവളോട് റെസ്റ്റ് ചെയ്യാനെല്ലാം സിയുക്ക് ആവശ്യപ്പെടുന്നു. അതേസമയം യൂനിനെ ഉപദ്രവിച്ചാൽ അയാളുടെ സീക്രട്ട് ആയിട്ടുള്ള സ്ഥലത്തേക്ക് എത്തുന്നു. അവിടെ വെച്ചിരിക്കുന്ന യൂനിന്റെ ഫോട്ടോ അയാൾ ചുരുട്ടിക്കളയുന്നു. ആ സ്ഥലത്ത് നമുക്ക് ഒരു പെട്ടിയും കാണാം. എന്നാലും സിയുക്ക് റെസ്റ്റ് എടുക്കാൻ പറഞ്ഞിട്ട് യു സിയുക്കിന്റെ തോക്കും എടുത്തുകൊണ്ട് നേരെ ആ ടണലിലേക്കാണ് പോകുന്നത്. അവൾ അവിടെ ഒരു പാസേജ് കണ്ടിരുന്നില്ലേ, ആ പാസേജ് ലോക്കായിരുന്നു. അത് തുറക്കാൻ വേണ്ടിയിട്ടാണ് അവൾ ആ തോക്കും കൊണ്ട് അങ്ങോട്ടേക്ക് പോയത്. എന്നാൽ യൂനിന് അത് ചെയ്യാൻ സാധിക്കുന്നില്ല. അവൾക്ക് പേടിയും സങ്കടവും വന്ന് അവൾ അവിടെ നിന്ന് തിരിച്ചു പോകുന്നു. അങ്ങനെ അവൾ തിരിച്ചു പോകുന്ന സമയത്താണ് ആ റെയിൽവേ ട്രാക്കിൽ ഒരു തുണി കിടക്കുന്നത് അവൾ കാണുന്നത്. ഒരു തുണിയുടെ ചെറിയ ഒരു പീസാണ് അവൾ കാണുന്നത്. അവൾ ആ തുണി എടുത്തു വെക്കുന്നുണ്ട്. പിന്നീട് നമ്മൾ അടുത്ത ദിവസമാണ് കാണുന്നത്. യു ആണെങ്കിൽ സിയുക്കിനോട് വന്നിട്ട് തനിക്ക് പാർട്ട്ണറിനെ മാറ്റണം എന്ന് പറയുന്നു. അതായത് സിയുക്കും യു അല്ലേ പാർട്ട്ണർ, അപ്പോൾ യൂനിനെ പാർട്ട്ണർ മാറണം എന്നാണ് പറയുന്നത്. അതായത് സിയുക്ക് അല്ലാതെ മറ്റ് ഏതെങ്കിലും ഒരു പാർട്ട്ണറിനെ തനിക്ക് വേണം എന്നാണ് അവൾ ആവശ്യപ്പെടുന്നത്. എന്നാൽ ഇവൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നതെന്ന് അവന് മനസ്സിലാവുന്നില്ല. സിയുക്കിന് ആദ്യം യൂനിനെ ഇഷ്ടമല്ലായിരുന്നെങ്കിലും ഇപ്പോൾ അവന് യാതൊരു കുഴപ്പവും അവളോടില്ലല്ലോ. അങ്ങനെയുള്ളപ്പോൾ അവൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നതെന്ന് അവന് മനസ്സിലാവുന്നില്ല. യു ആണെങ്കിൽ അവിടെയുള്ള ബാക്കി രണ്ട് കൊളീഗ്സിന്റെ അടുത്ത് ചെന്ന് തന്റെ പാർട്ട്ണർ ആവാവോ എന്നൊക്കെ തിരക്കുന്നു. എന്നാൽ അവരാണെങ്കിൽ ഇതൊന്നും കേൾക്കാത്ത രീതിയിലാണ് നിൽക്കുന്നത്. സിയുക്കിന്റെ യൂനിന്റെ ഇടയിൽ എന്തോ പ്രശ്നം ഉണ്ടായിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇവൾ ഇങ്ങനെയെല്ലാം സംസാരിക്കുന്നത് എന്നാണ് അവർ വിചാരിക്കുന്നത്. അങ്ങനെ സിയുക്ക് യൂനിനെ മാറ്റി നിർത്തി സംസാരിക്കുന്നു. ഇതെല്ലാം നമ്മുടെ രണ്ട് കൊളീഗ്സ് മോളിങ്ങിൽ നിന്ന് കേൾക്കുന്നുണ്ട്. അവർ രണ്ടുപേരും ഇമോഷണൽ ആയിട്ടാണ് അവിടെ നിന്ന് സംസാരിക്കുന്നത്. അതായത് ഒരു കപ്പിൾസ് എങ്ങനെയാണോ ബ്രേക്കപ്പ് ആവുന്നത് ആ രീതിയിലാണ് അവർ അവിടെ നിന്ന് സംസാരിക്കുന്നത്. നിനക്കിത് എന്നോട് എങ്ങനെ ചെയ്യാൻ തോന്നി എന്നൊക്കെയാണ് സിയുക്ക് യൂനിനോട് ചോദിക്കുന്നത്. ഇതെല്ലാം പുറത്തു നിന്ന് കേൾക്കുന്ന കൊളീഗ്സിന് ഇവര് പാർട്ട്നേഴ്സിനെ സ്വിച്ച് ചെയ്യുന്ന കാര്യമാണോ അതോ ബ്രേക്കപ്പ് ആവുന്ന കാര്യമാണോ പറയുന്നത് എന്ന് മനസ്സിലാവുന്നില്ല. നമ്മൾ രണ്ടുപേരും ഇപ്പോൾ ഇമോഷണൽ ആണ്, അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനെപ്പറ്റി പിന്നീട് സംസാരിക്കാം എന്നൊക്കെ സിയുക്ക് പറയുന്നു. ആ വ്ലോഗർ പെൺകുട്ടിയുടെ കേസ് നമുക്ക് അന്വേഷിക്കാം എന്നൊക്കെ സിയുക്ക് പറയുന്നു. യൂനിനാണെങ്കിൽ ആദ്യം മുതലേ തന്നെ ആ പെൺകുട്ടിയുടെ മിസ്സിംഗ് അന്വേഷിക്കണം എന്നല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ കാര്യം കേട്ട് എക്സൈറ്റഡ് ആയി അവൾ സിയുക്കിന്റെ കൂടെ പോകുന്നു. അവർ രണ്ടുപേരും ആദ്യം പോകുന്നത് പേഴ്സ് കാണാനില്ല എന്നും പറഞ്ഞ മൂന്നാമത്തെ പെൺകുട്ടിയുടെ അടുത്തേക്കാണ്. കഴിഞ്ഞ 2 കേസ് കൊടുത്ത പെൺകുട്ടികളെയും ഇവർ കാണാൻ ശ്രമിച്ചിരുന്നു. അതേപോലെ തന്നെ മൂന്നാമത്തെ പെൺകുട്ടിയും അവർ കാണാനായി പോകുന്നു. സിയുക്കും യുവും എത്തുന്നതിന് മുന്നേ തന്നെ അവൾക്ക് ഒരു കോള് വരുന്നു. അവളുടെ പേഴ്സ് കളഞ്ഞു കിട്ടിയിട്ടുണ്ട്, അത് കൊണ്ടുതരാമെന്നാണ് ആ വ്യക്തി പറയുന്നത്. ആ സമയത്ത് തന്നെയാണ് അങ്ങോട്ടേക്ക് സിയുക്കും യുവും എത്തുന്നത്. ആ പേഴ്സിനകത്താണെങ്കിൽ ഈ പെൺകുട്ടി പോകാനിരിക്കുന്ന ഒരു പ്രോഗ്രാമിന്റെ ടിക്കറ്റ് ആണുള്ളത്. ആ ടിക്കറ്റ് പോയതുകൊണ്ടാണ് അവൾ പേഴ്സ് കാണാനില്ല എന്നും പറഞ്ഞ് പോലീസിൽ കംപ്ലൈന്റ് ചെയ്തത്. എന്നാൽ ഇപ്പോൾ തന്റെ പേഴ്സും ടിക്കറ്റും സേഫ് ആണെന്നും അത് മറ്റൊരാൾ തനിക്ക് കൊണ്ടുതരാൻ പോവാണ് എന്നൊക്കെയുള്ള കാര്യം ആ പെൺകുട്ടി ഇവരോട് പറയുന്നു. ആ സമയത്താണ് മറ്റൊരു പെൺകുട്ടി കൂടെ
പേഴ്സ് കാണാനില്ല എന്നും പറഞ്ഞ് കംപ്ലൈന്റ് ചെയ്യുന്നത്. അങ്ങനെ അവർ ആ പെൺകുട്ടിയുടെ വീട്ടിലേക്ക് പോകുന്നു. എന്നാൽ അവർ എത്ര വിളിച്ചിട്ടും ആ പെൺകുട്ടി ഡോർ തുറക്കുന്നില്ല. ഇവിടെ ആരെങ്കിലും ഉണ്ടോ ഇല്ലയോ എന്ന് പോലും അവർക്കറിയില്ല. യു ആണെങ്കിൽ ഒന്നും നോക്കിയില്ല, ആ ഡോർ എങ്ങനെയും കുത്തി തുറക്കാൻ ശ്രമിക്കുന്നു. സിയുക്ക് പെട്ടെന്ന് തന്നെ അവളെ പിടിച്ചു മാറ്റി. അവളുടെ കയ്യിലിരുന്ന കത്തിയും പിടിച്ച് മേടിച്ചിട്ട് അവൻ അവളെ നേരെ കൊണ്ടുപോകുന്നത് സബ്വേ പോലീസ് സ്റ്റേഷനിലേക്കാണ്. അവന്റെ കയ്യിൽ ഇപ്പോഴും അവളുടെ ആ കത്തിയുണ്ട്. അവനാണെങ്കിൽ അത് അവന്റെ ലോക്കറിലിട്ട് പൂട്ടുന്നു. ഇനി അവൾ ഇതേപോലെ ഒന്നും ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് സിയുക്ക് ഇങ്ങനെയെല്ലാം ചെയ്യുന്നത്. അങ്ങനെ അവർ പോലീസ് സ്റ്റേഷനിൽ എത്തിയതിനു ശേഷം മിസ്സായ പെൺകുട്ടിയുടെ ക്രെഡിറ്റ് കാർഡ് ട്രാക്ക് ചെയ്യുന്നു. ആ പെൺകുട്ടി അതെല്ലാം എവിടെയാണ് ഉപയോഗിച്ചത് എന്നറിയാൻ വേണ്ടിയിട്ടാണ് അവർ അങ്ങനെ ചെയ്യുന്നത്. അതിൽ നിന്ന് ആ പെൺകുട്ടി ഇതൊരു സൂപ്പർ മാർക്കറ്റിലാണ് ഉപയോഗിക്കുന്നത് എന്നുള്ള കാര്യം അവർ മനസ്സിലാക്കുന്നു. അങ്ങനെ അവർ സൂപ്പർ മാർക്കറ്റിലെ CCTV എല്ലാം പരിശോധിക്കുന്നു. അതിലവർ ആ പെൺകുട്ടിയെയും കാണുന്നു. അപ്പോഴാണ് അവർക്കെല്ലാം ഒന്ന് ആശ്വാസമായത്. പെൺകുട്ടി ഇപ്പോഴും ജീവനോടെ ഉണ്ടല്ലോ, അതുകൊണ്ടാണ് അവരെല്ലാം ആശ്വസിക്കുന്നത്. അങ്ങനെ സിയുക്കും യുവും അണ്ടർ കവറിൽ ആ സൂപ്പർ മാർക്കറ്റിൽ എത്തുന്നു. അങ്ങനെ സിയുക്കും യുവും അവിടെ ഇരുന്ന് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് യൂനിന് കണ്ണു നേറിയത്. എന്നാൽ സിയുക്ക് അവളെ കെയർ ചെയ്യാൻ നോക്കിയെങ്കിലും അവൾ അവിടെ നിന്ന് എണ്ണീറ്റ് പോവാണ് ചെയ്തത്. അവൾ എന്തുകൊണ്ടോ സിയുക്കിൽ നിന്ന് ഒരു അകലെ വിട്ടാണ് നിൽക്കുന്നത്. അങ്ങനെ യു ഒരു ടിഷ്യൂ പേപ്പർ എടുക്കാൻ പോയ സമയത്താണ് അവർ CCTVയിൽ കൂടെ കണ്ടുപിടിച്ചൊരു പെൺകുട്ടിയിലെ ആ പെൺകുട്ടി സൂപ്പർ മാർക്കറ്റിലേക്ക് എത്തുന്നത്. അങ്ങനെ യു നേരെ ചെന്ന് ആ പെൺകുട്ടിയോട് സംസാരിക്കുന്നു. അങ്ങനെ അവർ മൂന്നുപേരും ഇരുന്ന് സംസാരിക്കുന്നു. എന്നാൽ തന്റെ പേഴ്സ് മാത്രമേ കാണാതായുള്ളൂ എന്നാണ് ആ പെൺകുട്ടി പറയുന്നത്. എന്നാൽ അവൾക്ക് എന്താണ് സംഭവിച്ചതെന്ന് അവൾ ആരോടും പറയുന്നില്ല. അവൾക്ക് എന്തോ കാര്യമായി സംഭവിച്ചിട്ടുണ്ട് എന്ന് ഇവർക്ക് മനസ്സിലായി. അവൾ അവിടെ ഇരുന്ന് പേടിക്കുന്നത് അവർ രണ്ടുപേരും കാണുന്നുണ്ട്. ഇവർക്കാണെങ്കിൽ അവളെ ഫോഴ്സ് ചെയ്ത് ഒന്നും ചോദിക്കാനും സാധിക്കില്ല. ആ സമയത്താണ് സിയൂക്കിന് ഒരു കോള് വരുന്നത്. എക്സ് ഗേൾ ഫ്രണ്ട് ആണ് വിളിച്ചത്. അങ്ങനെ സിയൂക്കും യുവും നേരെ ചെല്ലുന്നത് എക്സ് ഗേൾ ഫ്രണ്ടിനെ കാണാൻ വേണ്ടിയിട്ടാണ്. എന്നാൽ ആ സമയത്ത് യു ആണെങ്കിൽ എക്സ് ഗേൾ ഫ്രണ്ടിന്റെ പാർട്ട്ണറെ മാറ്റി നിർത്തി സംസാരിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം യൂനിന് ടണലിൽ നിന്ന് ഒരു തുണി ലഭിച്ചിരുന്നില്ലേ, ആ തുണി യു ഇപ്പോൾ പാർട്ട്ണറിന് നൽകുന്നു. ഇതിനെപ്പറ്റി ഒന്ന് അന്വേഷിക്കാൻ വേണ്ടിയിട്ടാണ് യു അത് പാർട്ട്ണറിന് നൽകുന്നത്. ആ സമയത്ത് അവൻ അവളോട് തന്റെ പാർട്ട്ണർ ആവാമോ എന്ന് ചോദിക്കുന്നുണ്ട്. എന്നാൽ യു ഇതിനെപ്പറ്റി ഒന്നും അവനോട് സംസാരിക്കുന്നില്ല. അങ്ങനെ അവർ നേരെ ചെല്ലുന്നത് എക്സ് ഗേൾ ഫ്രണ്ടിന്റെ അടുത്തേക്കാണ്. അവരാണെങ്കിൽ മിസ്സായ പെൺകുട്ടികളെ പറ്റിയും പിന്നീട് അവർക്ക് സംഭവിച്ച കാര്യങ്ങളെയൊക്കെ പറ്റിയും അവർ സംസാരിക്കുന്നു. ബാഗിൽ എത്ര വിലപിടിപ്പുള്ള സാധനങ്ങൾ ഉണ്ടെങ്കിലും അയാൾ പേഴ്സ് മാത്രമാണ് അടിച്ചു മാറ്റുന്നത്. പ്രത്യേകിച്ചും ഷോർട്ട് ഹെയർ ആയിട്ടുള്ള പെൺകുട്ടികളെയാണ് അയാൾ ടാർഗറ്റ് ചെയ്യുന്നത്. അതായത് ഒറ്റയ്ക്ക് താമസിക്കുന്ന ഷോർട്ട് ഹെയർ ആയിട്ടുള്ള പെൺകുട്ടികളെ. ഇയാളും സബ്വേ ഗോസ്റ്റും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നൊക്കെ അവർ ഡിസ്കസ് ചെയ്യുന്നു. ഈ പെൺകുട്ടികളുടെ സ്റ്റേറ്റ്മെന്റ് എല്ലാം എടുക്കാൻ വേണ്ടിയിട്ട് മറ്റൊരു ടീമിനെ ഏർപ്പാടാക്കാം എന്നൊക്കെ എക്സ് ഗേൾ ഫ്രണ്ട് പറയുന്നു. എന്നാൽ യു അതിന് സമ്മതിക്കുന്നില്ല. എന്തുകൊണ്ട് ഈ കേസ് നമുക്ക് തന്നെ അന്വേഷിച്ചുകൂടാ എന്നൊക്കെയാണ് അവൾ തിരക്കുന്നത്. എന്നാൽ എക്സ് ഗേൾ ഫ്രണ്ടും പാർട്ട്ണറും സീരിയൽ മർഡർ കേസിന്റെ പുറകെയാണ്, അതായത് സബ്വേ ഗോസ്റ്റിന്റെ പുറകെ. അതേപോലെ സിയുക്കും യു ഒക്കെ ആണെങ്കിൽ സബ്വേയിൽ നടക്കുന്ന ചെറിയ ചെറിയ കേസുകളാണ് അന്വേഷിക്കുന്നത്. അതായത് പോക്കറ്റടിയും പെൺകുട്ടികളെ ഉപദ്രവിക്കല് അങ്ങനെയൊക്കെയുള്ള കേസുകൾ. അവരവരുടെ ജോലി അവരവര് നോക്കിയാൽ മതി എന്നൊക്കെ എക്സ് ഗേൾ ഫ്രണ്ട് പറയുന്നു. ആ സമയത്താണ് അവരുടെ ചീഫ് അങ്ങോട്ടേക്ക് എത്തുന്നത്. ചീഫ് ആണെങ്കിൽ വന്ന് നമ്മുടെ എക്സ് ഗേൾ ഫ്രണ്ടിനെയാണ് വഴക്ക് പറയുന്നത്. ഇനി അവർക്ക് 2 മാസം കൂടി ഉള്ളൂ ആ കേസ് അന്വേഷിക്കാനായി. അതിനു മുന്നേ തന്നെ ആ സബ്വേ ഗോസ്റ്റിനെ അവർ അറസ്റ്റ് ചെയ്യണം. അതേപോലെ തന്നെ സിയുക്കാണെങ്കിൽ ഓരോ പോക്കറ്റടിക്കാരെയാണ് കണ്ടുപിടിക്കേണ്ടത്. മര്യാദയ്ക്ക് ആ ജോലിയെല്ലാം നല്ല രീതിയിൽ ചെയ്യണം എന്നൊക്കെ ചീഫ് പറയുന്നു. എന്നാൽ ചീഫ് ആണെങ്കിൽ യൂണിനെ മാത്രം ഒന്നും പറയുന്നില്ല. എടുത്തു ചാടി ഒന്നും ചെയ്യരുത് എന്ന് മാത്രമാണ് പറയുന്നത്. കാരണം അവർക്ക് യൂണിനെ കാണുമ്പോൾ അവരായി തന്നെയാണ് തോന്നുന്നത്. അങ്ങനെ ചീഫ് അവരെ രണ്ടുപേരെയും വഴക്ക് പറഞ്ഞ് അവിടെ നിന്ന് പോകുന്നു. ചീഫ് അവരെ രണ്ടുപേരെയും വഴക്ക് പറഞ്ഞെങ്കിലും ചീഫിന് അവരെ നല്ല വിശ്വാസമുണ്ട്. അവരെത്രയും പെട്ടെന്ന് ഇതെല്ലാം സോൾവ് ചെയ്യും എന്ന് ചീഫും വിചാരിക്കുന്നു. അങ്ങനെ അവർ 4 പേരും അവിടെ നിന്ന് ഇറങ്ങി നേരെ ഒരു ലിഫ്റ്റിലേക്കാണ് കയറുന്നത്. ആ ലിഫ്റ്റിൽ കയറിയ പാടെ നമുക്ക് നമ്മുടെ പാർട്ട്ണറിനെ സ്വിച്ച് ചെയ്തൂടെ എന്ന് പാർട്ട്ണർ എല്ലാരോടും ചോദിക്കുന്നു. അങ്ങനെ അവൻ യൂനിനോട് തന്റെ പാർട്ട്ണർ ആവാവോ എന്ന് തിരക്കി. എന്നാൽ ഇത് കേട്ടിട്ട് സിയൂക്കൻ ആകെപ്പാട് ദേഷ്യമാണ് വന്നത്. നീ എന്താണ് ഈ പറയുന്നത് എന്നും ചോദിച്ചുകൊണ്ട് സിയൂക്ക് അവനോട് ദേഷ്യപ്പെടുന്നു. സിയൂക്ക് അത് തടയാൻ ശ്രമിച്ചെങ്കിലും യു അതൊന്നും കേട്ടില്ല. യു ആണെങ്കിൽ ആ ഓഫർ സമ്മതിക്കുകയും ചെയ്തു. അങ്ങനെ ഇപ്പോൾ പാർട്ട്ണറിന്റെ കൂടെ യുവും സിയൂക്കിന്റെ കൂടെ എക്സ് ഗേൾ ഫ്രണ്ടും ആണ് ഉള്ളത്. പാർട്ട്ണറും യുവും ഒരുമിച്ചാണ് സ്കൂട്ടറിൽ യാത്ര ചെയ്യുന്നത്. അതേപോലെ തന്നെ സിയൂക്കും എക്സ് ഗേൾ ഫ്രണ്ടും ഒരുമിച്ചാണ്. സിയൂക്കും എക്സ് ഗേൾ ഫ്രണ്ടും നേരെ ചെല്ലുന്നത് രണ്ടാമത്തെ പെൺകുട്ടിയെ കാണാൻ വേണ്ടിയിട്ടാണ്. അതായത് സിയൂക്കും യുവും സൂപ്പർ മാർക്കറ്റിൽ വെച്ച് സംസാരിച്ച അതേ പെൺകുട്ടിയുടെ വീട്ടിലേക്കാണ് ഇപ്പോൾ സിയൂക്കും എക്സ് ഗേൾ ഫ്രണ്ടും പോകുന്നത്. എക്സ് ഗേൾ ഫ്രണ്ട് ആണെങ്കിൽ യൂനിനെ പോലെ സമാധാനമായിട്ടൊന്നുമല്ല എടുത്തു ചാടിയാണ് ഓരോ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. അയാൾ നിന്നെ ഉപദ്രവിച്ചിട്ടുണ്ടോ എന്നൊക്കെ ഡയറക്റ്റായി തന്നെ എക്സ് ഗേൾ ഫ്രണ്ട് ചോദിക്കുന്നു. പെൺകുട്ടിയാണെങ്കിൽ ആകെപ്പാട് പേടിച്ചു പോയിട്ടുണ്ട്. അവൾക്ക് കേസ് കൊടുക്കാനൊക്കെ പേടിയാണ്. സൊസൈറ്റി അവളെ വേറൊരു കണ്ണിൽ കൂടെ കാണും എന്ന പേടിയാണ് അവൾക്ക്. അതുകൊണ്ട് തന്നെ ആ പെൺകുട്ടിയെ കഥവടച്ച് അകത്തേക്ക് കയറി പോകുന്നു. ഉപദ്രവിക്കപ്പെട്ട പെൺകുട്ടികളുടെ പോസ്റ്റിന്റെ അടിയിൽ വന്ന കമന്റ്സ് എല്ലാം ആ പെൺകുട്ടി വായിക്കുന്നുണ്ട്. അങ്ങനെ സിയൂക്കും എക്സ് ഗേൾ ഫ്രണ്ടും തിരിച്ചു പോകുന്നു. അതേസമയം യുവും പാർട്ണറും നേരെ ചെല്ലുന്നത്
ചെല്ലുന്നത് വ്ലോഗർ പെൺകുട്ടിയുടെ അടുത്തേക്കാണ്. യു ആണെങ്കിൽ സമാധാനിപ്പിച്ചിട്ട് അവൾക്ക് എന്താണ് പറ്റിയത് എന്നൊക്കെ അന്വേഷിക്കുന്നുണ്ട്. എന്നാൽ അവൾക്കും തുറന്നു പറയാനുള്ള ധൈര്യമൊന്നും ഇല്ല. അയാൾ ഈ പെൺകുട്ടികളെ ഉപദ്രവിക്കുന്നത് ആ പെൺകുട്ടികളുടെ തെറ്റുകൊണ്ടൊന്നുമല്ല, അയാൾക്ക് വേണ്ട ശിക്ഷ മേടിച്ചു കൊടുക്കുകയും വേണം, അല്ലെങ്കിൽ ഇതേപോലെ ഒരുപാട് പെൺകുട്ടികളെ അയാൾ ഉപദ്രവിക്കും എന്നൊക്കെ യു പറയുന്നുണ്ട്. എന്നാലും വ്ലോഗർ പെൺകുട്ടി അവരെ അവിടെ നിന്ന് പറഞ്ഞയക്കുന്നു. എന്നാൽ യു അങ്ങനെയൊന്നും വിടാൻ ഉദ്ദേശിച്ചിട്ടേ ഇല്ല. അവള് രാത്രി മുഴുവൻ ആ പെൺകുട്ടിക്ക് അവിടെ കാവലി കിടക്കുന്നു. അവൾ എപ്പോഴും സേഫ് ആയിരിക്കും, അവളെ ആരും ഒന്നും ചെയ്യില്ല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് യു അന്ന് മുഴുവൻ അവൾക്ക് വേണ്ടിയിട്ട് അവിടെ കിടക്കുന്നത്. അത് മാത്രമല്ല അടുത്ത ദിവസത്തേക്ക് ഫുഡും അവള് മേടിച്ചു കൊടുക്കുന്നുണ്ട്. അതിന്റെ കൂട്ടത്തിൽ ഒരു ക്യാൻഡിലും യു മേടിച്ചു കൊടുത്തു. വ്ലോഗർ പെൺകുട്ടിക്ക് നല്ല ഉറക്കക്കുറവുണ്ട് എന്നുള്ള കാര്യം യുവിന് മനസ്സിലായി. അതേപോലെ ഒരു ട്രോമയിലല്ലേ അവൾ കടന്നു പോകുന്നത്. നന്നായിട്ട് ഉറക്കം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒരു ക്യാൻഡിൽ അവൾ മേടിച്ചു കൊടുത്തതും. അങ്ങനെ വ്ലോഗർ പെൺകുട്ടി യു മേടിച്ചു കൊടുത്ത ക്യാൻഡിലെല്ലാം കത്തിച്ച് അവൾ എഴുതിയ കത്ത് വായിക്കുന്നു. ആ കത്ത് വായിച്ചിട്ട് അവൾക്ക് ആകപ്പാടെ വിഷമമാവുന്നുണ്ട്. യു അവളെ നല്ല രീതിയിൽ മോട്ടിവേറ്റ് ചെയ്ത് തന്നെയാണ് ആ കത്തിൽ എഴുതിയിരിക്കുന്നത്. പിന്നീട് നമ്മൾ അടുത്ത ദിവസമാണ് കാണുന്നത്. കൊളീഗ് പെട്ടെന്ന് തന്നെ ഓഫീസിലേക്ക് ഓടിയെത്തുന്നു. അവൻ അവരോടെല്ലാമായി ഒരു കാര്യം പറയുന്നുണ്ട്. വ്ലോഗർ പെൺകുട്ടി പുതിയതായി ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എന്നാണ് അവൻ പറയുന്നത്. അങ്ങനെ അവര് നാലുപേര് പെട്ടെന്ന് തന്നെ ആ വീഡിയോ എടുത്ത് കാണുന്നു. അതിനകത്ത് വ്ലോഗർ പെൺകുട്ടി തനിക്ക് എന്താണ് പറ്റിയതെന്ന് വിശദമായി പറഞ്ഞിരിക്കുന്നു. തന്നെ ഒരാൾ ഉപദ്രവിച്ചെന്നും അത് പുറത്തു പറയാൻ തനിക്ക് ഭയമായിരുന്നു എന്നൊക്കെ അവൾ പറയുന്നു. എന്നാൽ താനിപ്പോൾ ഇത് നേരിടാൻ തയ്യാറായെന്നും ഇപ്പോൾ താൻ നിയമപരമായി മുന്നോട്ട് പോവാനാണ് ഉദ്ദേശിക്കുന്നത് എന്നൊക്കെ അവൾ ആ വീഡിയോയിൽ പറയുന്നു. ഉപദ്രവിക്കപ്പെട്ട പെൺകുട്ടികൾ ഇത് തങ്ങളുടെ തെറ്റാണെന്നും വിചാരിച്ചിരിക്കേണ്ട ഒരു ആവശ്യവും ഇല്ല, അവരെല്ലാം മുന്നോട്ടേക്ക് വരണം എന്നവൾ പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. ഇത് അവര് മാത്രമല്ല, ഉപദ്രവിക്കപ്പെട്ട ആ 2 പെൺകുട്ടികളും കാണുന്നുണ്ടായിരുന്നു. അങ്ങനെ ആ വീഡിയോസിന്റെ കമന്റ്സ് എല്ലാം വായിച്ചിട്ട് അവർക്കും ഇതെല്ലാം തുറന്നു പറയാൻ ഒരു മോട്ടിവേഷനായി. അങ്ങനെ അവര് 3 പേരും ആ വ്യക്തിക്കെതിരെ കംപ്ലൈന്റും കൊടുത്തു. അവർക്കറിയാവുന്ന രീതിയിൽ അവര് ഒരു അപ്പിയറൻസും അവർക്കായി പറഞ്ഞു കൊടുത്തു. അത് ആ തോപ്പി വെച്ച അയാൾ തന്നെയായിരുന്നു. അങ്ങനെ പിന്നീട് ആ തോപ്പി വെച്ച അയാൾക്ക് വേണ്ടിയിട്ടുള്ള അന്വേഷണത്തിലാണ് എല്ലാവരും. അങ്ങനെ അയാൾ സബ് സ്റ്റേഷനിൽ എത്തിയപാടെ അവർ ആ വിവരം അറിയുന്നു. അവർ 4 പേരും പെട്ടെന്ന് തന്നെ സബ് സ്റ്റേഷനിലേക്ക് എത്തി. എന്നാൽ അവരെ കണ്ടപാടെ അയാൾ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുന്നുണ്ട്. ഇതൊന്നും അവർ കാണുന്നില്ല. അവരാണെങ്കിൽ അവിടെയെല്ലാം അയാളെ അന്വേഷിക്കുന്നുണ്ടെങ്കിലും അയാളെ കണ്ടുകിട്ടുന്നില്ല. അയാൾ ഈ സ്റ്റേഷനിൽ തന്നെ ഉണ്ട് എന്നാണ് അവർക്ക് വിവരം ലഭിച്ചത്. അയാൾ എവിടെ പോയി എന്നെല്ലാം അവർ അന്വേഷിക്കുന്നു. അങ്ങനെ അയാൾ ഇനി എങ്ങോട്ടേക്കാണ് പോവാൻ ചാൻസ് ഉള്ളത് എന്നൊക്കെ യു പറയുന്നു. അവൾക്ക് അവിടെയുള്ള എല്ലാ സ്ഥലങ്ങളും അറിയാം, അതുകൊണ്ട് തന്നെ അയാൾ എവിടെയാണ് ഒളിച്ചിരിക്കാൻ ചാൻസ് ഉള്ളത് എന്നൊക്കെ അവൾ പറയുന്നു. സിയുക്കാണെങ്കിൽ ഇതെല്ലാം നോട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ അവർ 4 പേരും ഓരോ സ്ഥലങ്ങളിലായി അന്വേഷിക്കുന്നു. അവരവിടെ എല്ലാം അയാളെ തപ്പുന്നുണ്ടെങ്കിലും അയാൾ അവിടെയൊന്നും ഇല്ലായിരുന്നു. അവർക്കാണെങ്കിൽ സമയമില്ല, അടുത്ത ട്രെയിൻ വരുന്നതിന് മുന്നേ തന്നെ അവർക്ക് അയാളെ കണ്ടുപിടിക്കണം. എക്സ് ഗേൾ ഫ്രണ്ട് ആണെങ്കിൽ അവിടെ നിന്ന് ധൃതി കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് തനിക്ക് ഒരു സ്ഥലം മാത്രം മിസ്സായി പോയി എന്നുള്ള കാര്യം യു മനസ്സിലാക്കുന്നത്. യു പെട്ടെന്ന് തന്നെ ആ റൂമിലേക്ക് ഓടിച്ചെല്ലുന്നു. കൂടെ അവര് 3 പേരും ഉണ്ട്. അവൾക്ക് ഉറപ്പാണ് അയാൾ ഇതിനകത്തുണ്ടെന്ന്. അങ്ങനെ അവർ 4 പേരും അവിടെയെല്ലാം അന്വേഷിക്കുന്നു. അങ്ങനെ അവർക്ക് ആ കബോർഡിന്റെ പുറകിൽ ആരും ഉള്ളതുപോലെ തോന്നി. സിയുക്കും പണ്ണറും പെട്ടെന്ന് തന്നെ ആ കബോർഡ് അവിടെ നിന്ന് മാറ്റി. അപ്പോൾ തന്നെ അവര് പ്രതീക്ഷിച്ച അയാൾ അതിന് പുറകിൽ ഒളിച്ചു നിൽക്കുന്നു. അയാൾ ഒരു ഇലക്ട്രീഷ്യൻ കൂടിയാണ്. അവിടെയാണെങ്കിൽ കുറച്ച് വെള്ളവും കെട്ടിക്കിടപ്പുണ്ടായിരുന്നു. അയാളാണെങ്കിൽ പെട്ടെന്ന് തന്നെ 2 വയർ എടുത്തിട്ട് അത് വെള്ളത്തിലിടുമെന്നൊക്കെ പറഞ്ഞ് അവരെ ഭീഷണിപ്പെടുത്തി. അവര് അടുത്ത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അയാൾ അങ്ങനെയെല്ലാം ചെയ്യുന്നത്. എന്നാൽ യു ആണെങ്കിൽ ഒന്നും മടിച്ചില്ല. അവിടെ ഇരുന്ന് ഒരു വടി വെച്ചിട്ട് അവനെ തള്ളി താഴെയിട്ടു. ആ സമയത്ത് അയാൾക്ക് ഷോക്ക് അടിക്കുന്നുണ്ട്. യു പെട്ടെന്ന് പോയി ആ സ്വിച്ച് ഓഫ് ചെയ്യുന്നുണ്ട്. അയാളുടെ ആണെങ്കിൽ ബോധവും പോയി. ബാക്കിയുള്ള 3 പേരും ആകപ്പാട് പേടിച്ചാണ് നിൽക്കുന്നത്. എന്നാലും അയാൾക്ക് ജീവനുണ്ടോ എന്നൊക്കെ വന്ന് സിയുക്ക് നോക്കുന്നു. അയാൾക്ക് ഒരു കുഴപ്പമില്ലെന്ന് കണ്ട സിയുക്ക് യുവും അയാളെ പിടിച്ച് പുറത്തേക്ക് കൊണ്ടുവരുന്നു. എല്ലാ പോക്കറ്റടിക്കാരും ശരിക്കും പോക്കറ്റടിക്കാരല്ല, അവർക്ക് വേറെ ഉദ്ദേശം കൂടിയുണ്ട് എന്നൊക്കെ യു മനസ്സിലാക്കുന്നു. ആ സമയത്താണ് പ്രോഗ്രാമിന്റെ ടിക്കറ്റ് വെച്ചിരുന്ന പേഴ്സ് കാണാതെ പെൺകുട്ടിയില്ലേ, ആ പെൺകുട്ടിയെ യു വിളിക്കുന്നത്. അവൾക്ക് ആ പേഴ്സ് കിട്ടിയോ, അവൾ സേഫ് ആയിട്ടാണോ ഇരിക്കുന്നത് എന്നറിയാൻ വേണ്ടിയിട്ടാണ് യു ആ പെൺകുട്ടിയെ വിളിക്കുന്നത്. ആ പെൺകുട്ടി അതേസമയം സബ് സ്റ്റേഷനിലുണ്ടായിരുന്നു. അവളുടെ പേഴ്സ് തിരിച്ചു കൊടുക്കാമെന്ന് അയാൾ പറഞ്ഞത് ഇന്നായിരുന്നു. അത് കളക്ട് ചെയ്യാൻ താൻ പോവാണ് എന്നൊക്കെ അവൾ പറയുന്നു. ഇപ്പോൾ കുറ്റവാളിയെ പിടിച്ചതുകൊണ്ട് തന്നെ യുവിന് അതൊരു പ്രശ്നമായി തോന്നുന്നില്ല. അതേസമയം ആ പെൺകുട്ടിയാണെങ്കിൽ അയാളെ മീറ്റ് ചെയ്യാനായി പോകുന്നു. ആരും ഇല്ലാത്ത ഒരു സ്ഥലത്തേക്കാണ് ആ പെൺകുട്ടിയെ അയാൾ വിളിച്ചു വരുത്തിയിരിക്കുന്നത്. അവൾക്കാണെങ്കിൽ ആ ഡോർ തുറക്കാൻ കുറച്ച് പേടിയുണ്ട്. അവൾ ആ ഡോർ തുറക്കാൻ ശ്രമിച്ചെങ്കിലും അത് വേണ്ട എന്ന് വിചാരിച്ച് അവൾ അവിടെ നിന്ന് തിരിച്ചു പോകുന്നു. അപ്പോഴാണ് അതിനകത്ത് ആരായിരുന്നു എന്നുള്ള കാര്യം നമ്മളെ കാണിക്കുന്നത്. അതിനകത്ത് മറ്റൊരാൾ നിൽക്കുന്നുണ്ട്. സബ്വേ ഗോസ്റ്റ് ആണോ എന്നറിയില്ല, പക്ഷെ അതേ രൂപമുള്ള അതേ കോട്ടൊക്കെ ഇട്ടിരിക്കുന്ന ഒരു വ്യക്തി അതിനകത്ത് നിൽപ്പുണ്ടായിരുന്നു. അയാളുടെ കയ്യിലാണെങ്കിൽ വരുന്ന പെൺകുട്ടിയെ ഉപദ്രവിക്കാനുള്ള സാധനങ്ങളും ഉണ്ടായിരുന്നു. എന്നാൽ എന്തോ ഭാഗ്യം കൊണ്ടാണ് ആ പെൺകുട്ടി അവിടെ നിന്ന് തിരിച്ചു പോയത്. എന്തായാലും ക്യാപ്പ് വെച്ച അയാളെ പോലീസ് പിടിച്ചു കഴിഞ്ഞിരുന്നു. അങ്ങനെ സിയുക്കും യുവും അവിടെ നിൽക്കുന്ന സമയത്താണ് സിയുക്കു യുവിനോട് സംസാരിക്കുന്നത്. എന്തുകൊണ്ടാണ് യു
പാർട്ട്ണറിനെ മാറ്റുന്നത് എന്നൊക്കെ സിയൂക്ക് യൂനിനോട് തിരക്കുന്നു. എന്നാൽ അവൾ അതിനൊരു മറുപടി പറയുന്നതിന് മുന്നേ തന്നെ അങ്ങോട്ടേക്ക് മറ്റേ പാർട്ട്ണറും എത്തിക്കഴിഞ്ഞിരുന്നു. അവനാണെങ്കിൽ അവിടെ നിന്ന് പോവാമെന്നും പറഞ്ഞ് അവളുടെ കയ്യിൽ കയറി പിടിക്കുന്നു. അതേസമയം തനിക്ക് ഒരു കാര്യം സംസാരിക്കാനുണ്ട് എന്നും പറഞ്ഞ് സിയൂക്കും അവളുടെ കയ്യിൽ കയറി പിടിക്കുന്നുണ്ട്. അവര് രണ്ടുപേരും അവരുടെ കൂടെ യു വരണമെന്ന് ആവശ്യപ്പെടുന്നു. എന്നാൽ യു ആണെങ്കിൽ തനിക്ക് കുറച്ച് വർക്കുണ്ടെന്നും പറഞ്ഞിട്ട് സിയൂക്കിന്റെ കൈ വെടിയിപ്പിച്ചിട്ട് പാർട്ട്ണറിന്റെ കൂടെയാണ് പോകുന്നത്. ഇത് കണ്ടിട്ട് സിയൂക്കിന് ആകെപ്പാടെ വിഷമമാവുന്നുണ്ട്. അങ്ങനെ പിന്നീട് നമ്മൾ കാണുന്നത് അയാളെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്ന എക്സ് ഗേൾ ഫ്രണ്ടിനെയാണ്. എന്നാൽ അയാളാണെങ്കിൽ ചിരിച്ചു കളിച്ചാണ് അവിടെ ഇരിക്കുന്നത്. അയാൾക്കെതിരെ ഒരു എവിഡൻസും ഇല്ലല്ലോ, അതുകൊണ്ടാണ് അയാൾ അങ്ങനെ ഇരിക്കുന്നത്. അയാൾ ഒരു ഇലക്ട്രീഷ്യൻ ആയതുകൊണ്ട് തന്നെ എല്ലാ പെൺകുട്ടികളുടെ വീട്ടിലും എന്തെങ്കിലും ചെറിയ പണിക്കൊക്കെ അയാൾ പോയിരുന്നു. അങ്ങനെ ഈ പെൺകുട്ടികളുടെ വീട്ടിൽ നിന്ന് അയാളുടെ സാമ്പിൾ കളക്ട് ചെയ്യാൻ എളുപ്പമാണ് എന്നൊക്കെ എക്സ് ഗേൾ ഫ്രണ്ട് പറയുന്നു. അത് കേട്ട് അയാളൊന്ന് പേടിക്കുന്നുണ്ട്. അങ്ങനെ അയാളുടെ വായിൽ നിന്ന് തന്നെ അയാളാണ് ഉപദ്രവിച്ചത് എന്നുള്ളതും വീഴുന്നുണ്ട്. ഇത്രയും തെളിവ് തന്നെ അവർക്ക് ധാരാളമായിരുന്നു. ഇതെല്ലാം ആ കണ്ണാടിയുടെ അപ്പുറം നിന്ന് നമ്മുടെ 3 പെൺകുട്ടികളും കേൾക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അവർ 3 പേരും ആ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി. ഇപ്പോൾ ആ 3 പെൺകുട്ടികളും കോൺഫിഡന്റ് ആയി തന്നെയാണ് നിൽക്കുന്നത്. എത്ര രാത്രിയായാലും നിങ്ങൾക്ക് പേടി വന്നാൽ തന്നെ വിളിച്ചോളൂ എന്നൊക്കെ യു അവരോട് പറയുന്നുണ്ട്. യു നല്ല രീതിയിൽ തന്നെയാണ് അവരെ 3 പേരെയും ട്രീറ്റ് ചെയ്യുന്നത്. യു കാരണമാണ് ഇപ്പോൾ അവർ ഹാപ്പി ആയിട്ട് ഇവിടെ നിൽക്കുന്നതും. അങ്ങനെ സിയൂക്ക് അവന്റെ സാധനങ്ങളെല്ലാം എടുത്ത് ഒരു വണ്ടിയിൽ ട്രിപ്പ് പോയിക്കൊണ്ടിരിക്കുകയാണ്. യുവും സിയൂക്കും ഇപ്പോൾ പാർട്ട്ണർ അല്ലല്ലോ, അതിന്റെ വിഷമത്തിലാണ് സിയൂക്ക്. അതുകൊണ്ട് തന്നെ മൈൻഡ് എല്ലാം ഒന്ന് ഓക്കെ ആക്കാൻ വേണ്ടിയിട്ടാണ് സിയൂക്ക് ഒരു ട്രിപ്പ് പോകുന്നത്. അങ്ങനെ പൊക്കോണ്ടിരിക്കുന്ന സമയത്ത് അവൻ ലഗേജ് കെട്ടിവെച്ചിരുന്ന കയറഴിഞ്ഞു പോകുന്നുണ്ട്. അവന്റെ കുറച്ച് സാധനങ്ങൾ പൊട്ടിപ്പോകുന്നുണ്ട്. അന്നെല്ലാം മാറി പറക്കി അവൻ വീണ്ടും യാത്ര തുടരുന്നു. എന്നാൽ ആ സമയത്ത് അവന്റെ കൈ മുറിഞ്ഞിരുന്നു. അതൊന്നും മൈൻഡ് ചെയ്യാതെ അവൻ വീണ്ടും യാത്ര തുടർന്നു. എന്നാൽ അവന്റെ കണ്ണുകൾ ആകെപ്പാടെ നിറയുന്നുണ്ടായിരുന്നു. യു ആണെങ്കിൽ അവനോട് എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്ന് അവൻ അറിയില്ല. അതൊക്കെ ഓർത്തിട്ടാണ് അവന്റെ കണ്ണു നിറയുന്നതും. അവൻ എന്ത് ചെയ്യുന്നു എന്നറിയാതെ അവൻ പെട്ടെന്ന് തന്നെ വണ്ടി നിർത്തി. അവൻ തിരിച്ച് സ്റ്റേഷനിലേക്ക് തന്നെ വരുന്നു. ആ സമയത്ത് അങ്ങോട്ടേക്ക് യു എത്തിയിരുന്നു. സിയൂക്ക് ആണെങ്കിൽ യുവിനോട് അവൾ ആഗ്രഹിച്ച ടീമിലേക്ക് തന്നെ അവളെ ട്രാൻസ്ഫർ ചെയ്യാൻ പോവാണ് എന്നൊക്കെ പറയുന്നു. ഇത് കേട്ട യു ആകെപ്പാടെ ഷോക്കായി. സിയൂക്ക് വിചാരിക്കുന്നത് യുവിന് മറ്റൊരു ടീമിൽ ചേരണമെന്നാണ്. അതുകൊണ്ടായിരിക്കും അവൾ മറ്റൊരാളുടെ പാർട്ട്ണർ ആയത് എന്നൊക്കെ അവൻ വിചാരിക്കുന്നു. അതുകൊണ്ടാണ് അവളെ ആ ടീമിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ അവന് ഒരുങ്ങിയത്. അങ്ങനെ അവർ അവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് എക്സ് ഗേൾ ഫ്രണ്ട് വിളിക്കുന്നത്. അവര് ബ്രേക്കപ്പ് ആയി ഇത്ര നാളായിട്ടും സിയൂക്കിന്റെ അമ്മയുടെ കാര്യമൊന്നും അവൾക്ക് അറിയില്ലായിരുന്നു. സിയൂക്ക് സബ്വേ പോലീസിൽ ചേരാൻ തന്നെ കാരണം അവന്റെ അമ്മയുടെ അസുഖമാണെന്നുള്ള കാര്യം അവൾ ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെ അവനോട് സംസാരിക്കാൻ വേണ്ടിയിട്ട് ഒരു റെസ്റ്റോറന്റിലേക്കാണ് അവൾ വിളിക്കുന്നത്. ഇതെല്ലാം അവിടെ നിന്ന് യുവും കേൾക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ സിയൂക്ക് ആണെങ്കിൽ എക്സ് ഗേൾ ഫ്രണ്ടിനെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് റെസ്റ്റോറന്റിലേക്ക് പോകുന്നു. ആ സമയം യു ആണെങ്കിൽ യുവിന് ഒരു ഫ്രണ്ടിനെ കാണാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. ആ ഫ്രണ്ട് എന്ന് പറയുന്നത് സിയൂക്കിന്റെ അമ്മയെ നോക്കുന്ന നേഴ്സാണ്. ആ സമയം അവിടെ വെച്ച് യു സിയൂക്കിന്റെ അമ്മയെ പരിചയപ്പെടുന്നുണ്ട്. എന്നാൽ യുവിന് അറിയത്തില്ല ഇത് സിയൂക്കിന്റെ അമ്മയാണെന്നുള്ളത്. അവൾ അവളുടെ ഫ്രണ്ടിനെ കൂട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങോട്ടേക്ക് പോകുന്നത്. അങ്ങനെ യു ഫ്രണ്ട് വരുന്ന ഡ്രിങ്ക്സ് അടിക്കുന്നു. അതേസമയം സിയൂക്കും എക്സ് ഗേൾ ഫ്രണ്ടും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അമ്മയുടെ കാര്യം കൊണ്ടാണോ നമ്മൾ ബ്രേക്കപ്പ് ആയത് എന്നൊക്കെ എക്സ് ഗേൾ ഫ്രണ്ട് തിരക്കുന്നു. അവൾക്കാണെങ്കിൽ അവർ ബ്രേക്കപ്പ് ആയതിൽ നല്ല വിഷമമുണ്ട്. അവരൊരുമിച്ച് നല്ലൊരു ഫ്യൂച്ചർ സ്വപ്നം കണ്ടതായിരുന്നു. എന്നാൽ അത് നടക്കാത്തതിന് എക്സ് ഗേൾ ഫ്രണ്ടിന് നല്ല വിഷമമുണ്ട്. എന്നാൽ സിയൂക്കിനാണെങ്കിൽ ഇനി ഇതിൽ ഒന്നും തന്നെ ചെയ്യാനില്ലായിരുന്നു. അവനാണെങ്കിൽ അവളോട് യാതൊരു ഇൻട്രസ്റ്റും ഇല്ല. അങ്ങനെ അവർ ഈ കാര്യങ്ങളെല്ലാം ഇരുന്ന് സംസാരിക്കുന്നു. അതേസമയം യു ഫ്രണ്ടും ഡ്രിങ്ക്സ് അടിച്ച് ഫിറ്റ് ആയി കഴിഞ്ഞിരുന്നു. ഫ്രണ്ട് ആണെങ്കിൽ സത്യങ്ങളെല്ലാം സിയൂക്കിനോട് തുറന്നു പറയാനൊക്കെ യൂരിനോട് പറയുന്നു. അതായത് സിയൂക്ക് കാരണമല്ല, പക്ഷെ അവളുടെ ചില പേഴ്സണൽ കാര്യം കൊണ്ടാണ് അവൾ പാർട്ട്ണറിനെ മാറ്റുന്നത്. ഈ കാര്യങ്ങളെല്ലാം സിയൂക്കിനോട് പറയാനാണ് കൂട്ടുകാരി പറയുന്നത്. അങ്ങനെ യു സിയൂക്കിനെ വിളിക്കുന്നു. എന്നാൽ അവൾക്ക് കോൾ കണക്ട് ആവുന്നില്ല. ആ സമയത്താണ് വോയിസ് മെയിൽ ചെയ്യാൻ കൂട്ടുകാരി ആവശ്യപ്പെടുന്നത്. അങ്ങനെ അവൾ അവളുടെ മനസ്സിലുള്ള എല്ലാ കാര്യങ്ങളും തുറന്നു പറയുന്നു. ഒരിക്കലും സിയൂക്കിന്റെ പാർട്ട്ണറിൽ നിന്ന് മാറാൻ താൻ ആഗ്രഹിക്കുന്നില്ല. തനിക്കെപ്പോഴും സിയൂക്കിന്റെ കൂടെ നിൽക്കാൻ തന്നെയാണ് ആഗ്രഹം. എന്നാൽ തന്റെ കുറച്ച് പേഴ്സണൽ കാര്യം കൊണ്ടാണ് താൻ ഇപ്പോൾ മറ്റൊരാളുടെ പാർട്ട്ണർ ആയിരിക്കുന്നത്. അതെന്താണെന്നുള്ള കാര്യമെല്ലാം താൻ തുറന്നു പറയാം. താൻ എന്തിനാണ് സബ്വേ പോലീസ് ആയതെന്നും താൻ എന്തുകൊണ്ടാണ് മറ്റൊരാളുടെ പാർട്ട്ണറായി മാറിയതെന്നുള്ള എല്ലാ സത്യങ്ങളും താൻ ഉറപ്പായിട്ടും പറയാം എന്നൊക്കെ യു പറയുന്നു. കൂട്ടുകാരിയാണെങ്കിൽ കൂടുതലൊന്നും പറയാൻ അനുവദിക്കുന്നില്ല. പെട്ടെന്ന് തന്നെ അവളെ നിർത്തുന്നു. ഒന്നുകൂടി വോയിസ് മെയിൽ അയക്കാനാണ് അവൾ പറയുന്നത്. എന്നാൽ അതിനു മുന്നേ തന്നെ അത് സെൻഡ് ആയി കഴിഞ്ഞിരുന്നു. അവർക്കിനി എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അതാണെങ്കിൽ ഇനി ഡിലീറ്റും ചെയ്യാൻ സാധിക്കില്ല. അങ്ങനെ എത്രയും പെട്ടെന്ന് സിയൂക്കിനെ കണ്ടിട്ട് സിയൂക്കിന്റെ ഫോണിൽ നിന്ന് ആ വോയിസ് മെയിൽ ഡിലീറ്റ് ചെയ്യാനാണ് അവൾ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ യു ആണെങ്കിൽ സിയൂക്കുള്ള റെസ്റ്റോറന്റിലേക്ക് തപ്പി പിടിച്ചു പോകുന്നു. ഒരു റെസ്റ്റോറന്റിന്റെ പുറത്ത് നിന്നിട്ട് അതിനകത്ത് തന്നെയാണോ സിയൂക്കുള്ളത് എന്നറിയാൻ വേണ്ടിയിട്ട് അതിന്റെ പുറത്ത് നിന്ന് അവൾ നോക്കുന്നൊക്കെയുണ്ട്. അവൾക്കാണെങ്കിൽ അകത്തുള്ള ഒന്നും തന്നെ കാണുന്നില്ലായിരുന്നു. എന്നാൽ അവിടെ തന്നെയായിരുന്നു സിയൂക്കും എക്സ് ഗേൾ ഫ്രണ്ടും ഉണ്ടായിരുന്നത്. യു ഇങ്ങനെ ഒളിഞ്ഞു നോക്കുന്നത് കണ്ടിട്ട് സിയൂക്കും എക്സ് ഗേൾ ഫ്രണ്ടും ഞെട്ടിപ്പോയി. അങ്ങനെ സിയൂക്ക് പെട്ടെന്ന് തന്നെ യൂനിനെ വിളിച്ച് അകത്തേക്ക് കയറി വരാൻ ആവശ്യപ്പെട്ടു.
യു വന്ന പാടെ എന്തെങ്കിലും കേട്ടിരുന്നോ എന്നാണ് ചോദിക്കുന്നത്. എന്നാൽ എന്താണ് അവൾ ഉദ്ദേശിക്കുന്നതെന്ന് അവന് മനസ്സിലായില്ല. നീ എന്താണ് ഇവിടെ ചെയ്യുന്നത്, നീ ഡ്രിങ്ക്സ് അടിച്ചിട്ടുണ്ടോ എന്നൊക്കെ അവൻ തിരക്കി. അതേസമയം എക്സ് ഗേൾഫ്രണ്ടും അവളെ വഴക്ക് പറയുന്നുണ്ട്. ഇത് തന്റെ ഫസ്റ്റ് ലവ് ആണ്, എന്തിനാണ് ഇങ്ങോട്ടേക്ക് വന്നത് എന്നൊക്കെ അവൾ തിരക്കി. യു പ്രശ്നമൊന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് ആ ടേബിളിൽ ഇരുന്ന ഡ്രിങ്ക്സ് അവിടെ കമിഴ്ത്തിയിട്ടു. ആ സമയത്ത് സിയൂക്കിന്റെ ഫോണിലും കുറച്ച് വെള്ളമായിരുന്നു. യു പെട്ടെന്ന് തന്നെ അത് ഉണക്കി തരാമെന്നും പറഞ്ഞ് അതെടുത്ത് വാഷ്റൂമിലേക്ക് കൊണ്ടുപോയി. അങ്ങനെ യു ഫോൺ ഉണക്കിയതിനു ശേഷം അതിലുള്ള വോയിസ് മെയിൽ കേട്ടു. എന്നാൽ അത് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഫോൺ അൺലോക്ക് ചെയ്യണമായിരുന്നു. ഇപ്പോൾ അവൾ നോട്ടിഫിക്കേഷൻ വന്ന സ്ഥലത്ത് നിന്നാണ് അത് ഓൺ ചെയ്ത് കേട്ടത്. അവൾ പല പാസ്വേഡ് അടിക്കുന്നുണ്ടെങ്കിലും ഫോൺ അൺലോക്ക് ആവുന്നില്ല. ഇനി എന്തായാലും നോട്ടിഫിക്കേഷൻ വന്നു കിടക്കില്ല, അതുകൊണ്ട് തന്നെ അവൻ ഇനിയും ചെക്ക് ചെയ്യില്ല എന്നൊക്കെ അവൾ വിചാരിക്കുന്നു. ആ സമയത്ത് തന്നെയാണ് അങ്ങോട്ടേക്ക് എക്സ് ഗേൾഫ്രണ്ടും കയറി വരുന്നത്. അവളെ കണ്ടുപാടെ ഫോൺ ആണെങ്കിൽ അവൾക്ക് കൊടുത്തിട്ട് യു അവിടെ നിന്ന് പോവാൻ ഒരുങ്ങി. എന്നാൽ എക്സ് ഗേൾഫ്രണ്ട് അവളെ അവിടെ പിടിച്ചു നിർത്തി. നീ സഭയിൽ ചേരാനുള്ള യഥാർത്ഥ കാരണം അത് സിയോക്കിന് അറിയില്ല. നീ എന്തിനാണ് ടണലിൽ കയറിയത് എന്നും അവൻ അറിയില്ല. ഇപ്പോൾ നീ നിന്റെ പാർട്ട്ണറിനെ മാറ്റി, അതും അവൻ അറിയില്ല. ഇത്രയൊക്കെ ചെയ്തിട്ടും നീ എന്തിനാണ് അവന്റെ പുറകിൽ നടക്കുന്നത്? കുറച്ചെങ്കിലും നാണം ഉണ്ടെങ്കിൽ നീ ഇനി ഇങ്ങനെ ഒന്നും ചെയ്യരുത്. നീ ചെയ്യുന്ന ഓരോ പ്രവൃത്തികളും അവനെയാണ് വിഷമിപ്പിക്കുന്നത്. അവൻ എന്തോ ചെയ്തിട്ടാണ് നീ മറ്റൊരാളുടെ പാർട്ട്ണർ ആയത് എന്നാണ് അവൻ വിശ്വസിക്കുന്നത്. എന്തിനാണ് അവനെ ഇങ്ങനെ വേദനിപ്പിക്കുന്നത് എന്നൊക്കെ എക്സ് ഗേൾഫ്രണ്ട് തിരക്കുന്നു. ഇതെല്ലാം കേട്ടിട്ട് യൂനിന് ആകെപ്പാട് വിഷമമായി. വിഷമത്തോടുകൂടി തന്നെ അവൾ അവിടെ നിന്ന് ഇറങ്ങുന്നുണ്ട്. സിയൂക്കിനെ ഒന്ന് കാണുന്നു പോലും ഇല്ല അവൾ. അതേസമയം എക്സ് ഗേൾഫ്രണ്ട് സിയൂക്കിന് തിരിച്ച് അവന്റെ ഫോൺ നൽകി. നിന്റെ മനസ്സ് മാറുവാണെങ്കിൽ വിളിക്കണം എന്നും പറഞ്ഞിട്ടാണ് അവൾ അവിടെ നിന്ന് ഇറങ്ങുന്നത്. സിയൂക്കും യുവും ആകെപ്പാട് വിഷമത്തിലാണ് നിൽക്കുന്നത്. എക്സ് ഗേൾഫ്രണ്ട് പറഞ്ഞ കാര്യങ്ങൾ ഓർത്തിട്ടാണ് രണ്ടുപേരും വിഷമിക്കുന്നത്. അവർക്കാണെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയില്ല. സിയൂക്കിനും യൂനിനും പരസ്പരം ഇഷ്ടമുണ്ട്, എന്നാലും അവർ അത് തുറന്നു പറയുന്നില്ല. യൂനിനാണെങ്കിൽ സിയൂക്കിനോട് പറയാത്ത ഒരുപാട് രഹസ്യങ്ങളും. ഇതൊന്നും അറിയാത്ത സിയൂക്ക് താൻ യൂനിനോട് എന്തോ ചെയ്തിട്ടാണ് അവൾ ഇങ്ങനെയെല്ലാം ചെയ്യുന്നത് എന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ അവർ രണ്ടുപേരും ആകെപ്പാട് വിഷമിക്കുന്നു.